ഈ ശബ്ദപരിധിയിൽ ഒത്തിരി പ്രിയപ്പെട്ടവർ കേൾക്കുന്നത് കൊണ്ട് അവർക്ക് കൂടി മനസ്സിലാകുന്ന നിലയിൽ ഒരു ചിന്ത പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. സുവിശേഷം ലളിതമാണ്. ലളിതമായൊരു ചിന്ത 2 വാക്യങ്ങളിലൂടെ അവതരിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 27-ാം വാക്യം പ്രാരംഭത്തിലും, ഉൽപ്പത്തി 1:27 പ്രാരംഭത്തിലും, 49-ാം സങ്കീർത്തനം അതിൻ്റെ 20-ാമത്തെ വാക്യം രണ്ടാമതായും പ്രിയപ്പെട്ടവർ മൈക്കിൽ കൂടെ വായിച്ച് സഹായിക്കും. വായിച്ചാട്ടെ. ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. മതി 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 മതി. അടുത്ത വാക്യം 49-ാം സങ്കീർത്തനം 20-ാമത്തെ വേദഭാഗം. അതുകൂടി ഒന്ന് വായിച്ചാട്ടെ. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ. മതി. 2 വേദഭാഗവും പരിചിതമായ വേദഭാഗം. പുറകിൽ നിൽക്കുന്ന സംഘാടകരോട് ഞാൻ ഓർപ്പിക്കുന്നത്, ഇവിടെ ഫ്രണ്ടിൽ കസേരകൾ സഹോദരന്മാരുടെ ഭാഗത്തും സഹോദരിമാരുടെ ഭാഗത്തും ഒഴിഞ്ഞു കിടപ്പുണ്ട്. അതുകൊണ്ട് വരുന്നവരെ മുമ്പിലോട്ടിരുത്താനുള്ള ക്രമീകരണം ചെയ്യുക എന്ന് ഓർപ്പിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചാട്ട് ഒരിക്കൽ കൂടെ നാം ദൈവവചനത്തിലേക്ക് പ്രവേശിക്കുന്നു. വളരെ ഏകാഗ്രതയോടെ, ഭക്തിയോടെ, ബഹുമാനത്തോടെ കർത്താവിൻ്റെ വചനത്തിന് മുമ്പിൽ നമുക്കായിരിക്കാം. ഇവിടെ ഓർപ്പിച്ച പോലെ എൻ്റെ പേര് ഷമീർ എന്നാണ്. ഈ കുന്നന്താനം ഇത്ര അടുത്ത ജംഗ്ഷൻ, അടുത്തൊരു പ്രദേശത്തൊക്കെയായി ഞാൻ ആദ്യമായിട്ടാണ് വരുന്നതെന്നാണ് എൻ്റെ ചിന്ത. ഈ തിരുവല്ലയുടെ പല പ്രാന്തപ്രദേശങ്ങളിൽ വന്നിട്ടുണ്ടെങ്കിലും, തെങ്ങണ ഭാഗത്തൊക്കെ വന്നിട്ടുണ്ടെങ്കിലും, ഇവിടെ ആദ്യമായതുകൊണ്ട് ഒറ്റ വാക്കിൽ പരിചയപ്പെടുത്തി ദൈവവചനത്തോട് നീതി പുലർത്തുവാൻ ആഗ്രഹിക്കുന്നു. പേര് ഷമീർ എന്നാണ്. സ്വദേശം കൊല്ലം ജില്ലയാണ്. പാരമ്പര്യമായ ഇസ്ലാമിക കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടു. ഇപ്പം നിങ്ങൾക്കെല്ലാം അറിയാം, ഒരു മുസൽമാനോട് യേശു ക്രിസ്തു ദൈവമാണെന്ന് പറഞ്ഞാൽ അവൻ ഒരിക്കലും എന്ത് ചെയ്യില്ല? പറഞ്ഞേ, ഞാൻ സെൻട്രൽ പാസ്റ്ററൊന്നുമല്ല, കവലപ്രസംഗകനാണ്. നിങ്ങൾ അത്രയും കൂളായിട്ടിരുന്നാൽ മതി. സൂപ്രണ്ടൊക്കെ നിൽക്കുമ്പോൾ നിങ്ങളിങ്ങനെയൊക്കെ ഇച്ചിരി ശ്വാസം പിടിച്ചാലും കുഴപ്പമില്ല. വളരെ കൂളായിട്ടിരുന്നാൽ മതി. ശ്രദ്ധിച്ചേ. ഒരു മുസൽമാനോട് യേശുക്രിസ്തു ദൈവമാണെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യത്തില്ല? അംഗീകരിക്കത്തില്ല. നമുക്കറിയാം. ഇപ്പം എനിക്കത് വലിയ അത്ഭുതമൊന്നും തോന്നുന്നില്ല. കാരണം ഇവിടുത്തെ ക്രിസ്ത്യാനിയോട് ഇത് പറഞ്ഞിട്ട് അവൻ്റെ തലയിൽ ഇത് കയറുന്നില്ല. അപ്പോൾ പിന്നെ മുസ്ലിമിൻ്റെ കാര്യം പറയണ്ടല്ലോ. അപ്പം അങ്ങനെ ജീവിച്ചു വളർന്ന പശ്ചാത്തലത്തിന് നടുവിൽ 2002 ജീവിക്കുന്ന ഏക സത്യ നിത്യ ദൈവമായ യേശു ക്രിസ്തുവിനെ തിരിച്ചറിയുവാൻ ദൈവം എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിച്ചു. ആമേൻ. 2002 വിശ്വാസ ജീവിതത്തിലേക്ക് ഇറങ്ങിയപ്പോൾ ബാപ്പായുടെ ഉമ്മയുടെ ആൾക്കാരൊക്കെ എതിരായി. അതൊക്കെ ഒരു നാട്ടു നടപ്പാണ്. കാരണം കള്ളു കുടിച്ച് വെളിവില്ലാതെ ഓടെ കിടന്നാലും ചോദിക്കാത്തവരെ അതെല്ലാം നിർത്തി പ്രാർത്ഥനയ്ക്ക് പോകുമ്പോഴാണ് ചോദിക്കാൻ രംഗത്ത് വരുന്നത്. അപ്പോൾ ഒത്തിരി പേര് വെല്ലുവിളി ചോദ്യങ്ങളൊക്കെ ആയിട്ട് വന്നു. പാപ്പാട് ആൾക്കാർ ഒരു പദം പറഞ്ഞു, പെന്തിക്കോസി തുള്ളാൻ ഇറങ്ങിയെങ്കിൽ തെണ്ടിത്തിരിഞ്ഞ് ഞങ്ങളുടെ അടുക്ക വരുവടാ എന്ന് പറഞ്ഞു. ഞാൻ അന്നും ഇന്നും അങ്ങനെ മിണ്ടാതെ അങ്ങ് പോകുന്നൊരു ശീലമില്ല. അതുകൊണ്ട് ഒരു വാക്യം ഞാനും തിരിച്ചു പറഞ്ഞു. ഒരു വാക്ക്, ഞാൻ തെണ്ടിത്തിരിഞ്ഞ് നിന്റെ അടുക്ക വരാൻ ഞാൻ സേവിക്കുന്ന യേശു തെണ്ടിയല്ലടാ എന്ന് പറഞ്ഞു. അങ്ങനെ ഇറങ്ങിയതാ 2002. വർഷം 16 പിന്നിടുമ്പോൾ കൃപയാൽ ഇന്ന് വരെയും ഒരുത്തൻ്റെയും അടുക്കൽ പോകാൻ ഈ ദൈവം അനുവദിച്ചിട്ടില്ല. സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചു. പൊതുവേ നമുക്കൊരു പേരുണ്ട്, ബഹളമാണ്. നിങ്ങളായിട്ട് അത് കളയരുത്. സ്തോത്രം. അപ്പോൾ ശ്രദ്ധിച്ചേ, അങ്ങനെ 2002 വിശ്വാസ ജീവിതത്തിലേക്ക് ഇറങ്ങി. ബാപ്പയും ഉമ്മയും 2 പെങ്ങന്മാരും വല്യമ്മയും അടങ്ങുന്ന കുടുംബത്തിൽ നിന്നാണ് ഇറങ്ങിയത്. എന്നാൽ ഈ 16 വർഷം പിന്നിടുമ്പോൾ അഭിമാനത്തോടെ കുന്നന്താനത്തോട് പറയാം, ഇന്നെൻ്റെ പിതാവ് ഒഴികെ എൻ്റെ മാതാവും എന്ന് പറഞ്ഞാൽ എൻ്റെ ഉമ്മായും വല്യമ്മയും
2 പെങ്ങന്മാരും അടക്കം ജീവനുള്ള ദൈവത്തെ ആരാധിക്കുകയാണ്. വിവാഹിതൻ, 2 കുട്ടികളുടെ പിതാവാണ്. ഭാര്യയും മക്കളും ഈ പന്തലിലുണ്ട്. ഭാര്യ സുനിത, 2 പെൺകുഞ്ഞുങ്ങൾ അദീന, അലീന 5ലും 6ലുമായി പഠിക്കുന്നു. കൃപയാൽ കർത്താവിൻ്റെ മഹത്വമുള്ള വയലിൽ അധ്വാനിക്കുന്നു. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള കവലകളിൽ യേശുക്രിസ്തുവല്ലാതെ മറ്റൊരു രക്ഷാമാർഗം ഇല്ല എന്ന് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പ്രസംഗിച്ചാ ഇവിടെ നിൽക്കുന്നത്. അങ്ങനെ ഇന്നയോളം കർത്താവ് നടത്തി. അതാണ് സാക്ഷി. എങ്ങനെയാണ് ഈ വിശ്വാസ ജീവിതത്തിലേക്ക് വന്നതെന്ന് അറിയാനുള്ള താല്പര്യം കൊണ്ടാണ് മഴയൊക്കെ സഹിച്ച് ഷമീറെന്ന് കേട്ടപ്പം ചാടി പുറപ്പെട്ട എല്ലാവരും വന്നത്. എനിക്കറിയാം, കേൾക്കാൻ നിങ്ങൾക്കും ആഗ്രഹമുണ്ട്, പറയാൻ എനിക്കും മനസ്സുണ്ട്. പക്ഷേ അതിലുപരി ദൈവവചനമാണ് ദേശത്ത് വിളിച്ചറിയിക്കണം. അതുകൊണ്ട് അത്രയും പറഞ്ഞ് ആ ഭാഗം വിട്ട് ഞാൻ ദൈവവചനത്തോട് നീതി പുലർത്തട്ടെ. ഇന്ത്യ പെന്തക്കോസ് ദൈവസഭ അഥവാ IPC എന്ന ദൈവസഭയോടുള്ള ബന്ധത്തിൽ കൊല്ലത്തിനടുത്ത് കുണ്ട്രയിൽ പെരിനാട് സെന്ററിൽ ഉൾപ്പെട്ട ലോക്കൽ സഭയുടെ അംഗമായും അപ്പോൾ തന്നെ പൊതു ശുശ്രൂഷകനായും കർത്താവിൻ്റെ വേലയിൽ തുടരുന്നു. വിശ്വാസ ജീവിതത്തിൽ വന്ന കാലം മുതൽ ഒരുപാട് ചോദ്യങ്ങൾ അന്ന് മുതൽ ഇന്നു വരെയും അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. അന്നൊക്കെ ചോദിച്ചത് പുറത്തുള്ളവരാണെങ്കിൽ ഇപ്പൊ ചോദിക്കുന്നത് പെന്തിക്കോസുകാരാന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ചോദ്യങ്ങൾക്ക് കുറവൊന്നുമില്ല. അപ്പൊ കൂടുതലും പേര് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, ഷമീറെ നീ എന്തിന് ക്രിസ്ത്യാനിയായി? നല്ല ചോദ്യമാണ്. അതിന്റെ മറുപടി പ്രസംഗത്തിലുണ്ട്, പിന്നാലെ പറയാം. പക്ഷേ ഒരു ന്യൂനപക്ഷം ആൾക്കാർ ചോദിക്കുന്ന വേറൊരു ചോദ്യം, അത് പറയാതെ ഒക്കത്തില്ല. അവർ ചോദിക്കുന്നത് ക്രിസ്ത്യാനി ആയത് പോട്ടെ, എന്തരായാലും പോയതോ പോയി, ഈ കലപില പറയുന്നവരുടെ കൂട്ടത്തിൽ കൂടി എന്തിനാ? അതങ്ങ് ഒരുമാതിരി ഇച്ചിച്ചി പോലെ അവർക്ക്. നാട്ടിലെത്ര പള്ളി ഉണ്ടായിരുന്നു? മാർബിൾ കെട്ടിയ പള്ളി, ടൈൽസ് ഇട്ട പള്ളി, മുറ്റത്ത് 10 കാറ് കിടക്കുന്ന പള്ളി, ആരാധന കഴിഞ്ഞ് 1000 ഇറങ്ങി വരുന്ന പള്ളി. അവിടേക്കും പോകാതെ 20ഉം 30ഉം പേരിരുന്ന് കലിപുലു പുലു പുലൂന്ന് കൊട്ടുന്നിടത്ത് പോയല്ലോ എന്നാണ് ചിലർ ആക്ഷേപിച്ച് പറയുന്നത്. ഇവരെന്താ ഇങ്ങനെ പറയാൻ നമുക്ക് അറിഞ്ഞുകൂടല്ലോ. ഇതിനകത്തെ തുടക്കക്കാരനെന്ന നിലയിൽ ഇതെന്താ ഇങ്ങനെ ചോദിക്കുന്നതെന്നൊക്കെ ഒന്ന് ചിന്തിച്ചപ്പോൾ മനസ്സിലായൊരു ഉത്തരം, നമ്മുടെ നാട്ടിൽ ഇന്നും പലരും പഠിച്ചു വച്ചിരിക്കുന്ന ഒരു വിഡ്ഢി ചിന്ത, മണ്ടൻ ചിന്ത, പൊട്ടൻ ചിന്ത, ഏതു വിധത്തിലായാലും ആള് വന്നു കൂടുന്നതാണ് ആത്മീയമെന്ന്. അങ്ങനെ ഏതു വിധത്തിലായാലും വേണ്ടില്ല, കുറെ ആള് വന്നിറങ്ങിയാൽ പ്രസാദിക്കുന്ന ഒരു ദൈവം വിശുദ്ധ വേദപുസ്തകത്തിലില്ല. മേൻ അങ്ങനെ ആള് കൂടുന്ന ആത്മീയമാണെങ്കിൽ നിങ്ങൾ മഴ നനഞ്ഞ് ഇവിടെ വരുമോ? ബിവറേജിന്റെ മുമ്പിൽ പോയി നിന്നാ പോരെ? എന്തോരം ആളാ അല്ലേ? അതിലും ആള് കൂടുന്ന സ്ഥലം നമ്മുടെ കേരളത്തിൽ എവിടെല്ലാം ഉണ്ട്. കരുനാപ്പള്ളിയിലുണ്ട്, എരുമേലിയിലുണ്ട്, എവിടെല്ലാം ഉണ്ട്. ആള് കൂടുന്ന സ്ഥലം ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ വേദപുസ്തകത്തിലെ ദൈവത്തിനൊരു പ്രത്യേകതയുണ്ട്. എങ്ങനെയും ആള് കൂടിയാൽ പ്രസാദിക്കുന്ന ദൈവം ഈ പുസ്തകത്തിലില്ല. ചിലർക്ക് സ്വോത്രം പറയാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം ആളെ കൂട്ടാൻ വേണ്ടി ഇപ്പം സ്റ്റാർ സിംഗറെയൊക്കെ വിളിച്ച് സ്റ്റേജിൽ കയറ്റിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ആരെയും കയറ്റും, രാഷ്ട്രീയക്കാരെയും കയറ്റും. ഇനി ഞാൻ പ്രാർത്ഥിക്കുന്നു, കർത്താവേ സരിതി ഒന്നും കയറ്റല്ലേ എന്ന്. അത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കാര്യം ആള് കൂടാൻ വേണ്ടി. അത് ബൈബിൾ അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. ബൈബിൾ അറിയാവുന്നവനറിയാം, ഏതു വിധത്തിലും ആള് കൂടിയാൽ പ്രസാദിക്കുന്ന ദൈവം വേദപുസ്തകത്തിലില്ല. അങ്ങനെയുള്ള തെറ്റിദ്ധാരണ വല്ല അച്ചാച്ചന്മാർക്കുണ്ടെങ്കിൽ കമ്പി വാചകത്തിൽ അങ്ങ് തിരുത്തി തരാം. ഉൽപ്പത്തി മുതൽ അങ്ങോട്ട് പഠിച്ചു. ഉൽപ്പത്തി എടുക്കണ്ട. ദൈവത്തിന്റെ ന്യായവിധിയാകുന്ന ജലപ്രളയം ലോകത്തിലേക്ക് വന്നു. ന്യായവിധിയാകുന്ന ജലപ്രളയത്തിൽ ദൈവത്തെ അനുസരിക്കാതെ മത്സരിച്ചൊഴുകിപ്പോയത് 1 അല്ല 2 അല്ല 5 അല്ല 10 അല്ല 10,000 അല്ല, മറിച്ച് ലക്ഷങ്ങൾ. ശരിയാണോ? ശരിയാ. എന്നാൽ ദൈവത്തെ അനുസരിക്കാതെ ന്യായവിധിയിൽ ഒഴുകിപ്പോയ ലക്ഷങ്ങളെ കുറിച്ച് ഓർത്ത് തലേ കൈവച്ച് കരഞ്ഞ ഒരു ദൈവം അല്ല എൻ്റെ ദൈവം. മറിച്ച് പ്രമാണത്തിൽ നിൽക്കാൻ മനസ്സുള്ള, പറഞ്ഞത് അനുസരിക്കാൻ മനസ്സുള്ള,
ഒരു മരം വെട്ടടാന്ന് പറഞ്ഞാൽ വെട്ടാൻ മനസ്സുള്ള, പെട്ടകം ഉണ്ടാക്കടാന്ന് പറഞ്ഞാൽ ഉണ്ടാക്കാൻ മനസ്സുള്ള, പൊട്ടനെ പോലെ ഇറങ്ങി എന്ന് പ്രസംഗിക്കടാന്ന് പറഞ്ഞാൽ പ്രസംഗിക്കാൻ മനസ്സുള്ള, വെറും 8 എണ്ണത്തിൽ പ്രസാദിച്ച ദൈവത്തെയാണ് ഷമീർ ഈ പുസ്തകത്തിൽ കണ്ടത്. അങ്ങനല്ലേ? അല്ലേ? തെറ്റുവല്ലോ ആണോ പറഞ്ഞ്? ഇപ്പം എല്ലാം നിങ്ങൾക്ക് വിടുക. കാരണം ഈ പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വിടുക. പുറപ്പാട് പഠിച്ചോ? യഹോവയുടെ അരുളപ്പാട് പ്രാപിപ്പാൻ മലയിൽ കയറിപ്പോയ മോശ മലയിറങ്ങി വരുന്നത് കൂട്ടത്തോടാണോ ഒറ്റയ്ക്കാണോ? പറ. വായിച്ചവരോട് ചോദിക്കാം. ഒറ്റയ്ക്കല്ലേ? ഇവരൊക്കെ വായിച്ചവരാ. അപ്പൊ ശ്രദ്ധിച്ചേ, ഒറ്റയ്ക്ക്. പക്ഷേ മോശയുടെ കയ്യിൽ എന്തുണ്ട്? പ്രമാണമുണ്ട്. പ്രമാണം കൊണ്ട് മലയിറങ്ങി വരുന്ന മോശ ഒറ്റയ്ക്ക് ഉള്ളച്ച. എന്നാൽ മലയുടെ അടിവാരത്തോട്ടൊന്ന് കുനിഞ്ഞു നോക്കിയപ്പോഴോ എന്താ കണ്ടേ? അയ്യോ, എന്നെ ആൾക്കൂട്ടം ഒരു കാളയൊക്കെ ഉണ്ടാക്കി വെച്ച് കട്ടട്ടെ അടിച്ചു പരിപ്പിക്കുക. കണ്ടിട്ടില്ലേ? ബൈബിളിൽ കണ്ടിട്ടില്ലേ? നിങ്ങൾ പറയണം. കാരണം ബൈബിളിലെ കാളയാന്ന് മറ്റുള്ളവർ അറിയണം. അല്ലെങ്കിൽ അവർ വിഷമിക്കും. അവരെന്താണ്ട് പറഞ്ഞെന്നും പറഞ്ഞു. ബൈബിളിലെ കാളയുടെ കാര്യമാണ് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് അതിന്റെ മുമ്പിൽ ഇങ്ങനെ ഉള്ളി മറിയുന്ന ജനത്തെ കണ്ടപ്പോൾ ഈ പുസ്തകത്തിലെ ദൈവം പറഞ്ഞു വെച്ചാ എന്തരായാലും വേണ്ടില്ല, ആള് കുറെ ഉണ്ടല്ലോ, അങ്ങനെയാണോ പറഞ്ഞു? അല്ല, പ്രമാണമില്ലാതെ തുള്ളിയ ജനക്കൂട്ടത്തെ കണ്ടിട്ട് യഹോവയുടെ കോപം ജ്വലിച്ചിട്ട് 3000 എണ്ണത്തെ അവിടെ സംഹരിച്ചു. അല്ലേ? അങ്ങനൊക്കെ തന്നെ അല്ലേ? ഇനിയും പഠിച്ചോ. രാജ്യം ഭരിക്കുന്ന രാജാവ് നെബൂഖദ്നേസർ, അങ്ങേരുടെ ഓർഡർ സകലരും ജംഗ്ഷനിൽ നിർത്തിയിരിക്കുന്ന ബിംബത്തെ നമസ്കരിക്കണം. പക്ഷേ 3 പയ്യന്മാര്, പിള്ളേര്, ശദ്രക്ക്, മേശക്ക്, അബീദനഗോ എന്ന 3 പയ്യന്മാര്, അവര് പറഞ്ഞു, ഞങ്ങൾക്ക് രാജാവിന്റെ കൽപ്പനയെക്കാളും വലുത് ദൈവത്തിന്റെ പ്രമാണമാണ്. സ്തോത്രം. അയ്യോ, 3 ചെറുപ്പക്കാര്, പിള്ളേരെന്ന്. പ്രായമുള്ളവരെങ്ങാനുമാണെ പറയാം അവരുടെ നല്ല ജീവിതം തീർന്നു, ഇനിയിപ്പോൾ അവരെ തീച്ചൂള വീണാലെന്ത്, ചത്താലെന്ത്. ഇന്നും ചിലരങ്ങനെ റിട്ടയർഡ് ലൈഫ് യേശുവിന് കൊടുക്കാൻ വെച്ചിരിക്കുക. ഇരിക്കട്ടെ, നല്ലതാ. പക്ഷേ ഈ പിള്ളേർ ജീവിച്ചു തുടങ്ങിയതേ ഉള്ളൂ. അവരുടെ നല്ല പ്രായം ദൈവത്തിനു വേണ്ടി തീച്ചൂളക്കകത്ത് വീഴാൻ തയ്യാറായപ്പോൾ ഇന്ന് രാത്രി അഭിമാനത്തോടെ കുന്നന്താനത്തോട് പറയാം, ബിംബത്തെ നമസ്കരിക്കാൻ പോയ ഭൂരിപക്ഷത്തിനു വേണ്ടിയല്ല, പ്രമാണത്തിനു വേണ്ടി നിന്ന വെറും 3 എണ്ണത്തിനു വേണ്ടി തീച്ചൂളക്കകത്ത് വെളിപ്പെട്ട ജീവനുള്ള ദൈവമത്രേ വിശുദ്ധ വേദ പുസ്തകത്തിലെ ദൈവം. അങ്ങനല്ലയോ ചാ? പക്ഷെ അത് അന്നാ. ഇന്നെങ്ങാണമായിരുന്നെങ്കിൽ അവസ്ഥ വേറെയാ. ഇന്നിപ്പം നമ്മുടെ സഖാവ് പിണറായി പറഞ്ഞെന്നിരിക്കട്ടെ, അദ്ദേഹമാണല്ലോ നമ്മളെ ഭരിക്കുന്നത്, അദ്ദേഹം പറഞ്ഞെന്നിരിക്കട്ടെ. നെബൂഖദ്നേസറിന്റെ ഉദാഹരണമാണ്. ആരും പന്തലിലോട്ടൊന്നും വരരുത്, ഇപ്പം സഖാക്കള് ഉദാഹരണമാണ്. അങ്ങേര് പറഞ്ഞെന്നിരിക്കട്ടെ, എല്ലാവരും എന്ത് ചെയ്യണം? ജംഗ്ഷനിൽ നിർത്തിയിരിക്കുന്ന ബിംബത്തെ നമസ്കരിക്കണം, അല്ലെങ്കിൽ എല്ലാത്തിനെയും തൂക്കിക്കൊല്ലുമെന്ന് പറഞ്ഞെന്നിരിക്കട്ടെ. അന്നത്തെ പോലെ ഇന്നാണെങ്കിൽ നമ്മുടെ 3 പയ്യന്മാര്, ശദ്രക്ക്, മേശക്ക്, അബീനഗോ, 3 പയ്യന്മാർ, ചെറുപ്പക്കാർ, പിള്ളേർ, ഇവർ 3 പേരും പറഞ്ഞു ഞങ്ങൾ വണങ്ങത്തില്ല. ഉടനെ ഇന്നെങ്ങാണമായിരുന്നെങ്കിൽ, അന്നത്തെ പോലെ ഇന്നെങ്ങാണമായിരുന്നെങ്കിൽ ഈ പയ്യന്മാരെ കാണാൻ ആദ്യം വരുന്ന ആരെന്നറിയാമോ? സെൻറ്ററിലെ പാസ്റ്റർമാർ. അവർ പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. അവസാനം എന്ത് ചെയ്തു? ജനറൽ സെക്രട്ടറി വന്നു, ട്രഷറർ വന്നു, പ്രസിഡന്റ്, എല്ലാവരും വന്നു. എന്നിട്ട് ഇവർ കേൾക്കുന്നില്ല, തീച്ചുള വീഴുക. അപ്പോൾ ഇവരെല്ലാം കൂടെ ഉടനെ പറയുന്നൊരു ഡയലോഗ് എന്തോ പറയും, ശദ്രക്ക്, മേശക്ക് എന്തു ചെയ്യാൻ പോവാ? തീച്ചുള വീടാൻ നമ്മുടെ കയ്യിരിക്കുന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, ഒന്നിൻ്റെ മുമ്പിൽ വണങ്ങരുതെന്ന്. പരിജ്ഞാനം വേണം. എന്താ വേണം? ഇന്നങ്ങനെ പറയുന്നത്. പരിജ്ഞാനം വേണം. നമ്മളൊരു രാജ്യത്ത് ജീവിക്കുമ്പം അതിൻ്റെ രാജാവിനും അധികാരിക്കും ഒക്കെ അനുസരിച്ചും കീഴ്പ്പെട്ടും സൺഡേ ക്ലാസ് ഇതൊക്കെ പഠിച്ചല്ലേ. അതുകൊണ്ടൊരു കാര്യം ചെയ്യും, തൽക്കാലം നിങ്ങൾ പരിജ്ഞാനത്തോടെ പോയി ഒന്ന് നമസ്കരിക്കുക. എന്നിട്ട് ഇനി വാ, സഭ ഇവിടെ ഉണ്ടല്ലോ, നമുക്കൊരു 21 ദിവസം വിഷയത്തിൻ്റെ പുറത്ത് കയറിയിരിക്കാം. എന്നിട്ട് സഖാവിൻ്റെ ഹൃദയത്തിൽ നിന്ന് ഈ വിധി അങ്ങ് മാറ്റി എഴുതിക്കാൻ തക്കവണ്ണം നമുക്ക് ആ ബന്ധനം അങ്ങ് അഴിക്കാൻ. കൊട്ടാരക്കരയിൽ നിന്ന് ടിൻറ്റുമോനെ കൊണ്ടുവന്ന് അന്ധകാര മണ്ഡലത്തെ അങ്ങ് പൊട്ടിക്കാം. എന്താ പറയുന്നത്? സമ്മതമല്ലേ? എന്നാണേ അങ്ങനെ പറയും. പക്ഷെ ഒരു കാര്യം പറഞ്ഞേക്കാം, ആകാശം മാറിയാലും ഭൂമി ഒഴിഞ്ഞു പോയാലും ദൈവവചനത്തിൻ്റെ വള്ളിപുള്ളി കാലത്തിനനുസരിച്ച് കോലം കെട്ടത്തില്ല. നാടോടുമ്പം നടുവേ ഓടുന്ന പുസ്തകമല്ലിത്. അതുകൊണ്ട് പ്രമാണത്തിനു വേണ്ടി തീച്ചൂളക്കകത്ത് വീഴാൻ തയ്യാറായ 3 എണ്ണത്തിനു വേണ്ടി ദാ ഇറങ്ങി വന്നു പുസ്തകത്തിലെ ദൈവം.
ഇത് കേൾക്കുമ്പോഴൊക്കെ ഈ ചിലർ വേണമെങ്കിൽ ഈ ലൈവിൽ കൂടെ ഒക്കെ കാണുന്നുണ്ട്. ചില അണ്ണന്മാർ വേണേൽ പറയും പഴയ നിയമം പറഞ്ഞുകൊണ്ട് ചുമ്മാ ആൾക്കാരെ ഇട്ട് പേടിപ്പിക്കുക എന്ന് പറയും. കാരണം ഇപ്പം ചിലർക്ക് പഴയ നിയമം തങ്കുവും കുങ്കുവും താരും ഒക്കെ പറയുന്നു പഴയ നിയമമൊന്നും ഇവന്മാർക്ക് ഇച്ചിച്ചിയാന്നും പറഞ്ഞ് നടക്കുക പഴയ നിയമം. എന്നാൽ പുതിയ നിയമത്തിൽ നിന്നും തെളിവ് തരാം. പുതിയ നിയമത്തിൽ ഏത് വിധത്തിലും ആളെ കൂട്ടിയാൽ പ്രസാദിക്കുന്ന ദൈവമാണോ യേശു ക്രിസ്തു? ഞാൻ തരാം തെളിവ്. 5 അപ്പം കൊണ്ട് 5000, 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച രംഗം ഓർമ്മയുണ്ടല്ലോ. അത് തിന്നുന്ന കാര്യമല്ലേ, നമ്മൾ മറക്കത്തില്ലോ. അപ്പം അത് ഓർമ്മയുണ്ട്, എല്ലാവർക്കും കൊടുത്തു അല്ലേ? കൊടുത്ത് ഇവർ കഴിച്ചു കഴിഞ്ഞപ്പോൾ ആരെ അന്വേഷിച്ചു പറ? കർത്താവിനെ അന്വേഷിച്ച് ഇവര് എവിടെ കണ്ടെത്തി? യേശു പ്രാർത്ഥിപ്പാൻ കയറിപ്പോയതാ. ഇവർ കണ്ടുപിടിച്ച ഇവരൊരു ചോദ്യം യേശുവിനോട് ചോദിച്ചു. എന്തെന്നറിയാമോ? നാഥ, ഞങ്ങൾ നിന്നെ അന്വേഷിച്ചു. കർത്താവ് വിചാരിച്ചു സ്നേഹം കൊണ്ടെങ്ങാണായിരിക്കും. കർത്താവ് ചോദിച്ചു എന്താന്ന് ചോദിച്ചു. ഉടനെ ഇവർ തലയൊറിഞ്ഞുകൊണ്ട് പറയാണ്, മരുഭൂമിയിൽ മോശ ഞങ്ങളുടെ പിതാക്കന്മാർക്ക് മന്നായാ കൊടുത്തേ. എന്തോ ഇതിന്റെ അർത്ഥം? മന്ന എന്ന് പറഞ്ഞാൽ അപ്പത്തിന്റെ കൂടെ എന്തോ ഉണ്ട്? ഇറച്ചി ഉണ്ടെന്ന്. കാട ഇല്ലേ? അപ്പൊ ഇപ്പൊ നീ അപ്പം ഇല്ലയോ വന്നേ? പക്ഷെ മോശ അങ്ങനല്ല, കാടയൊക്കെ കൊടുത്തു, ഇറച്ചി. അപ്പം കർത്താവിന് മനസ്സിലായി തിന്നാനിറങ്ങിയ വകുപ്പാന്ന്. അപ്പൊ കർത്താവ് എന്ത് ചെയ്തു? ഉപദേശത്തിലേക്ക് കയറി. ശ്രദ്ധിച്ചോണേ, കർത്താവ് പറഞ്ഞു, എന്താ പറഞ്ഞത്? ആകാശത്തിലെ പറവുകൾക്ക് കൂടും, കുറുനരിക്ക് കുഴിയുണ്ട്, മനുഷ്യപുത്രന് തലയായ്പ. ഇപ്പൊ അപ്പോഴെങ്കിലും കിട്ടി, ഇനി എൻ്റെ പുറകെ വന്നാൽ കിടക്കാൻ ഇടം പോലും ഇല്ലെന്ന് പറഞ്ഞു. കേട്ടോണേ. എന്നിട്ട് കർത്താവ് ഉപദേശത്തിന്റെ ഇത്തിരി ആഴത്തിലോട്ട് പ്രവേശിച്ചു. കർത്താവ് പറഞ്ഞു, എന്റെ നിമിത്തം, സുവിശേഷ നിമിത്തം അപ്പനെയോ അമ്മയെയോ വീടോ വസ്തുവോ നിലങ്ങളെയോ മക്കളെയോ സ്വന്തം പ്രാണനെയോ കൂടെ പകയ്ക്കാതിരിക്കുന്നവന് എന്റെ ശിഷ്യനായിരിക്കാൻ യോഗ്യതയില്ല. പറഞ്ഞ യേശു തിരിഞ്ഞു നോക്കി. 5000 ഇല്ല, 500 ഇല്ല, മിച്ചം 12. അതൊക്കെ വായിച്ചിട്ടുണ്ടോ? അതിൻ്റെ അടിയിലും കൂടെ ഒക്കെ വരയിടണം കേട്ടോ. നമുക്ക് അനുഗ്രഹത്തിൻ്റെ അടിയിൽ എന്തുള്ളൂ? വരയോ? ഇതിൻ്റെ അടിയിലും കൂടെ വരയിടും. മിച്ചം എത്ര ഉണ്ട്? 12. ആ രംഗം എൻ്റെ ഭാവന ഞാനൊന്ന് പറയാൻ പോവുക. യേശു ക്രിസ്തു വിളിച്ചു പറയുക, എന്റെ നിമിത്തം, സുവിശേഷ നിമിത്തം അപ്പനെയോ അമ്മയോ വീടോ വസ്തുവോ നിലങ്ങളെയോ മക്കളെയോ സ്വന്തം പ്രാണനെയോ കൂടെ പകയ്ക്കാതിരിക്കുന്നവന് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല. തിരിഞ്ഞു നോക്കി 12. കർത്താവ് ചോദിച്ചെന്നിരിക്കട്ടെ, ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യാ? പത്രോസ് എല്ലാവരും പോയാ? എന്താ പോയേ? പിന്നെ ഒരു മര്യാദക്കൊക്കെ പറയണ്ടേ? എല്ലാം വേണം, ഇച്ചിരി കട്ടിയൊക്കെ കുറയ്ക്ക്. അപ്പനെ വിടണം, അമ്മയെ വിടണം, വസ്തു വിടണം, നിലങ്ങൾ വിടണം. നിങ്ങൾക്ക് അങ്ങ് വിടുന്ന് പറഞ്ഞാൽ മതി. ഈ നില വസ്തുവൊക്കെ ഉണ്ടാക്കാൻ എത്ര സർവേക്കല്ല് തോണ്ടിയാന്ന് കർത്താവിനറിയാം. നിങ്ങളിതെല്ലാം വിട് എന്നാ കർത്താവിൻ്റെ ഉപദേശം. അങ്ങ് വിടാൻ ഇമ്മണി പാടാ. ആമേൻ. ഇതൊക്കെ തന്നെയാ നമ്മളും പറയുന്നത്. കാര്യങ്ങൾ പറയുന്നതൊക്കെ ശരിയാന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ഞങ്ങൾ ഇപ്പം ഇതെല്ലാം വിട്ടേച്ച് അങ്ങനെ യേശുവിൻ്റെ പുറകെ ഇറങ്ങിയാൽ കൊച്ചിന് ഫീസ് കൊടുക്കുന്ന കുഞ്ഞമ്മയാണ്. അങ്ങനെ തുള്ളാൻ ഇറങ്ങിയാൽ കൊച്ചിന് ആര് ഫീസ് കൊടുക്കും? ഇപ്പോൾ ഒന്നുമില്ലെങ്കിലും വലിയച്ഛൻ്റെ വീട്ടിൽ വാടകയില്ലാതെ താമസിക്കാം. നിങ്ങളെ കൂടെ ഇറക്കി കഴിഞ്ഞാൽ അവരിറങ്ങാൻ പറഞ്ഞാൽ എങ്ങോട്ട് പോകും? നമ്മളും ഈ ഇതൊക്കെ തന്നെയാണ് പറയുന്നേ. അപ്പം ഇവർ പറഞ്ഞിട്ട് പോയ ഒരു വാക്കുണ്ട്. എന്തോന്നറിയാമോ? ഇത് കഠിന വാക്ക്, ഇതനുസരിപ്പാൻ ആർക്ക് കഴിയും? കർത്താവിൻ്റെ ഉപദേശം കഠിനമായിരുന്നു കുഞ്ഞെ. അതനുസരിച്ച് അവനെ പിൻപറ്റാൻ മനസ്സുള്ളവർ ഇറങ്ങിയാൽ മതി. ആ യേശുക്രിസ്തുവിന്റെ സ്ഥാനത്ത് ഇവിടെ ഇരിക്കുന്ന ഞങ്ങൾ ഏത് ഉപദേശിയായിരുന്നെങ്കിലും എന്തു പറയുമെന്നറിയാമോ? മിച്ചം എത്ര ഉണ്ട്? 12. ഞങ്ങളെങ്ങാനും ആരുന്നേ പറയും, അച്ഛാ സംഭവിച്ചു, ആവേശം കൊണ്ട് ഞാനങ്ങ് പ്രസംഗിച്ചും പോയി, ഇനിയിപ്പം നിങ്ങളെങ്കിലും ഇട്ടേച്ച് പോവല്ലേ. നാട്ടുകാർ ചിരിക്കും, 5000 എണ്ണത്തെ കൊണ്ട് ഇറങ്ങിയിട്ട് ഇപ്പം 12 കൊണ്ട് നിൽക്കുക, നാണക്കേട്. ഒരു കാര്യം ചെയ്യുക, അച്ഛനെ ഞാൻ സെക്രട്ടറി ആക്കാം, അച്ഛനെ ട്രഷറും ആക്കാം, നമുക്ക് ഉള്ളതുകൊണ്ട് തട്ടിപ്പൊത്തി കൂടാ. നിങ്ങൾ നില്ലച്ഛ, ഇതേ ഞങ്ങൾ പറയത്തുള്ളൂ, ഞങ്ങളിൽ ആരായാലും അതേ പറയത്തുള്ളൂ. പക്ഷെ യേശു പറഞ്ഞ വാക്ക് ഓർമ്മയുള്ള എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ട്? എന്താ പറഞ്ഞ യേശു? നിങ്ങൾക്കും പോകാൻ മനസ്സില്ലയോ? പൊക്കോ. ഈ കഠിന ഉപദേശം അനുസരിച്ച് എന്നെ പിൻപറ്റാൻ മനസ്സില്ലെങ്കിൽ നിങ്ങൾക്കും പോകാം. ആളെ കൂട്ടുന്ന പരിപാടി യേശുവിനില്ല. പൊക്കോ.
അവിടെ ശിഷ്യന്മാർ പറഞ്ഞ ഒരു വാക്കുണ്ട്, എൻ്റെ ഹൃദയത്തെ ആനന്ദിപ്പിച്ചൊരു വാക്കുണ്ട്. ഷമീറെ, നീ എന്തിനാ പെന്തിക്കോസിൽ തുള്ളാൻ പോയെന്ന് ചോദിച്ചാൽ ദാ ഈ ശിഷ്യന്മാർ പറഞ്ഞ മറുപടിയാണ് എൻ്റെ മറുപടി. എന്താ? നിങ്ങൾക്കും പോകാൻ മനസ്സില്ലയോ, പൊക്കോളാൻ പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ തിരിച്ചു നിന്നൊരു മറുപടി പറഞ്ഞു. എന്താ? നാഥാ, നടുവേദനയുടെ മരുന്ന് നിന്റെ പക്കൽ ഉണ്ടല്ലോ. അങ്ങനാണോ? അങ്ങനാണോന്ന്? അങ്ങനല്ല. പക്ഷെ ഇന്നത്തെ നോട്ടീസിലും ബോർഡിലും എല്ലാം ആമെ കാണുന്നത് നടുവേദന, പല്ലുവേദന, ഉളുക്ക്, പിരിപ്പ്, തരിപ്പ്, സാമ്പത്തിക വിടുതൽ, കടഭാരം, പിന്നെ ബിസിനസ് തകർച്ചയോ ദാരിദ്ര്യമോ, വിഷമിക്കണ്ട, അന്ധകാരം, ബന്ധനം, മണ്ഡലം, മുഴ തപ്പി നടക്കുക. ഇപ്പം അതൊന്നുമല്ല അവര് പറഞ്ഞത്. അവര് പറഞ്ഞു എന്താ? നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലുണ്ട്, നിന്നെ ഇട്ടിട്ട് ഞങ്ങൾ എവിടെ പോകാനാ? ഇന്ന് രാത്രിയിൽ കുന്നന്താനത്തിന് നിത്യജീവൻ വേണമെങ്കിൽ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ ഒരൊറ്റ നാമമേ ഉള്ളൂ, യേശു ക്രിസ്തു എന്ന ഏക നാമമല്ലാതെ പോരാ, ഏക സത്യ സുവിശേഷമല്ലാതെ പോരാ, ഏക സത്യം നിത്യ ദൈവമല്ലാതെ മറ്റൊരു രക്ഷാമാർഗം ഈ കൃതിയിൽ ഇല്ലവേ ഇല്ല. ആമേൻ. എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവര്, നിങ്ങൾ ഏതു പള്ളിയിലും പൊക്കോ, പക്ഷെ ഒരു കാര്യം ഉറപ്പ് വരുത്തിക്കോണം, നിത്യജീവന്റെ പഠിപ്പിക്കൽ അവിടെ ഉണ്ടായിരിക്കണം. അല്ലാത്തതൊന്നും ക്രിസ്തുവിൻ്റെ സഭയല്ല. ഇന്ന് ചില പള്ളിക്കാരോട് നിത്യജീവൻ പോയിട്ട് 55 വയസ്സുള്ള ഒരു ക്രിസ്ത്യാനി അച്ചാനോട് ഞാൻ പരിചയപ്പെട്ടപ്പോൾ ചോദിച്ചു, അച്ഛാ യേശുവിൻ്റെ പേരെന്തുവാന്ന്? തിരുവനന്തപുരത്തുകാരൻ അച്ചായനോട്. നിത്യജീവനെ കുറിച്ചൊന്നും അല്ല ചോദിച്ചേ, ചുമ്മാ സൺഡേ ക്ലാസ്സിലെ പിള്ളേർക്ക് യേശുവിൻ്റെ പേരെന്തുവാന്ന് ചോദിച്ചു. പുള്ളി ഉടനെ എന്നോട് പറയുക, യേശുവിൻ്റെ പേര് യേശു, ഇപ്പൊ വേറെന്തൊരു പേരിരിക്കണം യേശുവിനെന്ന്. അതുപോലും അറിയത്തില്ല. അപ്പൊ നീ അപകടത്തില. പ്രൈസ് ദി ലോർഡ്. നിത്യതയെക്കുറിച്ചുള്ള അറിവുണ്ടോ? ഇന്ന് നടക്കുന്ന ഉത്സവങ്ങളും ക്രൂസേഡുകളിലും ഒന്നും നിത്യജീവനില്ല, മടങ്ങിവരവില്ല, രക്ഷയില്ല, സ്നാനമില്ല. പിന്നെന്താ ഉള്ളത്? കണ്ണെ തൊടുന്നു, മൂക്കെ തൊടുന്നു, ചെവിയെ തൊടുന്നു, നടുവേ തൊടുന്നു. ഇതാ ഇപ്പൊ പണി. ഇവിടെ ആരും കണ്ണും മൂക്കിലും ഒന്നും തൊടത്തില്ല. നിത്യജീവൻ പ്രാപിക്കണം. കർത്താവ് വരാറായി, കർത്താവ് വരാറായി, കാഹളം ധ്വനിക്കാറായി. കുന്നന്താനം നിത്യജീവൻ പ്രാപിക്കണം. അപ്പൊ ഷമീറെ, നീ എന്തിനാ പെന്തിക്കോസിൽ പോയ? ഒറ്റ മറുപടി, ഇന്ന് വീണ് മരിച്ചാൽ അല്ലെങ്കിൽ കാഹളം മുഴങ്ങിയാൽ മരണാനന്തര ജീവിതം ദൈവത്തോടൊന്നിച്ച് നിത്യതയിൽ ചെലവഴിക്കണം. ആ ഒറ്റ കാര്യത്തിന് ആ പെന്തിക്കോസിൽ തുള്ളാൻ ഇറങ്ങി. ആമേൻ. പിന്നെ ചിലർ ചോദിച്ചു, ബൈബിള് തിരുത്തപ്പെട്ടതാണ്. പിന്നെ ചിലർ പറഞ്ഞു യേശു ദൈവമല്ല, യേശു ദൈവമല്ലെന്നും യേശു ഒരു പ്രവാചകനാണെന്നും യേശു അയക്കപ്പെട്ടവനാണെന്നും ഒക്കെ വിശ്വസിച്ച് ജീവിച്ച പശ്ചാത്തലത്തിന്റെ നടുവിൽ നിന്നാണ് 2002 യേശു ക്രിസ്തു സത്യദൈവമാണെന്ന് തിരിച്ചറിഞ്ഞ് ഇങ്ങോട്ടിറങ്ങിയത്. പക്ഷെ വേദനയോടെ പറയട്ടെ, ഇപ്പൊ ഇതിൻ്റെ അകത്ത് ഇപ്പൊ ചിലര് പറയാന്ന് യേശു ദൈവമല്ലെന്ന്. എന്നാ പിന്നെ ഇവനൊക്കെ വേഗം പൊന്നാനി പോയി തൊപ്പി വിട്ടൂടെ? വെറുതെ ഇതിനകത്ത് കിടന്ന് മെനക്കേട് ഉണ്ടാക്കുന്ന എന്തിന്? ഇതിനകത്ത് ഇപ്പം യേശു ദൈവമാണോ? ചർച്ച. ഇവിടെ ചർച്ച നടത്തി തെളിയിക്കണോ യേശു ദൈവമാണോ എന്ന്? തിയറി പഠിച്ചാണോ ദൈവത്തെ അറിയേണ്ടത്? യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവീ. ദൈവമാരെന്ന് അനുഭവിച്ചറിയുവാൻ ഭാഗ്യം ലഭിച്ച ദൈവജനത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന സഹോദരിമാരോട് മൈക്ക് കൊടുക്ക്. അവര് തിയറി പഠിച്ചല്ല യേശുവിനെ അറിഞ്ഞത്. ഇവിടെ ഇരിക്കുന്ന സഹോദരിമാർക്ക് മൈക്ക് കൊടുത്താൽ അവര് പറയും, ചത്താലും എന്നെ വെന്തിക്കോസി ചേർക്കാമെന്ന് നീ വിചാരിക്കണ്ടടി എന്ന് പറഞ്ഞ ഐറ്റങ്ങളായി ഇരിക്കുന്നത് ഈ പലതും. തിയറി പഠിച്ചു വന്നേ അല്ല, ദൈവമാരെന്ന് അനുഭവിച്ചറിഞ്ഞു. സ്തോത്രം. അങ്ങനെ അറിഞ്ഞതാ. വേറെ ചിലർ വന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് 3 ദൈവം ഉണ്ട്.
ഇങ്ങനെ ചോദ്യങ്ങൾ പലതായി. പ്രിയപ്പെട്ട കുന്നന്താനമേ, ചോദ്യങ്ങൾ ഒരുപാട് വന്നപ്പോൾ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്തുവാൻ 2002 ഈ പുസ്തകം ഒന്ന് വായിക്കാൻ ഞാൻ മനസ്സ് കാണിച്ചു. ഇന്ന് രാത്രി കുന്നന്താനത്തെ സഹോദരങ്ങളോട് പറയട്ടെ, വായിക്കും തോറും ഈ പുസ്തകം അങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുവാൻ എനിക്ക് അഭിമാനം തോന്നിയെന്ന് കുന്നന്താനത്തോട് ഉറക്കെ വിളിച്ചു പറയുന്നതിൽ എനിക്കേറെ സന്തോഷമുണ്ട്. അതെന്തുവാടോ ഷമീറെ, താങ്കൾക്ക് ഈ പുസ്തകം ചേർത്ത് പിടിക്കാൻ ഇത്രയും സന്തോഷം തോന്നിയത്? കമ്പിവാചകത്തിൽ പറഞ്ഞ് കുറിവാക്യത്തിലേക്ക് പ്രവേശിക്കാം. ഒന്ന്, ഈ പുസ്തകം ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് നടക്കാൻ ഷമീർ അബ്ദുൽ സലാമിന് ഇഷ്ടം തോന്നിയ ഒന്നാമത്തെ കാരണം, ഈ പുസ്തകം ഒരു മതഗ്രന്ഥമല്ല. കുന്നന്താനത്ത് ഈ ശബ്ദം കേൾക്കുന്ന ആർക്കെങ്കിലും ഈ പുസ്തകത്തിനകത്ത് മതം പഠിപ്പിക്കുന്നുണ്ടെന്നോ, മതത്തിനു വേണ്ടി കൊല്ലണമെന്ന് പഠിപ്പിക്കുന്നുണ്ടെന്നോ, മതം മാറ്റണമെന്ന് പഠിപ്പിക്കുന്നുണ്ടെന്നോ, അങ്ങനെ മതത്തെക്കുറിച്ച് എന്തെങ്കിലും പഠിപ്പിക്കുന്നുണ്ടെന്ന് ഒരു കൊച്ചു കഷണം മുറിവാക്യം കൊണ്ടെങ്കിലും തെളിയിക്കാൻ പ്രാഗൽഭ്യവും തൻ്റെ ഇടമുള്ളവരുണ്ടെങ്കിൽ ഈ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പുസ്തകം മതം പഠിപ്പിക്കുന്നുണ്ടെന്ന് ഒരു ചെറിയ വാക്യം കൊണ്ടെങ്കിലും തെളിയിച്ചാൽ പരസ്യമായി പറയുന്നു, ഇന്നത്തോടെ ബൈബിള് താഴെ വയ്ക്കാം. ചുമ്മാ തെറ്റിദ്ധാരണകളൊക്കെ കള സഹോദരന്മാരെ. ഇതിനൊക്കെ എതിരെ ഒത്തിരി മസില് പിടിച്ച് നടന്ന പുള്ളിയാ നമ്മളും. കൂട്ടുകാരുമായി പിരിവിട്ട് കുപ്പിയെടുത്ത് വെള്ളമടിച്ചു. അടുത്ത ദിവസത്തെ കുപ്പിക്ക് പണം കണ്ടെത്താൻ നാട്ടുകാരുടെ മരച്ചീനിയും തേങ്ങയും കരിക്കും ഒക്കെ ചാക്കിലാക്കിയും ഉത്സവപ്പറമ്പിൽ കൂട്ടുകാരുടെ കൂടെ അടിയുണ്ടാക്കി നടന്ന് കാലുമൊക്കെ നമുക്കും ഉണ്ടെന്ന്. നമുക്കാർക്കും ഇത് ഇഷ്ടപ്പെട്ട് വന്നതൊന്നുമല്ല. അങ്ങനെയൊക്കെ നടന്ന കാലത്ത് ഇതുപോലെ കവലെ കോളാമ്പിയും പിടിച്ച് മീശയും പിടിച്ചു നിന്ന് തൊണ്ട കീർന്ന് ഉപദേശിമാരെ കണ്ടാൽ ഇവൻ്റെ ചെവിക്കല്ലിട്ടൊന്ന് കൊടുത്താൽ എന്താന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലവട്ടം. അതുകൊണ്ട് അങ്ങനെ ആർക്കെങ്കിലും തോന്നുന്നെങ്കിൽ വിഷമിക്കൊന്നും വേണ്ട, അതൊരു കുറ്റമൊന്നുമല്ല. എനിക്ക് എത്രയോ വട്ടം തോന്നിയിട്ടുണ്ട്. ഇതൊന്നും അങ്ങനെ ഇഷ്ടപ്പെട്ട് വന്നൊന്നുമല്ല. പക്ഷെ ഒരു യാഥാർത്ഥ്യം പറയാം, ഇതും മതഗ്രന്ഥമല്ല. എന്തുകൊണ്ട് മതഗ്രന്ഥമല്ല? ദാണ്ടടെ ഒരു ഷമീർ വന്നിട്ട് പറയുന്നു മതഗ്രന്ഥമല്ലെന്ന്. എന്താ എന്ന് പറയാൻ കാരണം, ക്രിസ്തുമതം എന്ന് പറഞ്ഞൊരു മതം ഉലകത്തിലില്ല. അതുകൊണ്ട് ക്രിസ്തുമതം ഇല്ലെന്നോ? ഇങ്ങർക്ക് എന്താണോ വട്ടാണോ? വർഷങ്ങളായി ക്രിസ്തുമതത്തെ കുറിച്ച് കണ്ടും കേട്ടും ഇരിക്കുന്ന ഞങ്ങളോട് ദാണ്ട ഒരാൾ വന്നിട്ട് പറയുന്നു ക്രിസ്തുമതം ഇല്ലെന്ന്. ക്രിസ്തുമതം ഇല്ല. കണ്ടതും കേട്ടതും ഒക്കെ ശരിയാണോ? അല്ലെന്ന്. കൊട്ടാരക്കരയിൽ തിരുവനന്തപുരത്തേക്ക് പോകുന്ന MC റോഡിൽ ആയൂരിന് നിലമേലിനും ഇടയ്ക്കൊരു സ്ഥലമുണ്ട്, അറിയാമോ? ചടയമംഗലം. അറിയാവുന്നവരുണ്ട്? ഉണ്ട്. എന്നാൽ ഞാൻ മൈക്കിൽ കൂടെ പരസ്യമായി പറയുന്നു, കൊട്ടാരക്കര തിരുവനന്തപുരം MC റോഡിലെങ്ങും ചടയമംഗലം എന്ന് പറഞ്ഞൊരു സ്ഥലമില്ല. ചിലപ്പോൾ നമ്മുടെ ഓട്ടോ സഹോദരന്മാരൊക്കെ ചിന്തിക്കും, ഇയാൾക്ക് വട്ടമാണോ, ഞങ്ങളൊക്കെ ആ സ്ഥലത്തൂടെ പോയിട്ടുള്ളത്. അങ്ങനെ ഒരു സ്ഥലം ഇല്ലെന്ന്. റെക്കോർഡിക്കലി ആ സ്ഥലത്തിനൊരു പേരുണ്ടായി, അത് ജഡായു മംഗലമെന്ന്. എന്നാൽ നാട്ടുകാർ പറഞ്ഞപ്പോൾ അന്നത്തായി ചടയമംഗലുവാ. ഞാൻ ഒരുത്ത ഇവിടെ തലകുത്തി എന്ന് പ്രസംഗിച്ചാൽ ഇത് മാറുമോ? ഇല്ല. ബസ്സിനകത്ത് 2 ബെല്ലടിച്ച് വണ്ടി പോട്ടെ എന്ന് പറഞ്ഞ് വിടുന്ന ആളിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? കിളി. കിളി എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഉണ്ടോ? ക്ലീനർ. അങ്ങനെ പോസ്റ്റ്. എന്നാൽ ഈ ക്ലീനർ വർഷങ്ങളായി പറഞ്ഞ് കിളി എന്തായി? കിളിയായി. ഞാനൊരുത്തം വിചാരിച്ചാൽ മാറുമോ? ഇല്ലെന്ന്. എന്തിനാ? നമ്മുടെ തിരുവനന്തപുരത്തൊക്കെ ചില സൗകര്യന്മാര് ഭർത്താക്കന്മാരോട് പറയും, ചേട്ടാ ഇന്നലെയും പറഞ്ഞിട്ട് കേട്ടില്ല, മാർക്കറ്റിൽ നിന്ന് വരുമ്പോൾ ഇച്ചിരി കരിയാപ്പിലയും കൂടെ മേടിച്ചോണ്ട് വരണം കേട്ടാ എന്ന് പറയും. കരിയാപ്പില എന്ന് പറഞ്ഞൊരു ഇലയുണ്ടോ? ഉണ്ടോ? കരിയാപ്പില എന്ന് പറഞ്ഞൊരു ഇലയില്ല. കറിക്കിടുന്ന വേപ്പില, കറി വേപ്പില. എന്നാൽ പറഞ്ഞ് കരിയാപ്പില. അപ്പൊ നമ്മൾ ഒരാൾ വിചാരിച്ചാൽ തിരുത്താൻ ഒക്കത്തില്ല. എന്തിനാ ഇത് പറഞ്ഞേ? ഇതുപോലെ ക്രിസ്തു മതമല്ല സഹോദര ശരി, ക്രിസ്തു മാർഗം, അതാണ് ശരി. ഇതൊരു മാർഗമാണ്. മാർഗം എന്ന് പറഞ്ഞാൽ എന്തുവാ? പര്യായം, വഴി. ഒരു വഴിയാ. എങ്ങോട്ടുള്ള വഴി? നിത്യജീവനിലേക്കുള്ള ഏക വഴി, സ്വർഗരാജ്യത്തിലേക്കുള്ള ഏക വഴി. കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിലൂടെ അല്ലാതെ ആരും ദൈവരാജ്യം കടക്കുകയില്ല. അപ്പൊ ഇത് മതഗ്രന്ഥമല്ല. പിന്നെ ഇത് ചേർത്ത് പിടിക്കാൻ കാരണമായ മറ്റൊരു ചിന്ത, ഈ പുസ്തകം ഒരു പ്രവചന ഗ്രന്ഥമാണ് എന്ന് പറഞ്ഞാൽ എന്താ? എന്ന് പറഞ്ഞാൽ ഈ കൊച്ചു പുസ്തകത്തിൽ രേഖപ്പെടുത്താത്തതൊന്നും
ഉലകത്തിൽ ഇന്നു വരെ സംഭവിച്ചിട്ടില്ല, മേലാൽ സംഭവിക്കത്തുമില്ല. സകലതും ഇതിനകത്തുണ്ട്. ഞാനത് പറയുമ്പോഴെല്ലാം ഓർക്കുന്നൊരു സംഭവം. ഞാൻ ഒരിക്കൽ ഒരു ബിവറേജ് കോർപ്പറേഷൻ്റെ മുമ്പിൽ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുക റോഡിൽ. എനിക്ക് ഈ ബിവറേജിൻ്റെ മുമ്പിൽ പ്രസംഗിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിൻ്റെ കാരണം വേറൊന്നുമല്ല, ഇത്രയും ശാന്തമായി നിന്ന് കേൾക്കുന്ന അണ്ണന്മാർ വേറെ ഒരു സ്ഥലത്തുമില്ല. സത്യമായിട്ടും ഒരു വഴക്കുമില്ല, അവരിങ്ങനെ ഒന്ന് കേൾക്കും മൊത്തം. അപ്പം ഞാനങ്ങനെ ഒരു ബിവറേജിൻ്റെ മുമ്പിൽ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു ചേട്ടന് നേരത്തെ കുപ്പി കിട്ടിയെന്ന് തോന്നുന്നു. പുള്ളി ഇങ്ങനെ അടിച്ച് പിറ്റായി മുണ്ടൊക്കെ മടക്കി കുത്തി എൻ്റെ നേരെ മുമ്പിൽ വന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക. അപ്പം ഞാൻ ഇച്ചിരി ഒന്ന് മാറിയിരുന്നു. പിന്നെയും പുള്ളി നടന്ന് എൻ്റെ നേരെ തന്നെ വന്നിങ്ങനെ ഒരു തരത്തിൽ ഞാൻ ചോദിച്ചു, എന്നാ ചേട്ടാന്ന് ചോദിച്ചു. പക്ഷേ പുള്ളി അപ്പോൾ നിങ്ങളുടെ ബൗൾ, ബൈബിളെന്ന് പറഞ്ഞതാ, നിങ്ങളുടെ ബൗൾ പ്രവചന ഗ്രന്ഥം ആണോ? ഞാൻ പറഞ്ഞത് പ്രവചന ഗ്രന്ഥമാണ്. എല്ലാം പ്രവചിച്ചിട്ടുണ്ടോ? എല്ലാം പ്രവചിച്ചിട്ടുണ്ട്. കംപ്ലീറ്റ്? ഞാൻ പറഞ്ഞ കംപ്ലീറ്റ്. അപ്പം ഈ ഓട്ടോക്കാരും മറ്റേ യൂണിയൻ തൊഴിലാളികളും ഈ വ്യാപാര വ്യവസായികളൊക്കെ ഇറങ്ങി ഇങ്ങനെ കൈയും കെട്ടി നിന്ന് പ്രസംഗം കേട്ടുകൊണ്ട് നിൽക്കുക. അപ്പം ഇവരെല്ലാം ഇങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കുന്ന കണ്ടപ്പോൾ ഇയാൾക്ക് എന്നെ ഒന്ന് കളിയാക്കിയാൽ കൊള്ളാമെന്നൊരു ചിന്ത. ചിലർക്ക് അതൊരു മനസുഖമാണല്ലോ. ഏതെ, നമ്മൾ നടന്നു പോകുമ്പോൾ വെന്തിക്കോസ് ബുന്തുക്കോസ് ഒരു മനസുഖം, അവർ സുഖിച്ചോട്ടെ നമുക്ക് തന്നെ. അപ്പം ഈ പുള്ളിക്കാരന് എന്നെ ഒന്ന് കളിയാക്കിയാൽ കൊള്ളാമെന്നൊരു ചിന്ത. അപ്പോൾ പുള്ളി ചോദിച്ചു, എല്ലാം ഉണ്ടോ? ഞാൻ പറഞ്ഞ എല്ലാം ഉണ്ട്. അടുത്തൊരു പദം പുള്ളി പറഞ്ഞു. ഞാൻ പുള്ളി പറഞ്ഞത് അതുപോലെ അങ്ങ് പറയാം, തെറ്റിദ്ധരിക്കരുത്. പുള്ളി എന്നോട് പറയുക, എല്ലാം ഉണ്ടോ? ഉണ്ട്. കക്കൂസ് ഉണ്ടോ? എന്നെ കളിയാക്കിയതാ കേട്ടോ, പരിഹസിച്ചതാ. കക്കൂസ് ഉണ്ടോ? ഞാനും വിട്ടില്ല. ചേട്ടൻ ഇപ്പോൾ അത്യാവശ്യം വേണ്ടത് അതാണെങ്കിൽ അതുകൊണ്ട് അങ്ങോട്ട് മാറി നിൽക്കാൻ പറഞ്ഞു. ഉടനെ പുള്ളി പറഞ്ഞു, അതുണ്ടോ? ഉണ്ടെന്ന്. അന്നാ എനിക്ക് കാണണം. എന്ത് ചെയ്യാനാ? ഒന്ന് വായിച്ചു കൊടുത്തേ. ആവർത്തന പുസ്തകം 23:12. ഇസ്രായേൽ ജനം ഇസ്രായേലിന്റെ അടിമത്വത്തിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ യഹോവയായ ദൈവം ഇസ്രായേലിനോട് പറഞ്ഞത്, 4500 വർഷങ്ങൾ പഴക്കമുള്ള ഉൽപ്പത്തി, പുറപ്പാട്, ലേവിയ, സംഖ്യ, ആവർത്തനം എന്നിങ്ങനെ പഞ്ചഗ്രന്ഥമാകുന്ന തോറ എന്ന തൗറാത്ത് മോശയുടെ കരങ്ങളാൽ എഴുതപ്പെട്ടു. ആ പഞ്ചഗ്രന്ഥത്തിൽ ആവർത്തന പുസ്തകം 23:12 യഹോവ തന്റെ ജനത്തോട് പറയുകയാണ്. വായിച്ചോ. ബാഹ്യത്തിന് പോകുവാൻ നിനക്ക് ഒരു സ്ഥലം പാളയത്തിന് പുറത്ത് ഉണ്ടായിരിക്കണം. അപ്പം ബാഹ്യത്തിന് പോകാൻ പാളയത്തിന് പുറത്ത് ഒരു സ്ഥലം വേണം. നിന്റെ ആയുധങ്ങളുടെ കൂട്ടത്തിൽ ഒരു പാരയും ഉണ്ടായിരിക്കണം. അപ്പൊ നമ്മൾ ചോദിക്കാം, കർത്താവേ പാരത്തെങ്ങ് പറഞ്ഞാൽ പോരെ, എന്തിനാ ഈ ആയുധങ്ങളുടെ കൂട്ടത്തിലെ പാര? എടാ, പാരയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മാർക്കറ്റിൽ പോയി വേളാപ്പാര മേടിച്ചോണ്ട് വന്നാലും ഉപകാരപ്പെടുവോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് ആയുധങ്ങളുടെ കൂട്ടത്തിൽ ഒരു പാര കരുതണം. ബാഹ്യത്തിന് ഇരിക്കുമ്പോൾ, ഇപ്പൊ ബാഹ്യത്തിന് ഇരിക്കണം, എല്ലാം മര്യാദയ്ക്ക് പറഞ്ഞു കൊടുത്തേ, ഇരിക്കണം. ബാഹ്യത്തിന് ഇരിക്കുമ്പോൾ അതിനാൽ കുഴിച്ച്, ഏതിനാൽ? പാര കൊണ്ടൊരു കുഴി കുത്തി നിന്റെ വിസർജനം മൂടിക്കളയണം. 4 ചുറ്റും താവൂക്ക് കെട്ടിയപ്പം എന്തായി? കക്കൂസായി അല്ലേ? എന്തിനാ നിങ്ങൾ ചിന്തിക്കും, കൺവെൻഷൻ വേദിയിൽ എന്തിനാ ഇതൊക്കെ പറഞ്ഞെന്നല്ലേ? പറയാൻ കാരണമുണ്ട്. എന്താ കാരണം എന്നറിയാമോ? അപ്പം മാലിന്യം പുറത്തു കിടന്നാൽ അത് പരിസ്ഥിതി പ്രശ്നം ഉണ്ടാക്കുമെന്നും സാംക്രമിക രോഗങ്ങൾ പടരുമെന്നും ശാസ്ത്രം പറഞ്ഞിട്ട് വർഷം കുറച്ചേ ആയുള്ളൂ. പ്രപഞ്ചത്തെ നിർമ്മിച്ച ഏക സത്യ ദൈവം പറഞ്ഞു, മാലിന്യം കുഴികുത്തി മൂടിക്കളയണം. ഇടാ, അന്നേ ബൈബിള് വായിച്ചെങ്കിൽ ഈ നാശം വല്ലതും വരുമോ? സ്തോത്രം. 4000 വർഷങ്ങൾക്കപ്പുറേ എഴുതി വെച്ചു കൊടുത്താ എന്താ ഉണ്ടാത്ത? സ്തോത്രം. അപ്പൊ ശ്രദ്ധിച്ചേ, ചെറുതു തൊട്ട് വലുത് വരെ ഇതിനകത്ത് പ്രവചിക്കപ്പെട്ടിട്ടുണ്ട്. മൂന്നാമത്തെ ചിന്ത, ഇത് ചേർത്ത് പിടിക്കാൻ കാരണമായ മൂന്നാമത്തെ ചിന്ത, ഈ വിശുദ്ധ വേദപുസ്തകമാകുന്ന ബൈബിൾ പൂർണ്ണതയുള്ള ഗ്രന്ഥമാണ്. പൂർണ്ണതയുള്ള അവിടെയാണ് എൻ്റെ കുറിവാക്യം കയറി കിടക്കുന്നത്. അങ്ങോട്ട് കയറാൻ പോവാ. എന്തുവാ പാസ്റ്ററേ ഈ പൂർണ്ണതയുള്ള ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, അഥവാ ലോകം എങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞും കൊണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ ആരംഭിക്കുന്ന വിശുദ്ധ ബൈബിൾ ലോകം എങ്ങനെ അവസാനിക്കും എന്ന് മനോഹരമായി പറഞ്ഞു തന്നിട്ടാണ് എവിടെ അവസാനിക്കുന്ന പറഞ്ഞേ? ഉറക്കെ. വെളിപ്പാട്. എന്തിനാ അത് ചോദിച്ചതെന്നറിയാമോ? ഞങ്ങളുടെ നാട്ടിൽ ചിലർ പറയുന്ന വെളിപാടെന്നാ. അത് വെളിവില്ലാത്തോണ്ടാ. വെളിപാടല്ല ശരി, പിന്നെന്താ? വെളിപ്പാട്. ഔദ്യോപദേശി രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ടോ? ഉണ്ട്. എന്തുവാ ഈ വെളിപ്പാട്? റവലേഷൻ. എന്തുവാ റവലേഷൻ? മറഞ്ഞിരിക്കുന്നത് പുറത്തു കൊണ്ടുവരിക, ഗൂഢമായത് വെളിപ്പെടുത്തുക,
മറ നീക്കി കാണിച്ചു കൊടുക്കുക ഇത്യാദി അർത്ഥം വരുന്ന റവലേഷൻ എന്ന പദം വെളിപ്പാടിൽ ഉപയോഗിക്കാൻ എന്താ കാരണം? യേശുക്രിസ്തുവിന്റെ നാമം പ്രസംഗിച്ച നിമിത്തം പത്മോസ് എന്ന ഏകാന്ത ദ്വീപിലേക്ക് നാടുകടത്തപ്പെട്ടു യോഹന്നാന്റെ മുമ്പിൽ കർത്തൃ ദിവസത്തിൽ ആത്മവിവശതയിൽ തലയോട്ടികൾ ചിതറിക്കിടക്കുന്ന മരണഭീതി പെയ്തിറങ്ങുന്ന അസ്ഥി കൂമ്പാരത്തിന് നടുവിൽ ആമേൻ മേലാ ലോകത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരാം എന്ന് പറഞ്ഞും കൊണ്ട് ഒരു ദൂതൻ മുഖാന്തിരം യോഹന്നാന് പറഞ്ഞു കൊടുത്തു എന്നല്ല, കേൾപ്പിച്ചു കൊടുത്തു എന്നുമല്ല, പിന്നെയോ പ്രദർശിപ്പിച്ചു എന്നാണ് വെളിപ്പാട് 1:1 എഴുതിയിരിക്കുന്നത്. അർത്ഥാൽ ഒരു വിഷ്വലിൽ കാണുന്നത് പോലെ യോഹന്നാന്റെ മുമ്പിൽ പ്രദർശിപ്പിച്ച പ്രദർശനമാണ് വെളിപ്പാട്. അപ്പൊ വെളിപാടോ? പറയാം. നിങ്ങളുടെ നാട്ടിൽ എവിടെങ്കിലും മുസ്ലിം സഹോദരങ്ങൾ ഇവിടെയൊക്കെ അത്യാവശ്യമെങ്കിലും കാണും. അവരോട് സ്നേഹത്തിൽ ചെന്നിട്ട് ചോദിക്കണം, ഡാ ജബാറേ, ഈ ഖുറാൻ എങ്ങനെയാടാ നിങ്ങൾക്ക് കിട്ടിയേ, അതിന്റെ ചരിത്രവും ഒന്ന് പറയാം. സ്നേഹത്തിൽ ചോദിക്കണം. വഴക്കൊന്നും ഉണ്ടാക്കത്തില്ലെന്ന് നിങ്ങൾ വിചാരിക്കുന്ന പോലെ എല്ലാവരും ചൂടന്മാരൊന്നും അല്ല, ഒത്തിരി നല്ല ആൾക്കാർ. ചോദിക്കണം എങ്ങനെയാടാ ഇതുണ്ടായി. അപ്പൊ അവര് പറഞ്ഞു തരും. ഡാക്കറിയാച്ചാ, ഞങ്ങളുടെ പ്രവാചകൻ ഉണ്ടായി, നബി തിരുമേനി ഉണ്ടല്ലോ, അദ്ദേഹം ഒരിക്കൽ ധ്യാനത്തിനായി ഇറാം ഗുഹയിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തോടെ ആരോ സംസാരിക്കുന്ന പോലെ അദ്ദേഹത്തിനൊരു തോന്നലുണ്ടായി. എന്തുണ്ടായി? തോന്നൽ. അദ്ദേഹം തിരിഞ്ഞു നോക്കിയിട്ടൊന്നും ആരെയും കാണാൻ പറ്റുന്നില്ല, പക്ഷേ സംസാരിക്കുന്ന പോലൊരു തോന്നലുണ്ട്. ആരെയും കാണാത്തോണ്ട് പുള്ളി പേടിച്ചു, പരിഭ്രമമുണ്ടായി. വീട്ടിൽ ചെന്ന് ഭാര്യ ഖദീജ ബീവിയോട് പറഞ്ഞു, എടി ഇങ്ങനൊരു അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞു. അപ്പൊ ഖദീജ പറയുകയാണ്, അത് ദൈവം നിങ്ങളോട് സംസാരിക്കുകയാണ്, നിങ്ങൾ പോയി അത് മനപ്പാടമാക്കാൻ. കാരണം അദ്ദേഹത്തിന് എഴുത്തും വായനയും അറിയത്തില്ല, അതുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു മനപ്പാടമാക്കാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം അത് മനപ്പാടമാക്കി പിന്നത്തേതിൽ ഖലീഫമാരെ ഇരുത്തി പറഞ്ഞുകൊടുത്ത് ആദ്യകാലങ്ങളിൽ പാറക്കഷ്ണങ്ങളിലും ഓലച്ചുട്ടുകളിലും ഒക്കെ എഴുതിയ ആ വചനങ്ങൾ പിന്നീട് ക്രോഡീകരിച്ച് ഗ്രന്ഥരൂപത്തിൽ ഞങ്ങൾക്ക് തന്നു. ചുരുക്കി പറഞ്ഞാൽ ഞങ്ങളുടെ പ്രവാചകനുണ്ടായ വെളിപാടാണ് ഖുർആൻ എന്ന ഗ്രന്ഥം. എന്താണ് വെളിപാട്? എന്നാൽ ബൈബിൾ അവസാനിക്കുന്ന വെളിപാടിലല്ല, വെളിപ്പാട് എന്ന് പറഞ്ഞാൽ എന്താ? അദ്ദേഹം തിരിഞ്ഞു നോക്കിയപ്പോൾ ശബ്ദം കേൾക്കുന്നുണ്ട്, ആരെയും കാണുന്നില്ല. എന്നാൽ യോഹന്നാൻ പത്മോസിന്റെ ഏകാന്തതയിൽ ഇടിമുഴക്കം പോലൊരു ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ആരെയും കണ്ടില്ലെന്നല്ല എഴുതിയിരിക്കുന്നത്. ആമേ, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുമായി 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ മാറത്ത് പൊൻകച്ച കെട്ടിയവനായി, വെള്ളോടിന് സദൃശ്യമുള്ള കാലുകളുള്ളവനായി, രാജമുടി ധരിച്ചവനായി, സൂര്യനെക്കാളും വെല്ലുന്ന തേജസ്സുള്ളവനായി, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ശബ്ദം പുറപ്പെടുവിക്കുന്നവനായി വെളിപ്പെട്ടു നിൽക്കുന്ന തേജോമയനായ ക്രിസ്തു. ഒരു തോന്നലിന്റെ ഫലമല്ലത്. കണ്ണുകൊണ്ട് കണ്ടതും കാതുകൊണ്ട് കേട്ടതും കൈകൊണ്ട് തൊട്ടറിഞ്ഞതുമായ ജീവന്റെ വചനം. പ്രൈസ് ദി ലോർഡ്. അതാണ് വെളിപ്പാട്. വെളിപ്പാടിൽ അവസാനിക്കുന്ന വിശുദ്ധ ബൈബിൾ പൂർണ്ണതയുള്ള ഗ്രന്ഥമായതുകൊണ്ട് അതിന്റെ ഒടുവിൽ ഒരു പദം ചേർത്ത് പരിശുദ്ധാത്മാവ് നിർത്തി, ഇനി ഈ പുസ്തകത്തോടൊരു വള്ളിയോ ഒരു പുള്ളിയോ ആരും കുറയ്ക്കണ്ട കൂട്ടണ്ട എന്ന് പറഞ്ഞ പൂർണ്ണതയിൽ അവസാനിക്കുന്ന ഏക ഗ്രന്ഥം വിശുദ്ധ ബൈബിളാണ്. ഇവിടെയാണ് എൻ്റെ ചിന്ത ആരംഭിക്കുന്നത്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ലോകം എങ്ങനെ ഉണ്ടായി? ഇത് പറഞ്ഞുകൊണ്ട് ബൈബിൾ ആരംഭിക്കുന്നു. നമ്മൾ വായിച്ച കുറിവാക്യം എന്താ? 1:27. അങ്ങനെ ദൈവം തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യരെ സൃഷ്ടിച്ചു, അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. അപ്പൊ മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ബൈബിൾ പറഞ്ഞത് ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചുവെന്നാണ്. എന്നാൽ രണ്ടാമത് വായിച്ച ഭാഗത്തിൽ കാലഘട്ടം പിന്നിട്ടപ്പോൾ ഭക്തൻ ആത്മാവിൽ പറഞ്ഞു, ഈ മനുഷ്യൻ, ഇതേ മനുഷ്യൻ ആ ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും നിർമ്മിക്കപ്പെട്ട ഇതേ മനുഷ്യൻ മൃഗതുല്യനായി മാറുന്ന ഒരു കാലം. ഇതെന്താ ഈ മനുഷ്യന് സംഭവിച്ചത്? ഈ മനുഷ്യൻ എന്താ ഇങ്ങനെ? ഇത് ചോദിക്കാത്തവരാരും ഈ കാലഘട്ടത്തിൽ കാണത്തില്ല. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈ മനുഷ്യൻ എന്താണ് പറ്റിയത്?
ഈശ്വരന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും നിർമ്മിക്കപ്പെട്ട ഈ മനുഷ്യൻ എന്താണ് ഇങ്ങനെ മൃഗതുല്യനായി മാറിയത്? ഇനി തിരിച്ച് അതേ ഈശ്വര ചൈതന്യത്തിലേക്ക് മനുഷ്യനൊന്നും മടക്കി വരുത്തുവാൻ കഴിയുമോ? ഇങ്ങനെയുള്ള ചിന്തകളുടെ ഉറവിടമാണ് ഇന്നത്തെ പ്രസംഗത്തിന്റെ സന്ദേശം. ശ്രദ്ധിക്കൂ, മനുഷ്യനെ സൃഷ്ടിച്ച കാര്യം നമ്മൾ വായിച്ചു. മനുഷ്യനെ എങ്ങനെയാണ് സൃഷ്ടിച്ചത്? മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുൻപ് ദൈവം ഈ ഭൂതലത്തെ എങ്ങനെ സൃഷ്ടിച്ചു? ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കമ്പിവാചകത്തിൽ ഒന്ന് കൊണ്ടുപോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഉറക്കെ ഒന്ന് വായിച്ചു കൊടുത്തേ. ഉൽപ്പത്തി 1:1 നിർത്തി വേണം വായിക്കാൻ. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. ആഴത്തിന് മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന് മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. നിൽക്കട്ടെ, ബൈബിൾ പറയുന്നു ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യവും ആയിരുന്നെന്ന മലയാള പരിഭാഷ ആയിത്തീർന്നു എന്ന മൂലഭാഷ. ആയിത്തീർന്നു. അപ്പൊ ഒരു ചോദ്യം വരും, എങ്ങനെ ആയിത്തീർന്നു ഉപദേശി? ചരിത്രം അല്പം പുറകോട്ട് പഠിക്കണം, പിന്നാലെ പറയാം. ചോദ്യചിഹ്നമിട്ട് അവിടെ ഇടുകയാണ്, ഇച്ചിരി കഴിഞ്ഞ് പറയാം. പാഴും ശൂന്യവും ആയിത്തീർന്ന ഭൂമിയിൽ റീക്രിയേഷൻ നടത്തുന്ന ദൈവത്തിന്റെ പ്രവൃത്തിയാണ് ഉൽപ്പത്തി പുസ്തകം പരിചയപ്പെടുത്തുന്നത്. അവിടെ മുതൽ ഒന്ന് വായിച്ചാട്ടെ, വീണ്ടും താഴോട്ട്. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വെളിച്ചമുണ്ടായി. വെളിച്ചം നല്ലത് എന്ന് ദൈവം കണ്ടു. ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ വേർപിരിച്ചു. ദൈവം വെളിച്ചത്തിന് പകലെന്നും ഇരുളിന് രാത്രി എന്നും പേരിട്ടു. നിൽക്കട്ടെ, ഇന്നും വെളിച്ചത്തിന്റെ പേരെന്താ? പകല്. ഇരുളിന്റെ പേരെന്താ? രാത്രി. അതിന് മാറ്റമൊന്നും ആരും വരുത്തിയില്ലല്ലോ. പേരിട്ടത് ഈ പുസ്തകത്തിലെ ദൈവമാണ്. വായിച്ചോ. സന്ധ്യയായി ഉഷസ്സുമായി 1-ാം ദിവസം. ഒരു ദിവസത്തെ സൃഷ്ടിപ്പ് പടച്ചവൻ, സൃഷ്ടാവ്, ഈശ്വരൻ, ഭഗവാൻ, ദൈവം ഭൂമിയിൽ നടത്തി. ആരെ സൃഷ്ടിച്ചില്ല? മനുഷ്യനെ സൃഷ്ടിക്കുക. ശ്രദ്ധിച്ചു കേൾക്കണം, ഇവിടെ ദൈവത്തിന്റെ പേര് പറയുന്നില്ല, ദൈവം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ദൈവം എന്നുള്ളത് ദൈവത്തിന്റെ പേരല്ല. എല്ലാ ജാതി മത വിഭാഗക്കാരും, ഹൈന്ദവ സഹോദരങ്ങളും ഇസ്ലാമിക സ്നേഹിതരും ക്രൈസ്തവ വിശ്വാസികളെല്ലാം ഒരുപോലെ ഉപയോഗിക്കുന്ന പദമാണ് ദൈവം. ദൈവം എന്ന വാക്കിനർത്ഥം ശക്തനായവൻ എന്നേ ഉള്ളൂ. അത് ദൈവത്തിന്റെ പേരല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയാം. ഞാനിപ്പോൾ നടന്നു പോകുമ്പോൾ ഒരാൾ എന്നോട് ചോദിക്കുക, പാസ്റ്ററെ എവിടെ പോന്നു? ഒരു കൺവെൻഷന് പോവാ. ഞാൻ മറുപടി പറഞ്ഞു. എൻ്റെ പേര് പാസ്റ്റർ എന്നാണോ? അല്ല, ഷമീർ എന്നാണ് പേര്. പക്ഷെ പാസ്റ്റർ എന്ന് വിളിച്ചാലും മറുപടി പറയും എന്ന് പറഞ്ഞാൽ അതെൻ്റെ ഔദ്യോഗിക പദവിയാണ്. എന്ന പോലെ ദൈവം എന്നുള്ളത് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു കോമൺ പദമാണ്. എന്നാൽ ആ ദൈവത്തിനൊരു പേരുണ്ട്. ആ പേരെന്ന് നീ അറിയുന്നോ അന്ന് നീ സൃഷ്ടാവിനെ അറിയും. ആമേൻ. അതുകൊണ്ട് തൽക്കാലം ഞാൻ പേര് പറയുന്നില്ല, ദൈവം എന്ന് തന്നെ പറയാം. അതാകുമ്പോൾ ആർക്കും പരാതിയില്ലല്ലോ, എല്ലാവരും വിളിക്കുന്ന പേരല്ലേ. അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. 2-ാം ദിവസത്തിലേക്ക്. ദൈവം വെള്ളങ്ങളുടെ മധ്യ ഒരു വിധാനം ഉണ്ടാകട്ടെ, അത് വെള്ളത്തിനും വെള്ളത്തിനും തമ്മിൽ വേർപിരിവായിരിക്കട്ടെ എന്ന് കൽപ്പിച്ചു. വിധാനം ഉണ്ടാക്കിയിട്ട് ദൈവം വിധാനത്തിന് കീഴുള്ള വെള്ളവും വിധാനത്തിന് മീതെയുള്ള വെള്ളവും തമ്മിൽ വേർപിരിച്ചു. ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് തോന്നുന്നു, എന്തുവാടെ ഈ പറയും വിധാനത്തിന് കീഴുള്ള വെള്ളം, വിധാനത്തിന് മീതെ. വിധാനം എന്ന് പറഞ്ഞാൽ ആകാശം. ആകാശത്തിന് മീതെ വെള്ളം ഉണ്ടോ? ഉണ്ട്. ചൊവ്വായിലും വ്യാഴത്തിലും ഒക്കെ ഓക്സിജനും ജലാംശവും ഉണ്ടെന്ന് ശാസ്ത്രം തന്നെ സമ്മതിച്ചിട്ടുണ്ട്. വിധാനത്തിന് കീഴെ വെള്ളം ഉണ്ടോ? ആണല്ലോ കുഴിച്ചെടുത്തോണ്ടിരിക്കുന്നത് നമ്മൾ. അപ്പൊ ഇത് തമ്മിൽ വേർപിരിച്ചു. അടുത്തത് അങ്ങനെ സംഭവിച്ചു. ദൈവം വിധാനത്തിന് ആകാശം എന്ന് പേരിട്ടു. ഇപ്പോഴും ആകാശത്തിന്റെ പേരെന്താ? അങ്ങടെ ദൈവം അല്ലയോടെ ഇതിന് ആകാശം എന്ന് ഇട്ടേ. ഞങ്ങൾ നാളെ തൊട്ട് മണിക്കുട്ടി എന്ന് വിളിച്ചോളാം. അങ്ങനെ ആരും ഇതുവരെ പറഞ്ഞില്ലല്ലോ. ഇല്ല. വായിച്ചു. സന്ധ്യയായി ഉഷസ്സുമായി 2-ാം ദിവസം. അടുത്തത് ദൈവം ആകാശത്തിന് കീഴിലുള്ള വെള്ളം ഒരു സ്ഥലത്ത് കൂടട്ടെ, ഉണങ്ങിയ നിലം കാണട്ടെ എന്ന് കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. ഉണങ്ങിയ നിലത്തിന് ദൈവം ഭൂമിയെന്നും വെള്ളത്തിന്റെ കൂട്ടത്തിന് സമുദ്രമെന്നും പേരിട്ടു. ഇന്നും അങ്ങനല്ലയോ പേര്? സമുദ്രം പേരിട്ടു. നല്ലതെന്ന് ദൈവം കണ്ടു. ഭൂമിയിൽ നിന്നും പുല്ലും വിത്തുള്ള സസ്യങ്ങളും ഭൂമിയിൽ അതത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വരട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. ഭൂമിയിൽ നിന്ന് പുല്ലും അതത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വന്നു. നല്ലത് എന്ന് ദൈവം കണ്ടു. സന്ധ്യയായി ഉഷസ്സുമായി 3-ാം ദിവസം. 3 ദിവസത്തെ സൃഷ്ടിപ്പ് സൃഷ്ടാവ് ഈശ്വരൻ ഭഗവാൻ ദൈവം 3 ദിവസത്തെ സൃഷ്ടിപ്പ് ലോകത്തിൽ നടത്തി. ആരെ സൃഷ്ടിച്ചില്ല? മനുഷ്യനെ സൃഷ്ടിച്ചില്ല. 4-ാം ദിവസത്തിലേക്ക്
പകലും രാവും തമ്മിൽ വേറുവാൻ ആകാശവിധാനത്തിൽ വെളിച്ചങ്ങൾ ഉണ്ടാകട്ടെ. അവ അടയാളങ്ങളായും കാലം, ദിവസം, സംവത്സരം എന്നിവ തിരിച്ചറിവാൻ ഉതകട്ടെ. ഭൂമിയെ പ്രകാശിപ്പിപ്പാൻ ആകാശവിധാനത്തിൽ അവ വെളിച്ചങ്ങളായിരിക്കട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. അടുത്തത്, പകൽ വാഴേണ്ടതിന് വലിപ്പമേറിയ വെളിച്ചവും സൂര്യൻ. രാത്രി വാഴേണ്ടതിന് വലിപ്പം കുറഞ്ഞ വെളിച്ചവും. ചന്ദ്രൻ. ആ രണ്ട് വെളിച്ചങ്ങളെ ദൈവം ഉണ്ടാക്കി. നക്ഷത്രങ്ങളെയും ഉണ്ടാക്കി. കണ്ണ് ചിമ്മുന്ന താരകങ്ങളെയും ദൈവം ഉണ്ടാക്കി. ഭൂമിയെ പ്രകാശിപ്പിക്കാനും പകലും രാത്രിയും വാഴുവാനും വെളിച്ചത്തെയും ഇരുളിനെയും തമ്മിൽ വേറിരുപ്പാനുമായി ദൈവം അവയെ ദൈവം അവയെ ആകാശവിധാനത്തിൽ ദൈവം അവയെ എന്തോ ഈ അവയെ സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ അവയ ദൈവം എവിടെ നിർത്തി? ആകാശവിധാനത്തിൽ നിർത്തി. ഇപ്പോഴും ഇത് എവിടാ നിൽക്കുന്നത്? അവിടെ തന്നെയല്ലോ. നല്ലത് എന്ന് ദൈവം കണ്ടു. സന്ധ്യയായ ഉഷസ്സുമായി 4-ാം ദിവസം. അടുത്ത വാക്ക്, വെള്ളത്തിൽ ജലജന്തുക്കൾ കൂട്ടമായി ജനിക്കട്ടെ. അപ്പൊ നേരത്തെ പേരിട്ട് മാറ്റി നിർത്തിയിരിക്കുന്ന സമുദ്രത്തെ നോക്കിയിട്ട് ജലജന്തുക്കൾ അയല, മത്തി, ചാള, ചൂര, നെമ്മീൻ, നത്തോലി കൂട്ടമായി ജനിക്കട്ടെ എന്ന് കൽപ്പിച്ചു. ഭൂമിയുടെ മീതെ ആകാശവിധാനത്തിൽ സർവ്വജാതി പറക്കട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. ദൈവം വലിയ തിമിംഗലങ്ങളെയും വെള്ളത്തിൽ കൂട്ടമായി ജനിച്ചു ചരിക്കുന്ന അതത് തരം ജീവജന്തുക്കളെയും അതത് തരം പർവ്വജാതിയെയും സൃഷ്ടിച്ചു. നല്ലതെന്ന് ദൈവം കണ്ടു. നിങ്ങൾ വർദ്ധിച്ചു പെരുകി സമുദ്രത്തിലെ വെള്ളത്തിൽ ഒന്നുകൂടെ, നിങ്ങൾ വർദ്ധിച്ച് പെരുകി സമുദ്രത്തിലെ വെള്ളത്തിൽ നിറയുവീൻ. സമുദ്രത്തിൽ സൃഷ്ടിച്ച ജലജന്തുക്കളായ അയല, മത്തി, ചാള, ചൂര, നെമ്മീൻ, നത്തോലിയോട് തമ്പുരാൻ പറഞ്ഞു, നിങ്ങൾ പെറ്റു പെരുകി 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 സമുദ്രത്തിലെ വെള്ളത്തിൽ നിറയാൻ പറഞ്ഞു. എന്തിന്? എന്തിന്? ചിന്തിക്കൂ കുന്നന്താനമേ, എന്തിന്? എന്തിന്? 6-ാം ദിവസം ഒരു പ്രോഡക്റ്റ് വരുന്നുണ്ട്. മനുഷ്യൻ അവൻ രാവും പകലും ബോട്ടും വള്ളവും കപ്പലുമായി കയറി ഇറങ്ങി കോരിക്കൊണ്ടു വന്നാലും തീരാത്തത്ര മത്സ്യസമ്പത്ത് സമുദ്രത്തിന്റെ അടിത്തട്ടിൽ ഇന്നും പെരുകി കിടപ്പുണ്ടെങ്കിൽ അതിനെ പെറ്റുപെരുകിച്ചതും ഈ പുസ്തകത്തിലെ ദൈവം. പിന്നെ കേട്ടോ, ഇത് പുരാണോ ഐതിഹ്യമൊന്നും അല്ല, ഇത് ഹിസ്റ്ററിയാണ്, ചരിത്രം. അല്ല, കഥകളൊക്കെ പറയാൻ ഞങ്ങൾക്കും ഉണ്ടെന്ന് ചിലരൊക്കെ പറയും. കഥയല്ല ഇത്, ചരിത്രം. സ്തോത്രം. കഥകളൊക്കെ നമ്മുടെ നാട്ടിൽ പണ്ട് ഞാൻ ചോറ് തിന്നാൻ മടി കാണിക്കുമ്പം എൻ്റെ ഉമ്മ എനിക്ക് എന്തെല്ലാം കഥ ഒത്തിരി കഥ. ഒരു കഥ ഓർമ്മയുള്ള പറയാം. അപ്പൂപ്പനും അമ്മൂമ്മയും ഉണ്ടായിരുന്നു. ദോശ തിന്നാൻ വിറകൊടിക്കാൻ കാട്ടി പോയി. പുലിയെ കണ്ട് പേടിച്ചു. ചാരക്കുമ്പാരത്തെ വന്ന് ഇരുന്നു. ബാക്കി പറയാനൊക്കത്തില്ല, നല്ല ശബ്ദമാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ചു വേണം. അപ്പം ഇത് കേട്ടുകൊണ്ട് സന്തോഷത്തോടെ ഞാൻ ചോറുണ്ടു. വർഷം എത്ര കഴിഞ്ഞു? എനിക്കും ഉണ്ട് 2 കൊച്ചു പിള്ളേർ. അവർക്കും ഇതേ കഥ തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. പിന്നെ പണ്ടത്തെ പിള്ളേരെ പോലെ കാണുവാണോ ഇപ്പം? ഇപ്പോഴത്തെ പിള്ളേരെന്താ കഥ? അവർ ചോദിക്കും, നിൽക്ക് ഈ അപ്പനും അമ്മമ്മയും കേരളത്തിൽ ഏത് ജില്ലക്കാരാ? കുഴഞ്ഞു. അവരേത് കാട്ടിലാ പോയെ? കുഴഞ്ഞു. ഏത് പുലിയെ കണ്ടാ? പേടിച്ച് മൊത്തം കുഴഞ്ഞു. പിന്നെ വടിയെടുക്കും. കഥയെ ചോദ്യമില്ല, മിണ്ടായിരുന്നു തിന്നാൻ പറയും എന്ന് പറഞ്ഞാൽ എൻ്റെ കുഞ്ഞുനാൾ തൊട്ടേ നിങ്ങളുടെ കുഞ്ഞുനാൾ തൊട്ടേ ഒക്കെ കേൾക്കുന്ന അപ്പൂപ്പനും അമ്മൂമ്മയാണെങ്കിലും ഇവരാരെങ്കിലും ചരിത്രത്തിൽ കേരളത്തിലോ എവിടെങ്കിലും ജീവിച്ചിരുന്നോ എന്ന് ചരിത്രത്തിൻ്റെ ഏടുകളിലെങ്ങും ഒരു തെളിവുമില്ലാതെ കുട്ടൂസനും ഡാക്കിനിയും ഡിങ്കനും മായാവിയും പോലെ അമ്മുമ്മക്കഥയായി തുടരുമ്പോൾ ഇന്ന് രാത്രി ഷമീർ പ്രസംഗിക്കുന്ന യേശുക്രിസ്തു പറഞ്ഞു കേട്ട പഴങ്കഥയിലെ കഥാപാത്രമല്ല, വായിച്ചു മറന്ന ചിത്രകഥയിലെ നായകനല്ല, ആരെങ്കിലും പറഞ്ഞുണ്ടാക്കിയ മുത്തശ്ശിക്കഥയിലെ കഥാപാത്രമല്ല, മറിച്ച് ചരിത്രത്തെ AD എന്നും BC എന്നും 2ആയി തരംതിരിച്ചുകൊണ്ട് ചരിത്രമധ്യേ ജീവിക്കുന്ന ചരിത്ര പുരുഷനായ ക്രിസ്തു. ഈ യേശുക്രിസ്തുവിന്റെ പേരിലാണ് മമ്മദിന്റെ നാരായണന്റെയും കറിയായുടെയും വീട്ടിന്റെ ഭിത്തിയിൽ ആണി തൂക്കിക്കിടക്കുന്ന മലയാള മനോരമ കലണ്ടർ ക്രിസ്തുവർഷം 2018. അവിടെയാ നമ്മൾ ജീവിക്കുന്നത്. നിങ്ങളുടെ യേശുവിന്റെ പേരിലാണോടെ ഈ കലണ്ടർ ഉണ്ടായത്? എന്നാ പിന്നെ എനിക്കിനി ഇത് വേണ്ടാന്ന് പറഞ്ഞ് ഇന്ന് വരെ ആരും കത്തിച്ചിട്ടില്ല. ഇനി പ്രസംഗം കേട്ടം കാണാൻ കത്തിക്കുന്നെങ്കിലേ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കഥയല്ല, ചരിത്രം അംഗീകരിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. അപ്പോൾ ദൈവം എന്ത് ചെയ്തു? അപ്പം നോക്ക്, ആമേ ജനിച്ചു ചരിക്കുന്ന ജീവജന്തുക്കൾ സമുദ്രത്തിൽ പെരുകട്ടെ എന്ന് കൽപ്പിച്ചു. അടുത്ത വാക്ക്, പർവ്വജാതി ഭൂമിയിൽ പെരുകട്ടെ എന്ന് കൽപ്പിച്ചു. ദൈവം അവയെ അനുഗ്രഹിച്ചു. അടുത്തത്, സന്ധ്യയായ ഉഷസ്സുമായി 5-ാം ദിവസം. 5 ദിവസത്തെ സൃഷ്ടിപ്പ് കഴിഞ്ഞു. ആരെ സൃഷ്ടിച്ചിട്ടില്ല? പറ. മനുഷ്യനെ സൃഷ്ടിച്ചിട്ടില്ല. അതത് തരം കന്നുകാലി. 6-ാം ദിവസം നിർത്തി വായിക്കണം, ചിന്തയുണ്ട്. 6-ാം ദിവസം അതത് തരം കന്നുകാലി. നിൽക്കട്ടെ, ഏതാ കന്നുകാലി എന്ന് പറഞ്ഞാൽ എന്തുവാ? വേഗം പറ. വിഷയം ഒത്തിരി കിടക്കോ? പറ. കന്നുകാലി. അയ്യോ, കന്നുകാലി. ആട്, മാട്, പശുപോത്തെരുമ, കന്നുകാലി. അടുത്തത് ഇഴജാതി. ഇഴജാതി എന്ന് പറഞ്ഞാൽ എന്തുവാ? പാമ്പ് വർഗത്തിൽപ്പെട്ട സകലതും
ഇടജാതി. അടുത്തത് കാട്ടുമൃഗം. കാട്ടുമൃഗം, കാട്ടുപന്നി, കാട്ടാന, കാട്ടുപോത്ത്, കാട്ടുമൊലി, കാട്ടി കിടക്കുന്ന എല്ലാം കാട്ടുമൃഗം. അടുത്തത് ഇങ്ങനെ അതത് തരം ജീവജന്തുക്കൾ ഭൂമിയിൽ നിന്ന് ഉളവാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. നിൽക്കട്ടെ. അപ്പോൾ ഇവിടെ ആര് ഇല്ല? മനുഷ്യനില്ല. കുന്നന്താനം ശ്രദ്ധിച്ചു കേട്ടോണം. അപ്പോൾ ഇവിടെ ആരില്ല? ഈ കന്നുകാലി, ആട്, മാട്, പശു, പോത്തെരുമ, ഇടജാതി, പാമ്പ്, പിന്നെ കാട്ടുമൃഗം, ഇതിനെയൊക്കെ സൃഷ്ടിക്കുമ്പോൾ ഭൂമിയിൽ ആരില്ല? മനുഷ്യനില്ലെന്ന് വിശുദ്ധ വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നു. ഇനി ഈ കേൾക്കുന്നവർക്ക് ആർക്കെങ്കിലും എതിർവാദം ഉണ്ടെങ്കിൽ, നിങ്ങളുടെ പുസ്തകത്തിലല്ലയോ മനുഷ്യ ഇല്ലാത്ത, അതിന് 1 വർഷം മുമ്പേ ഞങ്ങളുടെ ദൈവം ഒരു മനുഷ്യനെ സൃഷ്ടിച്ചായിരുന്നു, അങ്ങേരുടെ പേരും പറഞ്ഞുകൊണ്ട് കയറി വരാം. ആമേൻ. നമുക്കെന്നാ പണക്കം? ആദ്യത്തെ മനുഷ്യരാരാന്ന് ചോദിച്ചാൽ എല്ലാവരും പറയുന്ന 2 പേര് ആദാമും ഹവ്വായും. അത് പറഞ്ഞത് ബൈബിളാ, പക്ഷെ ബൈബിൾ ഇച്ചിച്ചിയ. എന്ത് ചെയ്യും? ബൈബിള് പറഞ്ഞ 610 വർഷം കഴിഞ്ഞ ഖുറാൻ പോലും പറഞ്ഞേ അല്ലേ? അങ്ങനല്ലേ? അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിച്ചോണം. അപ്പോൾ ഇവിടെ ആരില്ല? മനുഷ്യനില്ല. അതുകൊണ്ട് കന്നുകാലി എന്തായിരുന്നു? കന്നുകാലിയായിരുന്നു. ഇഴജാതി എന്തുമായിരുന്നു? ഇഴജാതി. കാട്ടുമൃഗം എന്തുമായിരുന്നു? കാട്ടുമൃഗം. കാരണം ആരില്ല? തലേ കയറിയില്ല. മനുഷ്യനില്ലാത്തോണ്ട് കന്നുകാലി എന്തുവായിരുന്നു എന്ന് പറഞ്ഞാൽ ആടെന്തുവാ? ആട്. പോത്തോ? പോത്ത്. പശുവോ? പശു. പക്ഷേ അത് കഴിഞ്ഞ ആര് വന്നു? ഈ ഇരുകാലി വന്നു. ഇരുകാലി വന്നപ്പോൾ ഇവൻ മറ്റേ ലതി പലതിനെയും പിടിച്ചു ദൈവമാക്കി കളഞ്ഞു. അപ്പൊ പശു ആരായി? അതല്ലേ ഇപ്പൊ നാട്ടിൽ നടക്കുന്ന പ്രശ്നം. വല്ല ബോധമുണ്ടോ? വട്ടത്തരം പറഞ്ഞു ഉമ്മ തമ്മിലടിക്കുക. എടാ വട്ടത്തരം പറഞ്ഞ് തമ്മിലടിക്കാടാ, ഇതൊക്കെ സൃഷ്ടിയാന്ന്. ആമേ. പിടി കിട്ടുന്നുണ്ടോ? അത് കഴിഞ്ഞാൽ ഇവിടെ മനുഷ്യൻ വരുന്നത്. അപ്പോ കന്നുകാലി, ഇടജാതി, കാട്ടുമൃഗം എന്നിവ ഉളകാട്ടെന്ന് കൽപ്പിച്ചു. അടുത്തത് ഇങ്ങനെ ദൈവം അതത് തരം കാട്ടുമൃഗങ്ങളെയും അതത് തരം കന്നുകാലികളെയും അതത് തരം ഭൂചര ജന്തുക്കളെയും ഉണ്ടാക്കി. നല്ലത് എന്ന് ദൈവം കണ്ടു. അടുത്തത് അനന്തരം ദൈവം. കേട്ടോ, കുറിവാക്യത്തിന്റെ 1-ാം പകുതിയിലേക്ക് വരികയാണ്. അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. അതുവരെ സൃഷ്ടിച്ച ജീവജാല ചരാചരങ്ങൾക്കൊന്നും പറയാത്തൊരു പദം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ഈശ്വരൻ പറയുന്നു, പടച്ചവൻ പറയുന്നു, സൃഷ്ടാവ് പറയുന്നു, നമ്മുടെ സാദൃശ്യത്തിലും നമ്മുടെ സ്വരൂപത്തിലും മനുഷ്യനെ ഉണ്ടാക്കുക. കുന്നന്താനത്ത് എന്റെ സ്നേഹിതരെ, സഹോദരന്മാരെ, ഈ ഉലകത്തെ നിർമ്മിച്ച ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട ഒരേ ഒരു സൃഷ്ടിയെ ഉലകത്തിലുള്ളൂ. അതാണ് ഞാനും നീയും, മനുഷ്യൻ. നമ്മൾ കുറഞ്ഞവരല്ല. ഈശ്വരന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും നിർമ്മിക്കപ്പെട്ട സൃഷ്ടി. അതുകൊണ്ടാ ഈ പുസ്തകത്തിൽ ഒരു ഭക്തൻ വിളിച്ചു പറഞ്ഞു, യഹോവേ, ഭയങ്കരവും അതിശയകരവുമായി നീ എന്നെ സൃഷ്ടിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ സൃഷ്ടിപ്പിന്റെ ഭയങ്കരത്വം കാണണമെങ്കിൽ നീ യോഗം കഴിഞ്ഞ് കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് നിന്നാ മതി. ദൈവം ഇല്ലെന്ന് പറയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ണാടിയുടെ മുമ്പിൽ നിന്നാ മതിയെന്ന്. അതെന്നാ കണ്ണാടിയുടെ മുമ്പിൽ? കണ്ണാടിയുടെ മുമ്പിൽ പോയി കഴിക്കണം, നോക്കണം. ഈ തലയിലിരിക്കുന്ന കറുത്ത സംഗതി എന്തുവാ? മുടി. താടിയായി വരുന്നതോ പ്ലാസ്റ്റിക്കോ? മുടി. മീശയായി വരുന്നതോ മുടി. കണ്ണിന്റെ പീലിയോ മുടി. ഇതെല്ലാം ദൈവം സൃഷ്ടിച്ചല്ലയോ? പക്ഷെ സൃഷ്ടിച്ചപ്പോൾ തമ്പുരാൻ തലമുടിയോടും താടിയോടും ഒക്കെ വളർന്നിറങ്ങിക്കോളാൻ പറഞ്ഞു അല്ലേ? എന്നാൽ കൺപീലിയോട് മാത്രം പറഞ്ഞു പരിധി വിട്ട് വളരണ്ട. ആര് വെച്ച നിയമമാ? ആര് വെച്ച നിയമമാ? ജനിച്ചു വളർന്ന കാലം തൊട്ട് കൺപീലിയും അങ്ങ് വളർന്നെങ്കിലോ ഇന്നിവിടെ ഷട്ടർ ചുരുട്ടി പിടിക്കുന്ന പോലെ ചുരുട്ടി 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 മേപ്പോട്ട് വെച്ച ആരാടി പ്രസംഗിക്കുന്നത്? എന്നാ രസമായിരുന്നു. സ്വതന്ത്രം. മനുഷ്യന്റെ ബുദ്ധിക്ക് അപ്പുറത്തൊക്കെ ഒത്തിരി ഉണ്ട് സഹോദര. നീ ചിന്തിക്കുന്നതിനും അപ്പുറത്ത് ദൈവമുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പേൻ. അപ്പൊ ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ് മനുഷ്യൻ അല്ലേ ഉപദേശി? അതെ. എന്നാ അപ്പൊ പിന്നെ ഈ ദൈവം ഏത് മനുഷ്യനെ പോലെ ഇരിക്കും? ഉപദേശിയെ പോലെ കറുത്തിരിക്കുവോ? മറ്റേ ഉപദേശിയെ പോലെ വെളുത്തിരിക്കുവോ ഈ ദൈവം? സ്നേഹിത, സാദൃശ്യ സ്വരൂപം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഫോട്ടോ കോപ്പി ആയിട്ട് മനുഷ്യനെ സൃഷ്ടിച്ചെന്നല്ല. പിന്നെന്താ? മൃഗങ്ങൾക്കില്ലാത്തതും മനുഷ്യന് മാത്രമുള്ളതുമായ ഒരു സാദൃശ്യം സ്വരൂപം സൃഷ്ടാവായ ഈശ്വരനിൽ നിന്ന്, പടച്ചവനിൽ നിന്ന്, സൃഷ്ടാവിൽ നിന്ന് സൃഷ്ടിയായ മനുഷ്യനിൽ വന്നിട്ടുണ്ട്. മനുഷ്യന് മാത്രമേ വന്നിട്ടുള്ളൂ. അതിന്റെ പേരാണ് വിലപ്പെട്ട ആത്മാവ്. മൃഗങ്ങൾക്ക് ആത്മാവുണ്ടോ വെച്ചാ? മൃഗങ്ങൾ ഏതെങ്കിലും രാവിലെ ഒരു പട്ടി റോഡിൽ കൂടെ ഹലോ കൈസറാട്ട എവിടെ പോന്നു?
ഇത്തിരി നാളായിടെ പള്ളിയിൽ പോയിട്ട് ഇന്ന് പള്ളിയിൽ ഒന്ന് പോയി കുർബാന എടുത്തേക്കാന്ന് വിചാരിച്ചു. അങ്ങനെ വല്ലതും പട്ടി പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ഇല്ല. ഉണ്ടോ? നിങ്ങളുടെ നാട്ടിൽ ആരെങ്കിലും ഡി രമണി വീട്ടിലെ പട്ടി അങ്ങ് ചത്തടി അടുത്ത ആഴ്ച 16 അടിയന്തര വാടി ഇഡലി തിന്നാൻ പറഞ്ഞെന്ന് വിളിച്ചിട്ടുണ്ടോ? ഉണ്ടോന്ന്? ഇല്ല. ശോശാപ്പേ വീട്ടിലെ പശു അങ്ങ് ചത്തടി അടുത്ത ആഴ്ച പാട്ടുപൂജ പള്ളിയിൽ നിന്ന് അച്ഛനൊക്കെ വരുന്നുണ്ട് നിങ്ങളും പറഞ്ഞെന്ന് വിളിച്ചിട്ടില്ല. എന്താ വിളിക്കാത്തെ? മൃഗങ്ങൾ മരിച്ചാൽ അവിടെ തീരുക, മനുഷ്യൻ മരിച്ചാലോ ശേഷക്രിയ മോക്ഷക്രിയ അടിയന്തരം പാട്ടുപൂജ കിടക്കുന്നു. കാരണം വിലപ്പെട്ട ആത്മാവുള്ളവനായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ഇനി നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു തെളിവും കൂടെ തരാം. ഇവിടെ നടക്കുന്ന ഈ ബ്ലസ് കുന്നന്താനം ഈ നോട്ടീസും ഫ്ലെക്സും ഏതാണ്ട് കിലോമീറ്ററുകളൊക്കെ അപ്പുറത്ത് വരെ ഒട്ടിച്ചു വെച്ചേക്കും അല്ലയോ? ഈ പരസ്യം നിങ്ങൾ മാത്രമേ കണ്ടുള്ളൂ? പന്തലിരിക്കുന്ന മനുഷ്യരും റോഡിൽ നിൽക്കുന്ന മനുഷ്യരും മാത്രമേ കണ്ടുള്ളൂ? അല്ല, പട്ടിയും പൂച്ചയും ആടുമാടും കണ്ടില്ലേ? കണ്ടു. കാക്ക പറന്ന് 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 വന്ന് ഫ്ലെക്സിലിരുന്നു, കുനിഞ്ഞു നോക്കി, ബ്ലസ് കുന്നന്താനം ഷമീർ കൊല്ലം. കാക്കയ്ക്ക് എന്ത്? കാക്ക പറന്നങ്ങ് പോയി. വഴിയെ പോയ പട്ടി നോക്കി മതലിലോട്ട്, ബ്ലസ് കുന്നന്താനം. പട്ടിക്ക് തന്നെ അതൊക്കെ പോയി. പട്ടി കണ്ടു, ആട് കണ്ടു, പോത്ത് കണ്ടു, എരുമ കണ്ടു. ചില എരുമകൾ അത് കടിച്ചങ്ങ് കീറി. ചില എരുമകൾ അങ്ങനെ കീറും. എന്നോട് പറയാൻ നോക്കൂ, എരുമേ ഞങ്ങളുടെ കൺവെൻഷൻ്റെ എരുമ കീറല്ലേ എരുമ എന്നൊക്കെ പറഞ്ഞാൽ എരുമയ്ക്ക് മനസ്സിലാവൂ? ചില എരുമകൾ കീറു വച്ച അങ്ങനെ അല്ലേ? അതിനോട് പറഞ്ഞാൽ മിണ്ടാ പ്രാണി അതിനറിയത്തില്ല, കീറും. പക്ഷെ 6 മണിക്ക് കൊയറ് പാട്ട് തുടങ്ങിയപ്പോൾ ഒറ്റ എരുമ ഇവിടെ വന്നിരുന്നോ? ഇല്ല. എന്നാ? കാണാഞ്ഞിട്ടും കേൾക്കാഞ്ഞിട്ടും അറിയാഞ്ഞിട്ടൊന്നും അല്ലെന്ന്. ദേഹമുണ്ട്, ദേഹിയുണ്ട്, എന്തില്ല? ആത്മാവില്ല. സഹോദര, മനനം ചെയ്യുന്നവനാണ് മനുഷ്യൻ, ആത്മാവുള്ളവനാണ് മനുഷ്യൻ. ആമേൻ. വിലപ്പെട്ട ആത്മാവുള്ളവനായി ദൈവം സൃഷ്ടിച്ച ഒറ്റ സൃഷ്ടിയേ ഉള്ളൂ സഹോദര, അതിൻ്റെ പേരാണ് മനുഷ്യൻ. അത്രയും മനസ്സിലായി? എങ്കിൽ അടുത്ത ചിന്ത, മനുഷ്യനെ എങ്ങനെയാ സൃഷ്ടിച്ച് ഉണ്ടാകട്ടെ? അല്ല, പിന്നെ എങ്ങനാ? അതൊക്കെ ഞങ്ങൾക്ക് അറിയാം ഉപദേശി. എങ്ങനെ? കുരങ്ങിന്ന്. പാവം നമ്മുടെ പിള്ളേരെ എല്ലാം പറ്റിച്ചോണ്ടിരിക്കുക, കുരങ്ങി. ഇങ്ങനെയാണ് തിരുവനന്തപുരം മ്യൂസിയത്തിൽ ഇപ്പോഴും കുറേ കുരങ്ങന്മാർ കിടപ്പുണ്ടല്ലോ. എന്താ ആഴ്ച ഓരോ മനുഷ്യൻ വരാത്ത രൂപാന്തരപ്പെട്ട് ഒരാഴ്ച നാരായണൻ, പിറ്റത്തെ ആഴ്ച കറിയാച്ചൻ, അടുത്ത ആഴ്ച മമ്മദ് കുട്ടി. പോരട്ടെ, കുരങ്ങിന് കുറവൊന്നുമില്ലല്ലോ. ഇതൊക്കെ പറഞ്ഞു കൊടുത്താലും പിന്നെയും ചിലത് ഒറ്റക്കാലം നിന്നുകൊണ്ട് പറയും, നിങ്ങൾ എന്തോ പറഞ്ഞാലും ശരി, കുരങ്ങ്. ശരി, നിന്റെ വലിയപ്പച്ചൻ കുരങ്ങൻ, നമ്മുടെ അങ്ങനെ അല്ല, വിട്ടെ. ഇനി അവനുമായിട്ട് വഴക്കടിക്കാനൊന്നും പോവണ്ട. എന്നാ വേദപുസ്തകം പറയുന്നു കുരങ്ങിന്നല്ല, പുഴുവിന്നല്ല. പിന്നെ എങ്ങനെ? ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യത്തിലേക്ക് എങ്ങനെ മനുഷ്യനെ സൃഷ്ടിച്ചു ദൈവം വായിച്ചോ. യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസമൂതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ഇതുവരെ ദൈവം 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 എന്നാണ് പറഞ്ഞതെങ്കിൽ കുന്നന്താനമേ മനുഷ്യനെ സൃഷ്ടിക്കുന്ന രംഗം വന്നപ്പോൾ ഉലകത്തെ നിർമ്മിച്ച പടച്ചവൻ സൃഷ്ടാവ് ഈശ്വരൻ തന്റെ പേര് വെളിപ്പെടുത്തി. യഹോവയായ ദൈവം. പ്രപഞ്ചത്തെ നിർമ്മിച്ച ഏക സത്യ ദൈവമേ ഉള്ളൂ. അവനത്രേ യാഹ്വേ, യഹോവ. ഉണ്ടാ പാട്ടുകാരൻ പാടിയത് ഏക സത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏക സത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏക സത്യ ദൈവമേയുള്ളൂ. കണ്ടകല്ലും മരങ്ങളും കൊണ്ടു പല രൂപം തീർത്തു, കണ്ടകല്ലും മരങ്ങളും കൊണ്ടു പല രൂപം തീർത്തു, കൊണ്ടുവച്ചടത്തിരിക്കും തുണ്ടമല്ല സത്യ ദൈവം, കൊണ്ടുവച്ചടത്തിരിക്കും തുണ്ടമല്ല സത്യ ദൈവം, ഏക സത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏക സത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏക സത്യ ദൈവമേയുള്ളൂ. മതി കൈയടിച്ചാൽ ഞാനങ്ങ് പാടിപ്പോകും. പാടാൻ എനിക്കിഷ്ടമാണ്, പക്ഷെ പാടാൻ ഒക്കത്തില്ല. കാരണം കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് യോഗത്തിന് ചെന്നപ്പം സംഘാടകർ 7 മണിക്ക് മൈക്ക് വന്നിട്ട് പറഞ്ഞു, പൊന്നു പാസ്റ്ററെ 9:30 വരെ പ്രസംഗിക്കണമെന്ന്. ഞാൻ പറഞ്ഞു, എന്നെ പിഴിയാനാണോ ഉദ്ദേശമെന്ന് ചോദിച്ചു. ഉടനെ പുള്ളി പറഞ്ഞു, അതല്ല പാസ്റ്ററെ, കഴിഞ്ഞ ദിവസം ഒരാൾക്ക് 1.5 മണിക്കൂർ പ്രസംഗിക്കാൻ കൊടുത്തു, 1 മണിക്കൂറും പാടിക്കളഞ്ഞു. അതുകൊണ്ട് പിന്നെ ഇവരുടെ പരാതി കേൾക്കാൻ പറ്റാത്തതുകൊണ്ട് പാട്ടൊന്നും പാടുന്നില്ല. കാര്യം പറയണമല്ലോ, ശ്രദ്ധിച്ചോ. അപ്പോ ദൈവം മനുഷ്യനെ എങ്ങനെ സൃഷ്ടിച്ചു? നിലത്തെ മണ്ണ് കൊണ്ട്
ഒരു മനുഷ്യരൂപം നിർമ്മിച്ചു. അനക്കമില്ല, ഉണ്ടോ? അനക്കം വെച്ച എപ്പോഴാ? അവന്റെ മൂക്കിലേക്ക് എന്റെ ദൈവം ജീവശ്വാസം ഊതി, മനുഷ്യൻ ജീവനുള്ളവനായി. അന്ന് എന്റെ ദൈവം, യഹോവയായ ദൈവം ഊതിയ ജീവശ്വാസമാണ് അച്ചാച്ചന്മാരെ, ജാതി മത വർണ്ണവർഗ വ്യത്യാസമില്ലാതെ ഇന്നും മേപ്പോട്ടും കീപ്പോട്ടും വലിച്ചോണ്ടിരിക്കുന്നത്. ആഹാ, നിങ്ങളുടെ ദൈവ ഊതിയ ശ്വാസം ആന്നോടെ ഞാൻ വലിക്കുന്നത്. അതെ, അന്നാ എനിക്ക് നീ ഇത് വേണ്ട, തൻ്റെ ഇടം ഉണ്ട് ഒന്ന് പറ. നീ അതല്ലെങ്കിൽ നിങ്ങളുടെ ദൈവം ഊതുന്നതിന് 1 വർഷം മുമ്പേ ഞങ്ങളുടെ ഊതിയായിരുന്നു, ഒരു ഫോട്ടോ കോപ്പി കൊണ്ടുപോവാ. കുഞ്ഞെ, ചുമ്മാ വെറുതെ പല്ല് കടിക്കാതെ കാര്യം മനസ്സിലാക്കണം. ഓരോരുത്തർ രക്തബന്ധങ്ങളെ വിട്ട്, കുടുംബക്കാരെ വിട്ട്, ഒരു കല്യാണം വന്നാൽ പോലും വിളിക്കാതെ, കെട്ടുതാലി പോലും പൊട്ടിച്ച് കൊട്ടിപ്പാടി കലപിലാന്ന് പറയാൻ ഇറങ്ങിയത് കുഞ്ഞുകളിയല്ലെന്നേ. ഇതിൻ്റെ അകത്തെ യാഥാർത്ഥ്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ഇന്ന് രാത്രി കുന്നം ദാനം സത്യദൈവത്തെ തിരിച്ചറിയുന്നെങ്കിൽ സ്വർഗം നിന്നെ ഓർത്ത് സന്തോഷിക്കും. ആമേൻ. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ എങ്ങനെ മണ്ണുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു? ഉലക ചരിത്രത്തിൽ ആദ്യമായൊരു മനുഷ്യൻ നിർമ്മിക്കപ്പെട്ടു. അവന്റെ പേര് നിങ്ങൾ പറ, ആദാം. ഇന്ന് രാത്രി കുന്നന്താനത്തോട് ഒരു സന്തോഷ വാർത്ത പറയട്ടെ. ഈ മനുഷ്യൻ ഹിന്ദു അല്ല, ഈ മനുഷ്യൻ ക്രിസ്ത്യാനി അല്ല, ഈ മനുഷ്യൻ മുസൽമാൻ അല്ല, ഇവന്റെ പേരാണ് മനുഷ്യൻ. ഈ പുസ്തകത്തിലെ ദൈവം ജാതി മതവും വേർതിരിച്ച് സൃഷ്ടിച്ചിട്ടില്ല, മനുഷ്യനെ സൃഷ്ടിച്ചു. ഓ, ഇത്ര മനോഹരമാണ് അല്ലേ? പിന്നെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന നല്ലതല്ലെന്ന് കണ്ടിട്ട് തമ്പുരാൻ അവനൊരു തുണയായിട്ട് ഒരു പെണ്ണിനെയും കൂടെ വാരിയല്ലിന്നെടുത്ത് അങ്ങ് സൃഷ്ടിച്ചു. അങ്ങനെ ആകെ കൂടെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. അല്ല, ജാതി മതം ഒന്നും ഈ പുസ്തകത്തിൽ ദൈവം ഉണ്ടാക്കിയിട്ടില്ല സഹോദര. ഇങ്ങനെയെങ്കിൽ ഞാൻ ഇത് കൈകൊണ്ട് പോലും തൊടത്തില്ലായിരുന്നു. ആമേൻ. പിന്നെ ആരാ ഉപദേശി ഈ ജാതി മതമൊക്കെ തിരിച്ച് ഈ നാശമൊക്കെ ഉണ്ടാക്കിയത്? അത് യേശുദാസിനോട് ചോദിച്ചാൽ മതി, അങ്ങേര് പറഞ്ഞു തരും. യേശുദാസോ? ഇങ്ങനെ ഒരിക്കൽ പറഞ്ഞല്ലോ, നിങ്ങളാരും കേട്ടില്ലേ? മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു. ഇനി മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടെ കൂടി മണ്ണിനടി ഉണ്ടാക്കുന്നെന്ന് പുള്ളി പാടിയപ്പോൾ ആരെങ്കിലും യേശുദാസിനെ ഇരുട്ടടി അടിച്ചോ? അടിച്ചോ? ഭക്തന്മാർ ഒത്തിരി ഉള്ള നാട് ആരെങ്കിലും അടിച്ചോ? ഇല്ല. കാരണം അങ്ങേര് പറഞ്ഞ സത്യമാണെന്ന് എല്ലാത്തിൻ്റെ ഉള്ളി അറിയാം. അതാ സത്യം. ഈശ്വരനൊന്നും അല്ല ഇതൊന്നും കെട്ടിമുറിച്ചത്, ഇതെല്ലാം മനുഷ്യന്റെ പരിപാടിയാ. മനസ്സിലായോ? അപ്പം മനുഷ്യനായതെല്ലാം തരംതിരിച്ച ദൈവമല്ല, അവരെ സൃഷ്ടിച്ചു. ആദ്യത്തെ കല്യാണം, ചെറുക്കന്റെ പേര് ആദാം, പെണ്ണിന്റെ പേര് ഹവ്വ. നടത്തിയതാര്? യഹോവയായ ദൈവം. അപ്പൊ ചിലർക്കൊരു ചിന്തയുണ്ട്, അല്ല ഉപദേശി, ഈ ചെറുക്കൻ ഈ പെണ്ണിനെ കെട്ടിയത് എങ്ങനെയാ? ആദ്യം ഈ കല്യാണം നടന്നത് എങ്ങനെ? ചിലർക്ക് അറിയത്തില്ല, ഞാൻ പറഞ്ഞു തരാം. ആദാം അടുത്ത ഒരു കാട്ടുമരത്തിന്റെ വള്ളി വലിച്ചങ്ങോട്ട് പൊട്ടിച്ചു. എന്നിട്ട് എവളെ കഴുത്തേലോട്ടിട്ട് ഒറ്റ മുറുക്കി വെച്ചാ. അങ്ങനെ മുറുക്കിയോ? അങ്ങനെ ഒന്നും മുറുക്കിയില്ല. അത് ആ പെന്തിക്കോസുകാരും മുറുക്കാത്തെ അല്ല, പിണക്കം കൊണ്ടൊന്നുമല്ല. മനസ്സിലായോ? പിന്നെ ആരാ ഉപദേശി ഈ മുറുക്കൊക്കെ കണ്ടുപിടിച്ചേ? അത് മനുഷ്യനാടോ കണ്ടുപിടിച്ചേ? എന്തിന്? അവന് തോന്നുമ്പോ ഇത് പൊട്ടിച്ചിട്ട് അടുത്ത മുറുക്കാൻ എളുപ്പമല്ലേ? ഇപ്പൊ ഇവനിങ്ങനെ ഓടി നടന്ന് മുറുക്കണം, അവന് വേണ്ടി അവൻ മുറുക്കുണ്ടാക്കി വെച്ചു. കാരണം ഇത് പൊട്ടിയ ബന്ധം തീർന്നെന്നാ പെണ്ണുങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചത്. ഉണ്ടല്ലേ ചിലർ പറയുന്നത് ശാനം പടിയൊക്കെ ചെയ്യാം, ചേട്ടൻ കിട്ടിയ കെട്ടുതാലി. ഞാൻ ഒരിക്കൽ ആൻറ്റിയോട് ചോദിച്ചു, ആൻറ്റി മക്കളുണ്ടോ? 2 പേരുണ്ട്. ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് പ്രസവത്തിന് കയറ്റിയപ്പം ചേട്ടൻ കെട്ടിയതും കുഞ്ഞമ്മ കെട്ടിയതെല്ലാം പൊട്ടിച്ചാ ചെല്ലിയോ കയറ്റിയത്? കൊച്ചിൻ്റെ അപ്പൻ ഇപ്പോഴും വീട്ടിലില്ലേ? ഉണ്ട്, പപ്പ വീട്ടിലുണ്ട്. എന്താ ബന്ധം പോവാൻ? പൊട്ടിയായിരുന്നല്ലോ. അങ്ങനൊന്നും പോകുന്ന ബന്ധമല്ല സഹോദര ഇത്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനൊന്നും പൊട്ടിച്ചെറിഞ്ഞാൽ പോകുന്ന ബന്ധമല്ല. ഈശ്വരൻ സ്ഥാപിച്ച വിവാഹം, ദൈവം സ്ഥാപിച്ച വിവാഹം. പിന്നെ എന്താ? എങ്ങനെ യോജിപ്പിച്ചു? ഉടമ്പടി. എന്തുടമ്പടി? ഇത് എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥി, ഇത് എൻ്റെ മാംസത്തിൽ നിന്ന് മാംസം. ആ ഉടമ്പടിക്കകത്ത് ഒളിഞ്ഞു കിടക്കുന്ന ഒരു രഹസ്യമുണ്ട് കുന്നന്താനമേ. എന്താ? അസ്ഥിക്ക് മാംസം കൂടാതെയോ മാംസത്തിന് അസ്ഥി കൂടാതെയോ ഭൂമിയിലൊരു ജീവിതമില്ല. ഉണ്ടോ? ഉണ്ടോ? ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ശരീരത്തിൽ അസ്ഥിയുണ്ട്, മാംസം ഒട്ടുമില്ലെന്നിരിക്കട്ടെ, പിള്ളേർ പൊക്കിയെടുത്ത് ലാബിൽ കൊണ്ട് തൂക്കിയിടും പഠിക്കാൻ. അങ്ങനല്ലേ? ഇനിയിപ്പോൾ മാംസമുണ്ട്, അസ്ഥി ഇല്ലെന്നിരിക്കട്ടെ, എഴുന്നേറ്റ് നിൽക്കുവോ?
ആണ്ട മൈദാമാവ് കുഴച്ചിട്ടിരിക്കുന്ന പോലെ അവിടെ കിടക്കും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അസ്ഥി മാംസം ഉണ്ടെങ്കിൽ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റൂ. ശരിയല്ലേ? ശരിയാണോ? ശരിയാ. എൻ്റെ അസ്ഥിയും എൻ്റെ മാംസവും തമ്മിൽ വേർപെടുന്ന ഒരു ദിവസമുണ്ട്. എന്നാ? എൻ്റെ മരണം. എൻ്റെ മരണത്തിൽ എൻ്റെ അസ്ഥിയും മാംസവും വേർപെട്ട് മണ്ണിൽ അരിഞ്ഞു ചേരുന്നത് പോലെ മരണത്താലല്ലാതെ ദൈവം യോജിപ്പിച്ചതിന് മനുഷ്യൻ വേർപിരിക്കാൻ കഴിയാത്ത പവിത്രമായ ബന്ധമാണ് ഈ പുസ്തകത്തിലെ ദൈവം സ്ഥാപിച്ച വിവാഹം. നാട്ടുകാർ പറയുന്ന പോലെ അടിച്ചു കളയടി അവനെ, അവനല്ലെങ്കിൽ മറ്റൊരുത്തൻ, അവളെയൊക്കെയാ വെടി വെക്കേണ്ടത്. അങ്ങനൊന്നും അടിച്ചു കളയാൻ പറ്റുന്ന ബന്ധമല്ല. ദൈവം യോജിപ്പിച്ചു. അവസാന കാലത്തോളം ഒന്നിച്ച് ജീവിക്കണം. പവിത്രമായ ബന്ധമാണ് വിവാഹം. അതാ ഈ പുസ്തകം പഠിപ്പിക്കുന്നത്. ഓടി നടന്ന് കെട്ടാനുള്ള വകുപ്പൊന്നും ഇതിനകത്തില്ലെന്ന് അതാ പറഞ്ഞത്. ഇപ്പൊ ചില സഹോദരന്മാരിപ്പം വെളിയുന്നുണ്ട്, ഉപദേശി പറഞ്ഞൊക്കെ കറക്റ്റാണ് കേട്ടോ, പക്ഷെ ഒരു കാര്യം കൂടെ ചേർത്ത് ഞങ്ങൾ പറയാം. എന്താണെന്നറിയാം, ഉപദേശി പറഞ്ഞ ശരിയാ, പക്ഷെ ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തോട്ട് വന്നാൽ തൻ്റേതല്ലാത്ത കാരണത്താൽ ഇപ്പം 4ാമത്തെ കെട്ടിയ ഒരു പെന്തിക്കോസുകാരി ഞങ്ങൾ കാണിച്ചു തരാം. ഒട്ടും പണക്കമില്ല, സത്യമാ. 10 കെട്ടിക്കാനും തയ്യാറായിട്ട് ചില പാത്രന്മാരും മനക്കെട്ട് നടക്കുക. അവന്മാർക്ക് സഞ്ചി വല്ലതും വീണാൽ മതി, അവന്മാർ കെട്ടിക്കും. പക്ഷെ അതുകൊണ്ട് പ്രമാണം മാറുമെന്ന് ആരും കുളിര് കൊള്ളണ്ട. പ്രമാണം മാറത്തില്ല. മനസ്സിലായോ? പിന്നെ ഇത് 1-2 അങ്ങനെയൊക്കെ. ഇപ്പം ഞാൻ കൊല്ലത്തുനിന്ന് വണ്ടി ഓടിച്ചാൽ വന്നേ. വരുന്ന വഴിയിൽ നോക്കിയപ്പം MC റോഡിൻ്റെ സൈഡിലൊക്കെ 1-2 വണ്ടി ഇടിച്ച് കിടക്കുന്നു. ഇപ്പോൾ 2 വണ്ടി അവിടെ ഇടിച്ച് കിടക്കുന്നു പറഞ്ഞ് റോഡിൽ പോകുന്ന വണ്ടി എല്ലാം ഇടിച്ചിടിച്ചാണോ പോകുന്നത്? ഇടിച്ചത് അവിടെ കിടക്കും. മര്യാദയ്ക്ക് പോകേണ്ടത് മര്യാദയ്ക്ക് പോയിക്കൊണ്ടിരിക്കും അല്ലേ? അതുകൊണ്ട് ഇടിച്ച വണ്ടിയെ നോക്കണ്ട, നേരെ പോകുന്നതിന് നോക്കി അങ്ങ് പോയാൽ മതി. അപ്പോൾ ശ്രദ്ധിച്ചേ. അപ്പോൾ ഇടിച്ചേക്കൊണ്ട് എന്ന് പറഞ്ഞാൽ ദൈവം യോജിപ്പിച്ചതിന് മനുഷ്യൻ വേർപിരിക്കരുത്. അങ്ങനെ വിവാഹം. അപ്പോൾ ഉലക ചരിത്രത്തിൽ ആദ്യത്തെ കല്യാണം, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ആകെ കൂടെ ഒരു ദൈവം, യഹോവയായ ദൈവം, ആകെ കൂടെ 2 മനുഷ്യൻ, ആദാം ഹവ്വ. അവർ സന്തോഷത്തോടെ കിഴക്ക് ഏതെങ്കിലും ഒരു തോട്ടമുണ്ടാക്കി അവിടെ ആക്കി വെച്ചു. അവർ സന്തോഷത്തോടെ ദൈവത്തെ ആരാധിച്ചു മുന്നോട്ട് പോയി. 1ാമത്തെ പാർട്ട് അവിടെ കഴിഞ്ഞു. അപ്പോഴാ ഭക്തൻ വിളിച്ചു പറയുന്നത്, ഇങ്ങനെ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ മൃഗതുല്യനായി മാറുന്നൊരു കാലം. അങ്ങനെ മാറുമോ? അത് തെറ്റല്ലേ ഇയാൾ പറഞ്ഞേക്കുന്നേ? തെറ്റല്ല. മനുഷ്യൻ മൃഗതുല്യനായി മാറുമോ? ഈ ഉപദേശി എന്താ പറയണേ? ഉപദേശി പറയുന്നത് എന്താണെന്ന് അറിയണമെങ്കിൽ ഓരോ ദിവസവും ഇന്ന് മലയാളികൾ കണി കണ്ടുണരുന്ന പത്രമാധ്യമങ്ങളിലെ വാർത്തകൾ എടുത്ത് വായിക്കൂ സഹോദര. നമ്മുടെ നാട്ടിലെ പട്ടിക്കും പൂച്ചയ്ക്കും ആടിനും മാടിനും ഇത് വായിക്കാനും ഇതൊക്കെ ഗ്രഹിക്കുവാനുമുള്ള കഴിവുണ്ടായിരുന്നെങ്കിൽ രാവിലെ സിറ്റൗട്ടി വീഴുന്ന മനോരമ തുറന്നു വെച്ചിട്ട് നമ്മുടെ നാട്ടിലെ മൃഗങ്ങൾ പോലും മനുഷ്യന്റെ മുഖത്ത് നോക്കി അയ്യയ്യയ്യയ്യയ്യേന്ന് കളിയാക്കുമായിരുന്നു അല്ലേ? എന്താ? മൃഗങ്ങൾ പോലും ചെയ്യാൻ അറയ്ക്കുന്ന മടിക്കുന്ന ഹീനകൃത്യങ്ങൾ ചെയ്തുകൊണ്ട് മനുഷ്യൻ മൃഗത്തെക്കാൾ അധപ്പതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാം ജീവിക്കുന്നു. എന്തേ മനുഷ്യൻ ഇങ്ങനായി? പ്രസവിച്ച് കിടക്കുന്ന ഒരു പട്ടിയുടെ അടുത്തോട്ട് ചെല്ല്, ആ പട്ടി നമ്മളെ കടിക്കാൻ പാഞ്ഞു വരും. വലിയ എന്താ? കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന അമ്മയുടെ പ്രതിരോധം പട്ടി കാണാം. മുട്ടയിട്ട് അടയിരിക്കുന്ന ഒരു കോഴിയുടെ അടുത്തേക്ക് ചെല്ല്, ആ അമ്മ കോഴി കൊത്താൻ പാഞ്ഞു വരും ചിറക് വിരിച്ച്. എന്താ? തൻ്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന അമ്മയുടെ പ്രതിരോധം ഒരു കോഴി കാണാം. കുന്നന്താനം ദേശമേ, മിണ്ടാപ്രാണിയായ പട്ടിയും കോഴിയും തൻ്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ മനോരമ തുറക്ക് ജനിപ്പിച്ച അപ്പന് സ്വന്തം പെൺകുഞ്ഞിനെ തിരിച്ചറിയാൻ വയ്യ. പ്രായപൂർത്തിയാകാത്ത പെൺകുഞ്ഞിനെ കൊണ്ട് നടന്ന് വിൽക്കുന്ന അമ്മമാർ സാക്ഷര കേരളത്തിൽ. എന്തേ ഇങ്ങനെയായി? പണ്ട് നമ്മുടെ നാട്ടിലെ അച്ഛന്മാര്, പള്ളിയിലെ അച്ഛന്മാരല്ല, പിള്ളേരുടെ അച്ഛന്മാര് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഈശ്വര പടച്ചവനെ ഭഗവാനെ എൻ്റെ പെൺകുഞ്ഞിനെ ഒരുത്തൻ്റെ കൈക്ക് പിടിച്ചേൽപ്പിക്കുന്നവരെ എൻ്റെ കണ്ണടയല്ലേ ഈശ്വര എന്ന് പ്രാർത്ഥിച്ച അച്ഛന്മാരുടെ നാടാ നമ്മുടെ നാട്. പക്ഷെ ഇന്ന് പത്രം തുറന്നാൽ ജനിപ്പിച്ച സ്വന്തം പെൺകുഞ്ഞിന് മക്കളെ സമ്മാനിക്കുന്ന അച്ഛന്മാർ ചാനൽ ചർച്ചകളിൽ വന്ന് നിൽക്കുക. എന്തു ചെയ്യും? എന്താ മനുഷ്യനിങ്ങനെ? പണ്ടൊക്കെ വീട്ടിൽ TV എന്ന ഉപകരണം വാങ്ങിയാൽ മാതാപിതാക്കൾ പിള്ളേരോട് പറയും, TV ഒക്കെ മേടിച്ചിട്ടുണ്ട്, വാർത്തയല്ലാതെ ഒരു പരിപാടി ഇട്ടേക്കരുത് അല്ലേ? എന്നാൽ ഇന്നത്തെ മാതാപിതാക്കൾ പിള്ളേരോട് പറയും, TV ഒക്കെ ഇരിപ്പുണ്ട്, വേണേ 2 സീരിയൽ കണ്ടോ, വാർത്ത ഇട്ടേക്കരുതെന്ന് പറയും. എന്താ? വാർത്തകളിൽ ചാനലുകളിൽ നടക്കുന്ന അന്തി ചർച്ചകൾ കണ്ടിട്ട് പിള്ളേർ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയാൻ വയ്യാതെ വിഷമിക്കുക. ചാനലിൽ വന്നിരുന്ന് ചേട്ടന്മാരും ചേച്ചിമാരും കഥ വിളമ്പുക. ഹരിത കേരളം സരിത കേരളമായി പോയി.
പിള്ളേർ ഇതെല്ലാം കണ്ടിട്ട് ചോദിക്കും, ആ ചേച്ചി ഏതാ? അയ്യോ വല്ലതും പറയാൻ നോക്കൂ. ഒന്നും വാർത്ത കാണണ്ട. അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്ക് വന്നെത്തി നിൽക്കുക. പണ്ടൊക്കെ ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ അമ്മമാര് മാർക്കറ്റിൽ പോകുമ്പോൾ അയലത്തെ വീട്ടിൽ കൊച്ചിനെ, ഉണ്ണിച്ചേട്ടാ കൊച്ചു പിടിരിക്കട്ടെ, ഞാൻ മാർക്കറ്റ് വരത്തിന് പോയിട്ട് വരാവേ, അയലത്തെ വീട്ടിൽ ഏൽപ്പിച്ചിട്ട് മാർക്കറ്റിൽ പോകുന്ന അമ്മമാരുണ്ടായിരുന്നു നാട്ടിൽ. ഇന്ന് സ്വന്തം അപ്പൻ്റെ അടുക്കൽ പെൺകുഞ്ഞിനെ നിർത്തിയേച്ച് മാർക്കറ്റ് വരെ ഒന്ന് പോയേച്ച് വരാം ധൈര്യമില്ലാത്ത അമ്മമാരുടെ നാടായി സാക്ഷര കേരളം വഴിമാറി. ഇവിടെ ഇന്ന് പേടിക്കേണ്ടത് മൃഗങ്ങളെയല്ല, ഇരുകാലി മനുഷ്യനെയാണ്. വാർത്തകൾ അവസാനിക്കുന്നില്ല. 4 മാസം മുമ്പ് അഞ്ചലിനടുത്ത് ഒരു 7 വയസ്സുകാരിയായ പെൺകുഞ്ഞ് കൊച്ചച്ഛന്റെ കൈവിരൽ തുമ്പി പിടിച്ചുകൊണ്ട് സ്കൂളിലേക്ക് പോവുക. എന്നെ കേൾക്കുന്ന മാന്യ സഹോദരങ്ങളെ, ഒരു നിമിഷം ചിന്തിച്ചേ. കൊച്ചച്ഛന്റെ കൈവിരൽ തുമ്പി പിടിച്ചുകൊണ്ട് സ്കൂളിലേക്ക് പോകുന്ന ഈ 7 വയസ്സുകാരുടെ ഹൃദയത്തിലെ ചിന്ത എന്തായിരിക്കുമെന്ന് നിങ്ങൾ ആരെങ്കിലും ഇന്ന് വരെ ആലോചിച്ചിട്ടുണ്ടോ? എന്തായിരിക്കും ആ കുഞ്ഞിന്റെ ചിന്ത? ഞാൻ എൻ്റെ അച്ഛൻ്റെ കയ്യിലാണ് പിടിച്ചിരിക്കുന്നത്. ഈ യാത്രയിൽ എനിക്കൊരു ദോഷവും വരത്തില്ല. ഈ യാത്രയിൽ എന്നെ ആരും ഒന്നും ചെയ്യത്തില്ല. ഒരു ധൈര്യത്തോടെ 7 വയസ്സുകാരിയായ കുഞ്ഞ് സ്കൂളിലേക്ക് പോവുക. ആളൊഴിഞ്ഞ ഒരു പ്രദേശം എത്തിയപ്പോൾ 7 വയസ്സുകാരി കുഞ്ഞിൻ്റെ ശരീരത്തിൽ എന്ത് കണ്ടിട്ടാണ് അവൻ ആവേശം കൊണ്ടതെന്ന് എനിക്കറിയില്ല. ആ 7 വയസ്സുകാരിയെ ക്രൂരമായി പീഡിപ്പിച്ച് കൊന്നുകളയുക മാത്രമല്ല, മരിച്ചതിനനന്തരം ആ മൃതദേഹത്തിൽ പോലും പീഡനത്തിന്റെ ചിത്രം അഴിച്ചുവിട്ട് പൊന്തക്കാട്ടിലേക്ക് വലിച്ചെറിയപ്പെട്ട 7 വയസ്സുകാരിയുടെ മൃതശരീരം ഹൃദയം കീറി മുറിക്കുന്ന വേദനയോടെ അല്ലാതെ മനുഷ്യനെന്ന് പേരുള്ള ഒരുത്തനും കാണാൻ കഴിയില്ല. നോക്ക്, ഒരു 7 വയസ്സുകാരിക്കും 3 വയസ്സുകാരിക്കും സ്വന്തം വീട്ടിനകത്ത് പോലും സുരക്ഷിതമല്ലാത്ത കാലത്തിലേക്ക് നമ്മുടെ നാട് വഴിമാറിയെന്ന സാക്ഷരത നാട്. അപ്പൊ എന്താ ഇവിടെ ഈ മനുഷ്യനെ, ഈ മൃഗതുല്യനായ ധാർമ്മിക അധപ്പതനത്തിൽ നിന്നും ഇവിടെ ആർക്കും എന്താ രക്ഷിക്കാൻ കഴിയാത്ത? എന്താ ഈ മനുഷ്യനിങ്ങനെ ആയേ? അതറിഞ്ഞിട്ട് വേണ്ടേ രക്ഷിക്കാൻ? എന്താ മനുഷ്യനിങ്ങനെ ആയേ? അതിന്റെ കാരണത്തിലേക്കാണ് വേദപുസ്തകം അടുത്ത ചിന്ത കൊണ്ടുപോകുന്നത്. ഏദൻ പൂങ്കാവനത്തിൽ ഈശ്വരനെ ആരാധിപ്പാൻ സൃഷ്ടിച്ചു വെച്ച ആദമും ഹവ്വയും സൃഷ്ടാവായ ദൈവത്തിൽ നിന്നും സൃഷ്ടിയായ ഈ മനുഷ്യനെ അകറ്റുവാൻ ഇടയ്ക്കൊരു വില്ലൻ രംഗപ്രവേശനം ചെയ്തു. ശുദ്ധ തിരുവെഴുത്ത് അവനെ വിളിക്കുന്ന പേരാണ് ലൂസിഫർ. ചിലർ ചോദിക്കും, ലൂസിഫർ എന്ന് ഏത് അധ്യായത്തിലാണ് പാസ്റ്ററെ? അത് ഇംഗ്ലീഷ് വേർഡാ. അതിൻ്റെ മലയാളം ഡിക്ഷണറി അടിച്ചു നോക്കുമ്പോൾ കിട്ടും ശുക്ര നക്ഷത്രം. എന്നിട്ട് യെശയ്യാവ് 14:12 നോക്കണം, അവിടെ കിടപ്പുണ്ടവൻ. അപ്പൊ ശ്രദ്ധിച്ചേ, ആരായി ലൂസിഫർ? ഉപദേശം ഇച്ചിരി മുമ്പ് പറഞ്ഞു ആകെ കൂടെ 2 മനുഷ്യൻ ആദാമവ, ആകെ കൂടെ ഒരു ദൈവം യഹോവയായത്. ഇതിൻ്റെ ഇടയ്ക്ക് ഈ ലൂസിഫർ എടുത്തു. ചരിത്രം അല്പം പുറകോട്ട് പഠിക്കാം. ചോദ്യചിഹ്നം വിട്ട് ഞാൻ നിർത്തി. ഭൂമി പാഴും ശൂന്യവും ആയിത്തീർന്നെന്ന്. എങ്ങനെ ആയിത്തീർന്നു? അവിടെയാണ് ദൂതന്റെ പതനം. മനുഷ്യവർഗത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് പടച്ചവൻ സൃഷ്ടാവ് ദൂതസംഘത്തെ സൃഷ്ടിച്ചു. അതിലൊരുവനാണ് ലൂസിഫർ. അവനെക്കുറിച്ച് പണ്ഡിതന്മാർ വിലയിരുത്തുന്ന 1-2 ചിന്തകൾ പറയാതെ വയ്യ. ഒരു ചെറിയ കൂട്ടം പണ്ഡിതന്മാർ പറയുന്നു അവൻ വെളിച്ചദൂതനാ, വെട്ടുകൊണ്ട് വെളിച്ചം പോയി ഇരുട്ടായി. എന്നാൽ വലിയ കൂട്ടം പണ്ഡിതന്മാരും പറയുന്നു അവൻ പാട്ട് സംഘത്തിന്റെ നേതാവ്. ഇപ്പോഴത്തെ കമ്പ്യൂട്ടർ പിള്ളേരുടെ ഭാഷ പറഞ്ഞാൽ വർഷിപ്പ് ലീഡർ അവനായിരുന്നു. അവന് വെട്ടുകൊണ്ടപ്പോൾ ആ കസേര എന്ത് ചെയ്തു? ഒഴിഞ്ഞു. അതുകൊണ്ട് ഇപ്പം പരസ്യം വരുന്നുണ്ട് ഗുഡ് ന്യൂസിലും അല്ലേലിയായാലും ഒക്കെ. വർഷിപ്പ് ലീഡറെ അവന്റെ കസേര ഫില്ല് ചെയ്യാൻ വേണ്ടി. വേദപുസ്തകത്തിൽ ഇല്ലാത്ത തസ്തികയൊന്നും ആരും ഉണ്ടാക്കരുത്. പാട്ടിന് ലീഡറാകാം, തെറ്റൊന്നുമില്ല. ഇവർ ലീഡ് ചെയ്ത് പാടി, നമ്മൾ ഏറ്റുപാടി, അവർ മുമ്പേ പാടി, നമ്മൾ കൂടെ പാടി, നല്ലത്. വർഷിപ്പ് എന്ന് പറഞ്ഞാൽ ആരാധന. ആരാധനയ്ക്ക് ലീഡർ ഉണ്ടോ അച്ഛാ? ഉണ്ടോ അച്ഛാ? ആരാധനയ്ക്ക് ലീഡർ ഇല്ല അച്ഛാ. അമ്മേ, ലീഡ് ചെയ്ത് ആരാധിപ്പിക്കുന്നതല്ല ആരാധന. നീ മനസ്സോടെ ദൈവത്തിന് കൊടുക്കുന്നതിൻ്റെ പേരാണ് ആരാധന. എന്ത് കൊടുക്കണം? എന്തിനു കൊടുക്കണം? കഴിഞ്ഞ ഒരാഴ്ചക്കാലം എന്നെ നടത്തിയ ദൈവം, എന്നെ പോറ്റി പുലർത്തിയ ദൈവം, അനർത്ഥങ്ങളിൽ നിന്ന് വിടുവിച്ച ദൈവം, മനോരമയുടെ ചരമക്കോളത്തിൽ ഒട്ടിപ്പോകാതെ എൻ്റെ പ്രാണനെ കാത്ത ദൈവം, എൻ്റെ കണ്ണിനെ കണ്ണുനീരിന്ന്, എൻ്റെ കാലിനെ വീഴ്ചയെന്ന്, എൻ്റെ പ്രാണന് മരണത്തിൽ നിന്ന്, സർവോപരി നരകശിക്ഷയെന്ന് എൻ്റെ പേര് വെട്ടി ജീവന്റെ പർദീസയ്ക്ക് അവകാശിയാക്കി തീർക്കുവാൻ കാൽവരിയുടെ കൊലക്കളത്തിൽ എൻ്റെ യേശു എനിക്ക് വേണ്ടി അനുഭവിച്ച മഹായാഗത്തെ ഓർത്താൽ ആര് കൈയടിച്ചില്ലേലും, ആര് പാടിയില്ലേലും, ആര് സ്തുതിച്ചില്ലേലും എനിക്കെൻ്റെ ദൈവത്തെ ആരാധിക്കണം ഹൃദയത്തിനകത്ത് ചിന്തിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ തീരുമാനിച്ച്
അല്ലേ? നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ആലയത്തിൽ വന്ന് വാതുറന്നു കൊടുക്കുന്ന ഒരു ഒറ്റ സ്തോത്ര യാഗമുണ്ടല്ലോ, അതാ ദൈവത്തിന് പ്രസാദമുള്ള ആരാധന. അല്ലാതെ ഒരുത്തൻ ഇങ്ങോട്ട് കയറി തുതിച്ചാട്ടെ, പോരാ 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 പോരാ, എവനാ തീരുമാനിക്കുന്ന പോരാന്ന്? അവൻ ദൈവത്തിന്റെ കണക്കപ്പിള്ളയാ, പോരാ അവനാണോ തീരുമാനിക്കുന്നത്? അതിന് ചില സംഘാടകരും കൂടെ പറയണം രണ്ട് വാക്ക്. എന്താണെന്നറിയാമോ? മര്യാദയ്ക്ക് കൊയറ് പാടി തീർന്നു, വേണ്ടവൻ ആരോപിച്ചോട്ടെ. ഇവര് മര്യാദയ്ക്ക് പാടി നിർത്തിയ ചില സംഘാടകരുണ്ട്, പിറ്റേന്ന് വന്നിട്ട് അതെ ഇന്നലെ നിങ്ങളെ വർഷിപ്പ് അത്ര അങ്ങോട്ട്, നാളെ ഇച്ചിരൂടെ ഒന്ന് മൂപ്പിക്കുക. ഇവനെ ആദ്യം എടുത്ത് കടലയിലിടണം. മൂപ്പിക്കാണോ? നിനക്ക് വേണമെങ്കിൽ നീ ദൈവത്തെ ആരാധിക്കണമെന്ന്. സ്തോത്രം. ഇപ്പൊ ചില കോമാളി പിള്ളേരൊക്കെ ഇറങ്ങി ഇതിനെയൊക്കെ ഇങ്ങനെ വികൃതമാക്കി. പിള്ളേരിങ്ങോട്ട് കയറി എന്നിട്ട് അടുത്തിരിക്കുന്നവർ നോക്കി പല്ലിളിച്ചേ ഈ മസിലൊക്കെ അങ്ങ് വിടാൻ പറഞ്ഞ് ഒന്ന് കുലുക്കേ, ഇവനെയൊക്കെ എടുത്ത് ദൂരെ കളയണോ? സ്തോത്രം. കൈ പിടിച്ചു. ഇതൊന്നും ദൈവസഭയ്ക്കില്ലെന്നേ. പിതാക്കന്മാരുടെ കാലഘട്ടത്തിൽ വിശുദ്ധിക്കും വേർപാടിനും വേണ്ടുന്ന ദൈവസഭയ്ക്കകത്തൊന്നും ഇമാതിരി കോമാളികളെ കയറ്റത്തില്ല. അതെങ്ങനെ? ഇപ്പൊ കൃപയുള്ളവരൊന്നും പാടി ആർക്കും ആത്മാവ് ഇറങ്ങത്തില്ലല്ലോ. ഇപ്പോൾ ആത്മാവ് ഇറങ്ങണമെങ്കിൽ സ്റ്റാർ സിംഗർ വരണം. കണ്ടതിനും കേട്ടതിനും ഒക്കെ പാടി നടക്കുന്ന ഗുണപ്പെടാത്ത ചീഫൻ ദേവസിയൊക്കെ ഇങ്ങോട്ട് വന്ന് ഈ കീബോർഡിൻ്റെ അറ്റത്ത് മത്താപ്പവും കത്തിച്ച് അങ്ങോട്ട് കത്തിച്ച് സ്റ്റേജിൽ കിടന്ന് തകടന്ന് അടിക്കുമ്പോഴത്തേക്ക് ഇവിടെ ഉപദേശിമാർ കിടന്നങ്ങ് 100 110 ചുമ്മാ ഭൂതമാന്ന്. ആമേൻ. ഭൂതങ്ങളെല്ലാം. സ്തോത്രം. എന്നാ സ്തോത്രമൊക്കെ പോയ നാട്ടുകാരെ പറഞ്ഞപ്പോൾ വലിയ ഇഷ്ടമാണല്ലോ. ഉമ്മ ബോധമില്ല, ഉമ്മ കിടന്ന് കട. സ്തോത്രം. വേദപുസ്തകത്തിലൊരു പാട്ടുകാരനുണ്ട്, ജീവിതത്തിൽ ഒത്തിരി കുറവും കുറ്റമുള്ള ഒരു മനുഷ്യൻ. ആരാ? ദാവീദ്. വ്യക്തി ജീവിതത്തിൽ ഒത്തിരി കുറവുള്ള മനുഷ്യനാ. പക്ഷെ ദൈവത്തോടൊരു ഉടമ്പടി ചെയ്തു. അന്യദേവന്റെ നാമം ഞാൻ എൻ്റെ നാവിൻ തുമ്പത്തെടുക്കത്തില്ല. അവനാ ദൈവത്തിന്റെ പാട്ടുകാരൻ. കർത്താവിന് വേണ്ടി മാത്രം പാടുന്ന ദൈവ കുഞ്ഞുങ്ങൾ ദൈവസഭയ്ക്കകത്തുണ്ട്. അവരൊക്കെ പാടിയാൽ ചിലപ്പോൾ ശ്രുതിയും സംഗതിയും ഷഡ്ജും ഒന്നും വരത്തില്ലെന്നുള്ളൂ, പരിശുദ്ധാത്മാ പറക്കും. മറ്റേത് ശ്രുതിയും ഷഡ്ജും ഒക്കെ വീഴും, ആത്മസാന്നിധ്യ പൊടി പോലും കാണത്തില്ല, ഭൂതം കടന്നതുള്ളൂ. ആമേൻ. ഇപ്പൊ ചില പള്ളിക്കൊക്കെ റിമീട്ടോമയാ ആത്മാ പറക്കുന്നത്. എന്തുകൊണ്ടാത്? ചിലർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പാസ്റ്റർ ഒന്നും പറയല്ലേ, അത്രയെങ്കിലും പറഞ്ഞില്ലേ, എനിക്ക് ഉറക്കം വരത്തില്ല. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട, വിഷയം ഒന്നും മാറത്തില്ല, വിഷയത്തിലോട്ട് തന്നെ വരിക. അപ്പൊ നോക്കേ, ഈ ദൂതസംഘത്തിൽ ഒരുവൻ, ഇവന്റെ ഹൃദയത്തിനകത്തൊരു ചിന്ത. എന്താ ചിന്ത? അത്യുന്നതന്റെ സിംഹാസനത്തിന്റെ മീതെ ഞാനിരുന്നരുളും. നല്ല നാടൻ നാട്ടുഭാഷ പറഞ്ഞാൽ ദൈവം ഇരിക്കുന്ന ആ കസേരയിൽ ഞാനും ഒന്ന് ഇരിക്കും. അന്ന് ഈ ആരാധന മൊത്തം എനിക്ക് കിട്ടുമെന്ന്. അയ്യോ, അന്ന് തുടങ്ങിയതാ കസേരക്കടി. ഇന്നും തീർന്നിട്ടില്ല. എവന്റെ വർഗത്തിൽപ്പെട്ടത് ഇന്നും കസേരക്കടിച്ചുകൊണ്ട് നടക്കുക. വർഷാവർഷം കുമ്പനാട്ടും മുളക്കുഴയും പുനലൂരും പോയി നോക്കിയാൽ എവന്റെ വർഗത്തിൽപ്പെട്ടത് വെള്ളയുടുപ്പ് ഇട്ടുകൊണ്ട് നിരന്ന് നിൽക്കുന്നത് കാണാം കസേരക്കടിക്കാൻ. കറണ്ട് പോയോ വച്ചാ? സ്തോത്രം. ഇതിനകത്തിരിക്കുന്ന ദൈവദാസന്മാരോട് അധികാരത്തോടെ പറയാം, വചനപ്രകാരം ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയാണ് നാമധേയ കൂട്ടങ്ങൾ അല്ലെങ്കിൽ പാരമ്പര്യങ്ങൾ വിട്ട് പെന്തക്കോസ്തിനകത്ത് വന്നതെന്ന് നിങ്ങൾ നാവ് കൊണ്ട് പറയുന്നെങ്കിൽ, ഈ പുസ്തകത്തിലെ വചനപ്രകാരം പഴയ നിയമവും പുതിയ നിയമവും അടിസ്ഥാനപ്പെടുത്തി തെളിയിച്ചു പറയുന്നു. ആമേൻ. ദൈവസഭയ്ക്കകത്ത് നടക്കുന്ന ഇലക്ഷൻ ദൈവികമല്ല. തെളിയിക്കണോ? തെളിയിക്കാം. പഴയ നിയമം ആദ്യം വായിച്ചു കൊടുച്ചാ 1 ശമൂവേൽ 15:23 വായിച്ചുകൂടെ? ഇപ്പൊ അറിയാം ശരിയാണോ തെറ്റാണോ എന്ന്. വായിച്ചുകൂടെ? ഇനി തെളിയിക്കാതെ പോയ ചിലർ പറയും പുള്ളി ആവേശത്തോടെ പറഞ്ഞിട്ട് പോയി, കാര്യം പറഞ്ഞിരുന്നോ? തെളിയിക്കാം. 1 ശമൂവേൽ 15:23 ഉറക്കെ വായിച്ചുകൂടെ? വേഗം. ഇല്ല ഞാൻ വായിക്കാം, അങ്ങനെ തന്നെ ആണോ എന്ന് പറഞ്ഞാൽ മതി. മത്സരം, ആഭിചാരം. വായിച്ചോ? കിട്ടിയോ? മത്സരം, ആഭിചാരദോഷം പോലെയും ശാഠ്യം, മിഥ്യാപൂജയും വിഗ്രഹാരാധനയും പോലെയും ആകുന്നു. നിൽക്കട്ടെ, ഇനി പുതിയ നിയമം മർക്കോസ് എടുത്തുപോയി വാക്യം പറയാം. നോക്ക, മത്സരം, ആഭിചാരം പോലെ. ചോദ്യം, പെന്തിക്കോസ് സഭയ്ക്ക് ആഭിചാരം ചെയ്യാൻ അനുവാദമുണ്ടോ? വാ തുറന്ന് പറയണം. ഇല്ലല്ലോ. അങ്ങനെ ഒരുത്തൻ ചെയ്താൽ അവൻ നിത്യത പോവൂ? ഉറക്കെ പറ. ഇല്ലല്ലോ. അങ്ങനെങ്കിൽ കസേരയ്ക്ക് വേണ്ടി മത്സരിക്കുന്ന, കൂട്ടു സഹോദരന് വിരോധമായി മത്സരിക്കുന്ന സകല മത്സരവും ആഭിചാരമാണ്. കസേരയ്ക്ക് വേണ്ടി മത്സരിക്കുന്ന ഒരുത്തനും റവയായാലും മൈദായാലും ദൈവരാജ്യം കണി കാണത്തില്ല.
പഴയ നിയമം ആയതുകൊണ്ട് ചിലർക്ക് അങ്ങോട്ട് ദഹിക്കുന്നില്ല. പുതിയ നിയമം മാർക്കോസ് 10:35 യേശുക്രിസ്തു സ്വന്തം നാവ് കൊണ്ട് പറഞ്ഞ കൽപ്പന അങ്ങോട്ട് കേൾപ്പിക്കാം. വായിച്ചോ, മാർക്കോസ് 10:35. സെബദിയുടെ മക്കളായ യാക്കോബും യോഹന്നാനും അവന്റെ അടുക്കൽ വന്ന്. ഇവിടെ പറയുന്ന അവൻ ആരെന്നറിയാമോ? യേശുക്രിസ്തു. ഇങ്ങോട്ട് ശ്രദ്ധിച്ചോ, പുള്ളി വായിച്ചോളൂ. ഇങ്ങോട്ട് ശ്രദ്ധിച്ചോ. 12 ശിഷ്യന്മാര് 2 സെബദി മക്കൾ അവർ യേശുവിന്റെ അടുക്കൽ വന്നു അവനോട്, ഗുരു, ഞങ്ങൾ നിന്നോട് യാചിപ്പാൻ പോകുന്നത് ഞങ്ങൾക്ക് ചെയ്തു തരുവാൻ അപേക്ഷിക്കുന്നു. ഒരു വരം ചോദിക്കാൻ യേശുവിന്റെ അടുക്കൽ വന്നു 2 10 ഇത് കണ്ടുകൊണ്ട് മാറി നിൽക്കുക. അവനവരോട്, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചു. എന്ത് വേണം ചോദിച്ചു. നിന്റെ മഹത്വത്തിൽ ഞങ്ങളിൽ ഒരുത്തൻ നിന്റെ വലത്തും ഒരുത്തൻ ഇടത്തും ഇരിപ്പാനും വരം നൽകണമെന്ന് അവർ പറഞ്ഞു. യേശു അവരോട്, നിങ്ങൾ യാചിക്കുന്നത് ഇന്നത് എന്ന് നിങ്ങൾ അറിയുന്നില്ല. നിങ്ങൾ എന്തുവാ ചോദിക്കുന്നതെന്ന് വല്ല പിടിയുണ്ടോ? ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിപ്പാനും ഞാൻ ഏൽക്കുന്ന സ്നാനമേൽപ്പാനും നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിച്ചതിന് കഴിയും എന്ന് അവർ പറഞ്ഞു. യേശു അവരോട്, ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കുകയും ഞാൻ ഏൽക്കുന്ന സ്നാനമേൽക്കുകയും ചെയ്യും നിശ്ചയം. അടുത്ത വാക്ക് ശ്രദ്ധിച്ചോണം. ചോദിച്ച ചോദ്യത്തിന്റെ മറുപടി ഇനി പറയാ യേശു. എന്റെ വലത്തും ഇടത്തും ഇരിപ്പാൻ വരം നൽകുന്നതോ എന്റേതല്ല, ആർക്ക് ഒരുക്കിയിരിക്കുന്നുവോ അവർക്ക് കിട്ടും എന്ന് പറഞ്ഞു. അത് ഇപ്പൊ ഒന്നും നേരത്തെ അഡ്വാൻസ് ഒന്നും തരാൻ പറ്റത്തില്ല. ആർക്ക് ഒരുക്കിയിരിക്കുന്നു അവർക്ക് കിട്ടുമെന്ന് ചോദിച്ചതിന്റെ മറുപടി പറഞ്ഞു. ശ്രദ്ധിച്ചു കേട്ടോണം. 12 10 നോക്കി നിൽക്കുമ്പോൾ 2 വരം ചോദിക്കാൻ പോയി. യേശു പറഞ്ഞു, അതൊന്നും ഇപ്പൊ പറയാൻ ഒക്കത്തില്ല, ഒരുക്കി അവർക്ക് കിട്ടും. ഇത് കേട്ടപ്പോൾ ഈ 2 നമ്മുടെ നാട്ടുഭാഷ പറഞ്ഞാൽ 2 ചമ്മിപ്പോയി. കേട്ടോണേ, 10 ഇത് കണ്ടോണ്ട് നിൽക്കുക. വരം ചോദിക്കാൻ പോയ 2 ചമ്മി വരുന്നു. ഇത് കണ്ടിട്ട് ഈ 10 ഈ 2 എന്ത് തുടങ്ങി? നീരസം. വായിച്ചോ, ഇത് കഥയൊന്നും അല്ല, അതിനകത്ത് എഴുതിയിട്ടുണ്ട്. വായിച്ചു. അതിനുശേഷം 10 പേരും കേട്ടിട്ട്, അതിനുശേഷമല്ല, അത് ശേഷം 10 പേര് കേട്ടിട്ട് യാക്കോബിനോടും യോഹന്നാനോടും നീരസപ്പെട്ടു തുടങ്ങി. വരം ചോദിക്കാൻ പോയാ ചമ്മി പോയി, നീരസപ്പെട്ടു തുടങ്ങി. ഇത് യേശു കണ്ടു. ഈ 10 ഈ നീരസം യേശു കണ്ടു. യേശു അവരെ അടുക്കൽ വിളിച്ച് അവരോട്, യേശു ആ 10 ഇങ്ങോട്ട് അടുക്കൽ വിളിച്ചിട്ട് പറഞ്ഞു, ജാതികളിൽ അധിപതിയായവർ അവരിൽ കർത്തൃത്വം ചെയ്യുന്നു. ഇങ്ങോട്ട് നോക്ക്. ജാതികളിൽ എന്ന് പറഞ്ഞാൽ എന്തുവാ? വേദപുസ്തക പ്രകാരം 3 കൂട്ടർ ഉലകത്തിലുണ്ട്. 1 യഹൂദൻ. ആരെങ്കിലും ഉണ്ടോ എന്റെ പപ്പ യഹൂദനാന്നുള്ളവര്? കൈ ഉറക്കെ പൊക്കിപ്പിടി കാണട്ടെ. ഇല്ല. എന്റെ പപ്പയുടെ പപ്പ യഹൂദൻ ഇല്ല. വല്യപ്പച്ചൻ ഇല്ല. മുത്തച്ഛൻ ഇല്ല. മുതുമുത്തച്ഛൻ ഇല്ല. വലിയ കോളറൊന്നും പിടിക്കണ്ട. യഹൂദനല്ലാത്ത സകല എണ്ണത്തെയും ദൈവം വിളിച്ചിരിക്കുന്ന പേര് ജാതികൾ. ഞങ്ങൾ വലിയ മുളമൂട്ടിൽ ഒന്നും പറയണ്ട, ജാതികൾ അല്ലേ. 3ാമത്തെ ഒരു കൂട്ടരുണ്ട് ബൈബിളിൽ, പേര് ദൈവമക്കൾ. അപ്പോ നോക്ക്, യഹൂദനാരും ഇല്ലെന്ന് പറഞ്ഞല്ലോ, അവരെ മാറ്റി നിർത്തി. ദൈവം പറയാ ജാതികൾ. ജാതികൾ അധിപതിയായവർ അവർ കർത്തൃത്വം ചെയ്യുന്നു. ലോകത്തെ കുറിച്ച് കർത്താവ് പറയാ, ലോകത്ത് നടക്കുന്ന നാട്ടു നടപ്പ് അവരിൽ ഒരുത്തൻ അധിപതിയായി മറ്റുള്ളവരുടെ മേൽ കർത്തൃത്വം നടത്തുന്നു. അടുത്തത്, അവരിൽ മഹത്വക്കളായവർ അവരുടെ മേൽ അധികാരം നടത്തുന്നു. അവരിൽ ഒരുത്തൻ മഹത്വാനിരുന്നിട്ട് മറ്റവരുടെ മേൽ എന്ത് ചെയ്യുന്നു? അധികാരം നടത്തുന്നു. അടുത്ത വാക്ക് എന്ന് നിങ്ങൾ അറിയുന്നു. നിങ്ങളുടെ ഇടയിൽ അങ്ങനെ അരുത്. എന്താരും മിണ്ടത്? നിങ്ങളുടെ ഇടയിൽ അങ്ങനെ ആ പരിപാടി വേണ്ട. അത് ലോകത്ത് നടന്നോട്ടെ, ലോകക്കാർ ചെയ്തോട്ടെ, അവരിൽ ഒരുത്തൻ അധികാരത്തിരുന്ന് മറ്റുള്ളവരെ ഭരിച്ചോട്ടെ. നിങ്ങളുടെ ഇടയിൽ ആ പരിപാടി വേണ്ട. ഇതിന് വ്യാഖ്യാനം വല്ലതും വേണോ? എന്ത് ഉപദേശിമാരും മിണ്ടാത്ത? ഇതിന് കൊട പിടിക്കുന്നവനെല്ലാം തീക്കകത്ത് പോയി വീഴത്തേ ഉള്ളൂ. കാരണം പ്രാണനാഥം നേരിട്ട് പറഞ്ഞ കൽപ്പനയെ തെറ്റിച്ചിട്ടാണ് വചനപ്രകാരം. ചുമ്മാ പോടൂ, വട്ടത്തരം പറയാതെ. ആമേൻ. നിങ്ങളുടെ ഇടയിൽ അങ്ങനെ അരുത്. പിന്നെ നിങ്ങൾ എങ്ങനെ വേണം? അടുത്ത വാക്ക്, നിങ്ങളിൽ മഹാനാകുവാൻ ഇച്ഛിക്കുന്നവൻ, നിങ്ങളിൽ ഒരുത്തൻ അധികാര സ്ഥാനത്ത് വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളുടെ ശുശ്രൂഷക്കാരനാകുക. അവൻ അടുത്തവന് ശുശ്രൂഷക്കാരനായിരിക്കാൻ പറഞ്ഞു. അടുത്തത്, നിങ്ങളിൽ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവൻ എല്ലാവർക്കും, നിങ്ങളിൽ ആരെങ്കിലും സൂപ്രണ്ടാകാൻ ഇച്ഛിക്കുന്നെങ്കിൽ അവൻ എല്ലാവർക്കും ദാസനാകണം. ദാസനാകാൻ പറഞ്ഞു. ഒക്കുവോ? അതാ യേശുവിന്റെ പഠനം. എന്താരും മിണ്ടുന്നില്ല. നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലേലും വചനം സത്യമാണ്. അതേ നടക്കത്തുള്ളൂ. ഈ വചനപ്രകാരമേ ദൈവം ന്യായം വിധിക്കത്തുള്ളൂ. ഈ വചനം ആർക്കു വേണ്ടിയും മാറ്റത്തില്ല, മുഖവക്ഷം ഇല്ല. ഇത്രയും പറഞ്ഞ് തിരിച്ചു വരാം. അപ്പോൾ ഹൃദയത്തിനകത്ത് അധികാരം മോഹിച്ചവൻ ലൂസിഫർ. വേദപുസ്തകം പറയുന്നു, എൻ്റെ ദൈവം ഹൃദയത്തിന്റെ നിരൂപണങ്ങളെ
ദൂരെ നിന്ന് ഗ്രഹിക്കുന്ന മഹാദൈവം ഇവന്റെ ഹൃദയത്തിന്റെ നിരൂപണം അറിഞ്ഞു വെട്ടി ഭൂതലത്തിൽ പതിച്ചു ഭൂമി പാഴും ശൂന്യവുമായി തീർന്നു. അവനാണ് ഇരുട്ടിന്റെ ആത്മാവ് ലൂസിഫർ. അവിടെയാണ് ദൈവം കിഴക്ക് ഏതെങ്കിലും തോട്ടമുണ്ടാക്കി ആദമൗവ ദമ്പതികളെ ആക്കി വെച്ചിരിക്കുക. സുട്ടാവായ ദൈവത്തിൽ നിന്നും സുട്ടിയായ മനുഷ്യനെ അകറ്റിക്കളയുവാൻ ഈ ഇരുട്ടിന്റെ ആത്മാവ് ആമെ രംഗപ്രവേശനം ചെയ്തു. ദൈവം സൃഷ്ടിച്ച ഒരു സുട്ടിയായ പാമ്പിലൂടെ തോട്ടത്തിലേക്ക് നുഴഞ്ഞു കയറി. ഔവാമ്മച്ചിയോട് കൊച്ചു വർത്താനം, എന്നാ ഉണ്ടമ്മച്ചി? ഓ ഇങ്ങനെയൊക്കെ അങ്ങ് പോന്നു പാമ്പൻ ചേട്ട. ചുരുക്കി പറഞ്ഞ കൊച്ചു വർത്താനം പറഞ്ഞ അനന്തരം ദൈവം അരുത് എന്ന് കൽപ്പിച്ചത് മനുഷ്യനെ കൊണ്ട് ചെയ്യിച്ചു. അരുതെന്ന് പറഞ്ഞ വൃക്ഷഫലം തിന്നു. വേദപുസ്തകം പറയുന്നു മനുഷ്യൻ പാപിയായി. ഇത് പറയുമ്പം കുന്നന്താനത്ത് ചിലർക്കൊക്കെ ഒരു ചിരി വരാൻ സാധ്യതയുണ്ട്. കാരണം പണ്ട് ഞാൻ ഈ അടുത്ത സമയത്ത് മലപ്പുറത്തൊരു യോഗം കഴിഞ്ഞ് മലബാർ മേഖലയിൽ യോഗം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കുക. ഞാൻ ചോദിച്ചു എന്താ ചേട്ടാ? അല്ല എന്തോ ഒരു കളിയാ? ഓ ഒന്നുമില്ല. അല്ല കാര്യം പറ. അല്ല നിങ്ങളുടെ ദൈവത്തെ ഓർത്തങ്ങ് ചിരിച്ചതാ. ദൈവത്തെ ഓർത്ത് ചിരിക്കുമോ? പിന്നെ നിങ്ങളുടെ ദൈവം ഭയങ്കര സംഭവം തന്നെ. ഞാൻ ചോദിച്ചു എന്താ? പണ്ടങ്ങാണ്ട് ഒരു ആൻറ്റി ഒരു ആപ്പിൾ തിന്നേനാ ഇത്രയും വലിയ വിഷയം ഉണ്ടാക്കിയത്. പറച്ചിൽ കേട്ടാത്ത വന്ന് ലൈലാൻഡ് ലോറി വിളിച്ചോണ്ട് വന്ന ആപ്പിളെല്ലാം കൂടെ മാർക്കറ്റിൽ കൊണ്ട് വിറ്റം. ഇനി അതുമല്ലക്കി അവളെന്തുവാ മരം മുറിച്ച് പലകയാക്കി വീട് വല്ലതും വെച്ചോ? ഒന്നുമില്ലെന്ന്. ഒരു പഴം തിന്നു. അച്ചായനോട് സ്നേഹമുള്ളവളായതുകൊണ്ട് ഇച്ചിരി അച്ചായറ്റും കൊടുത്തു. ഇന്നത്തെ പെണ്ണുങ്ങളെങ്ങാണമാണെങ്കിൽ കുരുപോലും കൊടുക്കത്തില്ലായിരുന്നു. പുള്ളി അങ്ങ് പറയുക ഒരു പഴം തിന്നതാണോ പാപം? കുന്നന്താനത്തും ചിലർക്ക് ഈ ചിന്ത കാണാം. കേവലം ഒരു പഴം തിന്നേനാണോ ഇത്രയും വലിയ വിഷയം ഉണ്ടാക്കിയത്? സ്നേഹിത, ഞാൻ അയാൾക്കൊരു മറുപടി കൊടുത്തു. സുഹൃത്തെ, രണ്ട് കുടുംബക്കാർ തമ്മിൽ അതിരുതർക്കം ഉണ്ടായി. ഏത് വസ്തുതർക്കമേ. രണ്ട് വീട്ടുകാർ തമ്മിൽ അടിയായി. നാട്ടുകാർ പോലീസിനെ വിളിച്ചു. പോലീസ് വന്നു. റവന്യൂ ഡിപ്പാർട്ട്മെന്റ് വന്നു. രണ്ടുപേരോടും പറഞ്ഞു ഒന്ന് സമാധാനപ്പെടച്ച, ഒരു മൊട്ടുസൂചി പോലും മേപ്പോട്ട് കൊണ്ടുപോകത്തില്ലല്ലോ, സമാധാനപ്പെടും. എൻ്റെ സർവേക്കൽ തോണ്ടിയിട്ട് ക്ഷമിക്കാനോ? സാറ് പോ. പുറത്ത് വന്നു. അമ്മച്ചി അങ്ങ് ക്ഷമിക്കും. ഒന്നുമില്ലേലും നിങ്ങൾ കൊട്ടി പാടുന്നല്ലേ മണ്ണെ പ്രതി മാണിക്യം വെടി യോഗില്ല. അത് വേറെ മാണിക്യം, അത് വേറെ മണ്ണ്, അങ്ങോട്ട് പോടോന്ന് പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ രണ്ടുപേരും സമ്മതിക്കത്തില്ല. എന്നാൽ പിന്നെ കോടതി കേസെടുക്കട്ടെ. കേസെടുക്കും. കോടതി വിധി വരുന്നവരെ ഇവിടെ തമ്മിലടിച്ചേക്കരുത്. ഓക്കെ 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 ഓക്കെ. മത്തായിയുടെ കടയിൽ നിന്ന് 2 രൂപയുടെ വള്ളിക്കെറിഞ്ഞ് മേടിച്ചോണ്ട്, ശ്രദ്ധിച്ച് കേട്ടോണം, 2 രൂപയുടെ വള്ളിക്കെറിഞ്ഞ് മേടിച്ചോണ്ട് വന്ന് കുറ്റി അടിച്ച് വലിച്ചു തിരിച്ച് കെട്ടി. ഇനി കോടതി വിധി വരുന്നവരെ ഇവിടെ തമ്മിലടിക്കരുതെന്ന് പറഞ്ഞു. ഓക്കെ, സമ്മതം. പോലീസും പോയി, റവന്യൂം പോയി. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ അച്ചായൻ്റെ ഒരു തലതെറിച്ച മോനുണ്ട്. അവനൊരു വിച്ചാത്തി എടുത്തുകൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങി. അവന്മാരുടെ ഒരു കയറേ മുറിച്ചാൻ കളഞ്ഞു. ഇതെറിഞ്ഞ പോലീസ് വണ്ടി തിരിച്ചു വന്നു. ആരടാ കയറ് മുറിച്ചേ? ഉണ്ടല്ലോ അവനാ സാർ. ഇങ്ങോട്ട് വാടാ. പിടിച്ചു കൊടുത്തു. ചെവിക്കലിന് ഒറ്റയടി. കയറടാ ജീപ്പിലെടുത്തിട്ടു. ശ്രദ്ധിച്ച് കേട്ടേ. ഇത് കണ്ടുകൊണ്ട് അവിടെ മുറുക്കിക്കൊണ്ടിരുന്ന ഒരു അമ്മച്ചി പറയുക, അയ്യോ എന്തൊരടിയാ കൊച്ചിനെ ഇട്ട് അടിക്കുന്നത്? 2 രൂപയുടെ കയറ് മുറിച്ചാൽ ഇങ്ങനെ ഇട്ട് അടിക്കണോ? എന്നാ കുഴപ്പം? 2 രൂപയുടെ കയറ് മുറിച്ചാൽ തല്ലുന്നത് എന്തിന്? അതുകൊണ്ട് മത്തായുടെ കടയിൽ തൂങ്ങി കിടക്കുന്ന ഇഷ്ടം പോലെ കയറ്. എന്നാൽ ഞാൻ വേണേ 10 രൂപ തരാം. 5 വള്ളി കയറ് മേടിച്ച് കെട്ടിയേച്ച് കൊച്ചിനെ അങ്ങ് വിട്ടേ. 1 വണ്ടി കയറ് പകരം കൊടുക്കാം. കൊച്ചിനെ വിടുവോ? പറ. വിടത്തില്ലച്ചാ. 2 രൂപയുടെ കയർ മുറിച്ചതിനല്ല അടി, നിയമലംഘനം നടന്നു. കേവലം ഒരു പഴം നിന്നതല്ലടോ പാപം. മറിച്ച് സുട്ടാവായ പടച്ചവൻ സുട്ടാവ് അരുതെന്ന് പറഞ്ഞു. മനുഷ്യൻ സുട്ടാവിന്റെ കൽപ്പന ലംഘിച്ചു. മനുഷ്യൻ പാപിയായി. കുന്നന്താനം ദേശമേ, വേദപുസ്തകം പറയുന്നു ഏകനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ പ്രവേശിച്ചു. അർത്ഥാൽ ആദാമ്യ പാപം നിമിത്തം മാനവജാതി മുഴുവൻ എന്തായി? ഉറക്കപ്പറ, പാപിയായി. അപ്പൊ ഡിഗ്രി കൂടിയ ചില അണ്ണന്മാർ ചോദിക്കും, ഉപദേശിയെ ഈ ആദാമും ഹവ്വായും പാപം ചെയ്തത് ഇപ്പൊ ഉപദേശി പറഞ്ഞപ്പോൾ മനസ്സിലായി, കൽപ്പനാ ലംഘനം. ശരി, അതിന്റെ പേര് ഒരു തെറ്റും ചെയ്യാത്ത ബാക്കിയുള്ള മനുഷ്യരൊക്കെ പാപിയാന്ന് പറഞ്ഞാൽ ഇതൊക്കെ യുക്തിക്ക് നിരക്കുവോ? ഇനി അതും പോട്ടെ, അവിടെ പാപം ചെയ്ത് നിങ്ങളുടെ ക്രിസ്ത്യാനികളല്ലേ, അതിന് ഞങ്ങൾ ഈ ഹൈന്ദവരും മുസ്ലിങ്ങളും ഒക്കെ പാപിയാണെന്നൊക്കെ വിളിച്ചു പോവാൻ പാടുണ്ടോ? അപ്പൊ ഇതൊക്കെ യുക്തിക്ക് നിരക്കുന്നതാണോ? ഞാൻ നിരപ്പിക്കാം. എങ്ങനെ? എന്തുകൊണ്ട് ആദാമ്യ പാപം നിമിത്തം സർവമാനവജാതിയും പാപത്തിലായി? ആമേൻ. എയ്ഡ്സ് രോഗിയായ അപ്പനും അമ്മയ്ക്കും ജനിക്കുന്ന കുഞ്ഞാരാ? എയ്ഡ്സ് രോഗി. ഈ ചോരക്കുഞ്ഞ് തെറ്റ് വല്ലതും ചെയ്തോ? ഈ ചോരക്കുഞ്ഞ് ബ്ലഡ് സ്വീകരിച്ചോ? ഈ ചോരക്കുഞ്ഞ് വ്യഭിചാരം ചെയ്തോ? ഈ ചോരക്കുഞ്ഞ് തൊട്ടിലേക്ക് കിടന്ന എയ്ഡ്സ് രോഗിയുടെ ബ്ലേഡ് എടുത്ത് വെച്ച് ഷേവ് ചെയ്തോ? ഇല്ല. പിന്നെ എങ്ങനെ ഈ കുഞ്ഞ് രോഗിയായി? അപ്പനും അമ്മയല്ലേ വഴിവിട്ട് ജീവിച്ചേ. അതിന്റെ ഫലം ഒരു തെറ്റും ചെയ്യാത്ത അടുത്ത തലമുറ അനുഭവിക്കുന്നത് നിങ്ങളുടെയൊക്കെ യുക്തിക്ക് നിരക്കും.
എങ്ങനെ വന്നു? രക്തത്തിലൂടെ വന്നു. അത് രക്തത്തിലൂടെ വന്നു. പക്ഷേ ആദാമ്യ പാപം എങ്ങനെ സർവ്വ മനുഷ്യരിൽ വന്നു? വായിക്കച്ച അപ്പോസ്തല പ്രവൃത്തി 17:26 എങ്ങനെ വരും ആദാമ്യ പാപം സർവ്വ മനുഷ്യരിലേക്കും? വായിച്ചുകൂടെ 17:26 ഒറ്റ വാക്യം. ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഒക്കെയും ഉളവാക്കി. ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ അവൻ അഥവാ ദൈവം ഒരുത്തനിൽ നിന്ന്, ആരാ ഒരുത്തൻ? ആദമിൽ നിന്ന് മനുഷ്യവർഗത്തെ മുഴുവനും സൃഷ്ടിച്ചു. എന്ന് പറഞ്ഞാൽ എന്തുവാ? എന്ന് പറഞ്ഞാൽ ആദാം എന്ന ഏക രക്തത്തിൽ നിന്നാണ് കാവി ഉടുത്തവനെയും തൊപ്പിയിട്ടവനെയും കൊന്തയിട്ടവനെയും സൃഷ്ടിച്ചത്. ഉപദേശം എന്തോ പറയുന്നത്? കാവി ഉടുത്തവനെയും തൊപ്പിയിട്ടവനെയും കൊന്തയിട്ടവനെയും ഒറ്റ രക്തത്തിൽ നിന്ന് സൃഷ്ടിച്ചോന്നു. അതേന്നേ. അതെങ്ങനെ തെളിയിക്കാവോ? തെളിയിക്കാം. നാളെ രാവിലെ 4 ചെറിയ ബോട്ടിലെടുക്ക, 4 മൃഗങ്ങളുടെ രക്തം, ഒന്നിൽ ആട്, ആന, പോത്ത്, പശു. ഇവിടെ പശു എന്നൊക്കെ പറയാവോ? പറയാം. എടുത്ത് ലാബിൽ കൊടുക്കണം. 10 മിനിറ്റ് മിടിക്ക് പെമ്പിള്ളേർ സ്റ്റിക്കർ ഒട്ടിച്ച് വെളിയിലോട്ട് വെക്കും. ഇത് ആട്, ഇത് ആന, ഇത് പോത്ത്, ഇത് പശു. ശരിയല്ലേ? ശരിയാണോ? ശരി. വീണ്ടും 4 ബോട്ടിലെടുക്ക. ഒന്നിൽ ഇവിടുത്തെ അമ്പലത്തിലെ പൂജാരിയുടെ രക്തം, മറ്റൊന്നിൽ പള്ളിയിലച്ഛന്റെ, ഇനിയൊന്നിൽ മുസ്ലിയാരുടെ, ഇനിയൊന്നിൽ ഞങ്ങളിൽ ഒരു ഉപദേശിയുടെ. കൊടുക്ക ലാബിൽ. ഏതെങ്കിലും പിള്ളേർ സ്റ്റിക്കർ ഒട്ടിച്ച് തരുമോ? മാറിപ്പോവല്ലേ. ദേ മൂലയിരിക്കുന്ന മുസ്ലിയാർ, ആണ്ട് ഇപ്പുറത്തിരിക്കുന്ന പള്ളിയിലച്ഛൻ, ദാണ്ട് ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഉപദേശി. തരുമോ? അവരിറക്കി വന്നിട്ട് പറയും, ദേ മനുഷ്യനെ കളിയാക്കല്ലേ കേട്ടോ, ഇതെല്ലാം മനുഷ്യന്റെ രക്തമല്ലേ. ചിലപ്പോൾ ABCD ഗ്രൂപ്പ് തിരിച്ചെന്നിരിക്കും. അതവിടെ നിൽക്കട്ടെ. രക്തം മുഴുവൻ ആരുടെയാ? മനുഷ്യന്റെ. ഒരൊറ്റ രക്തത്തിൽ നിന്ന് കാവി ഉടുത്തവനെയും തൊപ്പിയിട്ടവനെയും കൊന്തയിട്ടവനെയും സൃഷ്ടിച്ച ഒറ്റ ദൈവം. ഇതറിയാത്തൊരു ജന്തു ലോകത്തിലുണ്ട്. ആരാ? മനുഷ്യൻ. കൊല്ലാൻ നടക്കുക. എല്ലാ രക്തവും ഒന്നാണെന്ന് അറിയുന്ന ഒരു ജന്തുവുണ്ട്. അതിന്റെ പേര് കൊതുകെന്ന. അതിന് പരാതിയൊന്നുമില്ല. ഏത് രക്തമായാലും ഒരു വണക്കവും ഇല്ല. പക്ഷേ ഇത് തിരിച്ചറിയേണ്ട മനുഷ്യൻ അറിയുന്നില്ല. കോഴിയെ കണ്ടിക്കുന്ന ലാഘവത്തോടെ കൂടപ്പുറപ്പിന്റെ കഴുത്തറുക്കാൻ നടക്കുമ്പോൾ ഇന്ന് രാത്രി കുന്നന്താനം തിരിച്ചറിയൂ. കാവി ഉടുത്തവനെയും തൊപ്പിയിട്ടവനെയും കൊന്തയിട്ടവനെയും ഒറ്റ രക്തത്തിൽ നിന്ന് സൃഷ്ടിച്ച ഒറ്റ ദൈവം. അങ്ങനെയെങ്കിൽ എന്താ ഈ തിരിച്ചറിവില്ലാതെ കാവി ഉടുത്തവനെയും തൊപ്പിയിട്ടവനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഇതെന്റെ കൂടപ്പുറപ്പാ, എന്റെ അപ്പന്റെ സൃഷ്ടിയാ, എന്റെ സഹോദരനാ എന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ച് സ്നേഹിക്കേണ്ടതിന് പകരം കോഴിയെ കണ്ടിക്കുന്ന ലാഘവത്തോടെ കൂടപ്പുറപ്പിന്റെ കഴുത്തറുക്കുവാൻ എന്തേ നീ പാഞ്ഞെടുക്കുന്നു? കാരണം ഒന്നേ ഉള്ളൂ, നിന്റെ അകത്ത് പാപമിരിക്കുന്നു. പാപമെന്ന ഇരുട്ട് നിന്നെ വിഴുങ്ങിയിരിക്കുന്നു. ഈ പാപം നിന്നെ വിട്ട് പുറത്തു പോകുമ്പോൾ മാത്രമേ നിനക്ക് കാവി ഉടുത്തവനെ കാണുമ്പോൾ പല്ല് ഞെറുമ്പാതെ ചേർത്ത് പിടിച്ച് സ്നേഹിക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ടല്ലേ ചിലർ ചോദിക്കുന്നത് നമ്മുടെ നാട്ടിൽ യവന്മാർക്കൊരു നാണവും ഇല്ലയോ? അടിച്ചാലും ഇടിച്ചാലും ചവിട്ടിയാലും തുപ്പിയാലും പിന്നെ നാണമില്ലാതെ കയറി വരുക. പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ചു. സ്നേഹിത, നാണമില്ലാത്തോണ്ടല്ല, നീ എൻ്റെ സഹോദരനാണെന്നുള്ള തിരിച്ചറിവ്. നീ കാവി ഉടുത്താലും തൊപ്പിയിട്ടാലും എൻ്റെ അപ്പൻ്റെ സൃഷ്ടിയാ, എൻ്റെ കൂടപ്പുറപ്പാ നീ എന്നുള്ള തിരിച്ചറിവ് ഈ പുസ്തകം കയ്യിൽ വന്നപ്പോഴാണ് അറിഞ്ഞത്. അതുകൊണ്ട് എൻ്റെ സഹോദരനായ നീ നിത്യ നരകത്തിൽ പോയി തീച്ചൂളെ കിടക്കുന്നത് കൂടപ്പുറപ്പായ എൻ്റെ ഹൃദയത്തിന് വേദനയായതുകൊണ്ടാ നീ അടിച്ചാലും ചവിട്ടിയാലും തുപ്പിയാലും നാണമില്ലാതെ പിന്നെയും നിന്റെ വീട്ടിൽ കയറി വരുന്നത് നീ എൻ്റെ കൂടപ്പുറപ്പായതുകൊണ്ട്. ആ തിരിച്ചറിവ് അകത്ത് വന്നത് ഈ പുസ്തകം കയ്യെ വന്നപ്പോഴാണ്. അങ്ങനെയെങ്കിൽ വിളിച്ചു പറയാം, ജാതി മത വർണ്ണവർഗ വ്യത്യാസമില്ലാതെ സകല മനുഷ്യനും പാപത്തിനകത്ത് വീണുപോയി. ഈ അടുത്ത കാലത്ത് ഒരു മതലയിൽ എഴുതി വച്ചിരിക്കുന്നു പോലും, മനുഷ്യൻ പാപി അല്ല ആമേ എന്ന് എനിക്ക് ബോധിച്ചു, അതുകൊണ്ട് അവനെ ആരും പാപി എന്ന് വിളിക്കരുത് എന്ന് ബോധിനിക്ക് ബോധിച്ചെന്ന് മനുഷ്യൻ പാപിയല്ലെന്ന്. കുന്നന്താനത്ത് ആർക്കെങ്കിലും മനുഷ്യൻ പാപിയല്ലെന്ന് ചിന്തയുണ്ടെങ്കിൽ ഇന്ന് രാത്രി കടയടച്ച് വീട്ടിൽ പോകുമ്പോൾ കടയ്ക്ക് പൂട്ടിടരുത്. നാളെ രാവിലെ അറിയാം പാപി ഉണ്ടോ ഇല്ലയോ.
കടയ്ക്ക് പൂട്ടിട്ടാൽ ഒന്ന് വലിച്ച് രണ്ട് വലിച്ച് മൂന്നാമത്തെയും വലിച്ചുറപ്പാക്കിയിട്ടാ പോകുന്നത്. എന്നാലും കുത്തിയിളക്കുന്ന നല്ല പാപികൾ നാട്ടിലുണ്ട്. അങ്ങനെയെങ്കിൽ മനുഷ്യൻ പാപിയാടോ? പാപത്തിൽ വീണുപോയ മനുഷ്യവർഗം തമ്മിൽ ചേർത്ത് പിടിച്ച് സ്നേഹിക്കേണ്ടതിന് പകരം മൃഗതുല്യരായി തമ്മിലടിച്ചുകൊണ്ട് സുട്ടാവിങ്കിൽ നിന്ന് അകന്നു പോകുമ്പോൾ സ്വന്തമായ സുട്ടാവിനെ മറന്നിട്ട് സുട്ടികളെ ദൈവമെന്ന് വിളിച്ചുകൊണ്ട് അവൻ സുട്ടാവിന് കൊടുക്കേണ്ട മഹത്വം മനുഷ്യന്റെ കൈപ്പണിയായ സൃഷ്ടികൾക്ക് കൊടുത്തുകൊണ്ട് ദൈവത്തിങ്കിൽ നിന്ന് അകന്നു പോയപ്പോൾ സുട്ടാവായ ദൈവത്തിങ്കിൽ നിന്ന് അകന്നുപോയ സൃഷ്ടിയായ മനുഷ്യനെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുവാൻ, അവന്റെ പാപത്തിൽ നിന്ന് മോചനം വരുത്തുവാൻ സാക്ഷാത് ദൈവം സ്വർഗീയ കോടതി ഒരുക്കിയ രക്ഷയുടെ മാസ്റ്റർ പ്ലാൻ, അതാണ് ഇന്ന് രാത്രിയിൽ കുന്നന്താനത്ത് മുഴങ്ങിക്കേൾക്കുന്ന യേശു ക്രിസ്തു എന്ന സുവിശേഷത്തിന്റെ സന്ദേശം. എന്താണ് സുവിശേഷം? മനുഷ്യന്റെ അകത്ത് കുടിയിരിക്കുന്ന പാപമെന്ന ഇരുട്ടിനെ വലിച്ചു പുറത്തെറിയുവാൻ ദൈവം ഒരുക്കിയ രക്ഷയുടെ പദ്ധതി. ആമേൻ. ആ പദ്ധതി 5 മിനിറ്റിൽ പറഞ്ഞ് വാക്കുകൾ അവസാനിപ്പിക്കും. ശ്രദ്ധിച്ചോ, എന്താ രക്ഷയുടെ പദ്ധതി? പാപം എന്ന ഇരുട്ട് മനുഷ്യന്റെ അകത്ത് കുടിയിരിക്കുന്നു. ഇന്ന് രാത്രി ഇവിടെയെല്ലാം വെളിച്ചം തെളിച്ചിരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ആമേൻ, ഈ വെളിച്ചം മുഴുവൻ ഇന്നിപ്പോ ഇവരങ്ങ് ഓഫ് ചെയ്താൽ എന്റെ പ്രസംഗം തടസ്സപ്പെടുമോ? ഇല്ല, പ്രസംഗം നടക്കും. അപ്പൊ പ്രസംഗം നടക്കണമെങ്കിൽ വെട്ടം വേണ്ടേ? വേണ്ട, ശബ്ദം മതി, പ്രസംഗം നടക്കും. പിന്നെന്തിനായി വെട്ടം? ഇതെല്ലാം അണച്ചേക്കാം, പോരാ. എന്തിനാ പിന്നെ ഇത് ഇട്ടേക്കുന്നത്? ഇത് അണഞ്ഞു പോയാൽ എന്ത് വ്യാപരിക്കും? ഇരുട്ട് വ്യാപരിക്കും. ഇരുട്ട് വ്യാപരിച്ചാൽ എന്താ കുഴപ്പം? കുഴപ്പമൊന്നുമില്ല. ഇതിൽ നിന്ന് ഒരുത്തൻ ഇപ്പുറത്തോട്ട് കയറിയിരുന്നാൽ അറിയത്തില്ല. അതാ പ്രശ്നം. എന്ന് പറഞ്ഞാൽ ഇരുട്ട് വ്യാപരിച്ചാൽ തിരിച്ചറിവ് നഷ്ടപ്പെടും. അടുത്തിരിക്കുന്നത് അമ്മയാണോ പെങ്ങളാണോ അനിയനാണോ എന്നുള്ള തിരിച്ചറിവ് നഷ്ടപ്പെട്ടു പോകും. അങ്ങനെയെങ്കിൽ പാപമെന്ന ഇരുട്ട് മനുഷ്യന്റെ അകത്ത് കുടിയേറിയപ്പോൾ അമ്മ സ്വന്തം രക്തത്തെ അവൻ മറന്നു പോകുന്നു. ജനിപ്പിച്ച പെൺകുഞ്ഞിന് മക്കളെ സമ്മാനിക്കുന്നു. മാതൃത്വം മറക്കുന്ന തലമുറ ഉണ്ടാകുന്നു. പിതൃത്വം മറക്കുന്ന മക്കൾ ഉണ്ടാകുന്നു. എന്താ? ഇരുട്ടിലാണ്. അതുകൊണ്ട് ആ പൂർവ്വപിതാക്കന്മാർ ഈശ്വരന്മാരോട് പ്രാർത്ഥിച്ചു, ഈശ്വരന്മാരെ തമസോമാം ജ്യോതിർഗമയ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ഞങ്ങളെ ഒന്ന് നയിക്കണം. ഈ പന്തലിനകത്തെ ഇരുട്ട് വഴിമാറാൻ ഇവിടെ വെളിച്ചം തെളിച്ചിരിക്കുന്നെങ്കിൽ മാനവജാതിയുടെ അകത്ത് കുടിയിരിക്കുന്ന പാപമെന്ന ഇരുട്ടിനെ പുറത്തെറിയുവാൻ നിന്റെ അകത്തും ഒരു വെളിച്ചം കടന്നു വന്നേ മതിയാകൂ. ഏതാണ് ആ വെളിച്ചമെന്ന് ചോദിച്ചാൽ, ഇന്നേക്ക് 2000 വർഷങ്ങൾക്കപ്പുറം പാലസ്തീന്റെ പച്ചമണ്ണിൽ കാലമർത്തി ചവിട്ടി നിന്നുകൊണ്ട് ഒരുവൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, എന്നിൽ വസിക്കുന്നവൻ ഒരു നാളും ഇരുളിൽ നടക്കുകയില്ല. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണെന്ന് അധികാരത്തോടെ അവകാശത്തോടെ ലോകത്തോട് പ്രസംഗിച്ച, ലോകം കണ്ട ഒരേ ഒരു പ്രസംഗകൻ, ലോകം കണ്ട ഒരേ ഒരു പ്രവാചകൻ, ലോകം കണ്ട ഒരേ ഒരു മഹാഗുരു, ലോകം കണ്ട ഒരേ ഒരു സത്യ നിത്യ ദൈവം, അവനത്രേ ഇന്ന് രാത്രിയിൽ ഷമീർ അബ്ദുൽ സലാം പ്രസംഗിക്കുന്ന നസ്രേത്തുകാരനായ യേശു ക്രിസ്തു. മാനവജാതിയുടെ പാപമെന്ന ഇരുട്ടിൽ നിന്ന് അവനെ രക്ഷിച്ചെടുപ്പാൻ സാക്ഷാൽ യഹോവയായ ദൈവം വേഷത്തിൽ മനുഷ്യനായി ലോകത്തിലേക്ക് അവതാരമെടുത്ത സ്വർഗീയ പദ്ധതിയാണ് സുവിശേഷം. ദൈവം മനുഷ്യനായി ലോകത്തിൽ അവതരിച്ച് മാനവജാതിയുടെ പാപത്തിന് കാൽവരിയിൽ സ്വന്തം പ്രാണനെ യാഗമായി അർപ്പിച്ചു പരിഹാരം വരുത്തി മനുഷ്യന്റെ അകത്ത് കുടിയിരിക്കുന്ന പാപമെന്ന ഇരുട്ടിനെ വേരോടെ പറിച്ചെടുത്ത് സമുദ്രത്തിന്റെ ആഴക്കടലിൽ ഇട്ടുകൊണ്ട് കാവിയുടുത്തവനെയും തൊപ്പിയിട്ടവനെയും കൊന്തയിട്ടവനെയും ചേർത്ത് പിടിച്ച് സ്നേഹിക്കാൻ കഴിയുന്ന ഒരു നല്ല മനസ്സിന്റെ ഉടമയാക്കി മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്ന സന്ദേശമാണ് സുവിശേഷം. മതവും പേരും മാറ്റുന്ന സന്ദേശമല്ല. അതുകൊണ്ടാ ഷമീർ ഇപ്പോഴും ഷമീറായിരിക്കുന്നത്. മതം മാറിയില്ല, പേരും മാറിയില്ല. പക്ഷെ ഇപ്പൊ കാവ്യ എടുത്തവനെ കാണുമ്പോൾ ഒരു പല്ലുകടിയൊന്നും ഇല്ല. പകരം ചേർത്ത് സഹോദരൻ എന്നാ ഉണ്ട്, സന്തോഷമായിരിക്കുന്നു, ശരി പ്രാർത്ഥിച്ചോളാം കേട്ടോ, ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ച് സ്നേഹിക്കാൻ കഴിയുന്ന ഒരു നല്ല മനസ്സിന്റെ ഉടമയാക്കി രൂപാന്തരപ്പെടുത്തുന്ന സന്ദേശമാണ് ക്രിസ്തുവിന്റെ സുവിശേഷം. ഇത് അക്രമത്തിന്റെ മാർഗമല്ല, പീഡനത്തിന്റെ മാർഗമല്ല, വാള് കാണിച്ചിട്ടല്ല, ബോംബ് പൊട്ടിച്ചിട്ടുമല്ല, സ്നേഹത്തിന്റെ തുണ്ട് പേപ്പർ കഷണങ്ങൾ. അതുകൊണ്ടല്ലേ ഇവിടെ കുറെ ചെറുപ്പക്കാർ നിൽപ്പുണ്ട്. നിങ്ങൾക്ക് വേണം ഒരു വാദത്തിന് ഇങ്ങോട്ട് കയറി വന്ന് ഞങ്ങൾക്ക് ഇട്ട് അടിക്കാവില്ല, നമ്മൾ പബ്ലിക് പ്രോപ്പർട്ടി അല്ലയോ, എല്ലാവരും അടിക്കുന്നല്ലോ, നിങ്ങൾക്കും അടിക്കാം. അടിച്ച ഇതിനകത്ത് 2 ചവിട്ടി ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ പേപ്പറും ബൈബിളും ഒക്കെ വാങ്ങി ആ ജംഗ്ഷനിലോട്ട് ഇച്ചിരി പെട്രോൾ ഒഴിച്ച് കത്തിക്കാം. എല്ലാവരും സ്വോത്രം പറഞ്ഞ് ദൈവമേ എന്ന് വിളിച്ച് എല്ലാവരും വീട്ടിൽ പോകും. അതിനപ്പുറത്ത് ഇവിടെ ഒന്നും സംഭവിക്കത്തില്ല. പക്ഷേ ഒരു കാര്യം പറഞ്ഞേച്ചേ പോകത്തുള്ളൂ, അതിൻ്റെ പേരിൽ നാളെ കേരളത്തിൽ ഹർത്താൽ ഉണ്ടാകത്തില്ല. അതിൻ്റെ പേരിൽ ഒറ്റ ട്രാൻസ്പോർട്ടിന് ഞങ്ങൾ കല്ലെറിയത്തില്ല. അതിൻ്റെ പേരിൽ ഞങ്ങളിൽ ഒരുത്ത മുണ്ടും മടക്കി കുത്തി കൊടി പിടിക്കാൻ റോഡിൽ ഇറങ്ങത്തില്ല. കാരണം ഞങ്ങൾ പ്രസംഗിക്കുന്ന ക്രിസ്തുവിന് ഭൂമിയിൽ കൊട്ടേഷൻകാരില്ല. ഭൂമിയിൽ കൊട്ടേഷൻ സംഘമില്ലാത്ത ഒരേ ഒരു ദൈവത്തെ ഇന്ന് രാത്രി കുന്നന്താനത്ത് പ്രസംഗിക്കുന്നു. അവനത്രയും നസ്രേത്തുകാരനായ യേശു ക്രിസ്തു. ആമേൻ.
ആമേൻ. അങ്ങനെയെങ്കിൽ പറയാം, ആമേൻ, ഭൂമിയിൽ കൊട്ടേഷൻ സംഘമില്ലാത്ത ഒരേ ഒരു ദൈവം ഇന്ന് ഞാൻ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു എന്ന ഏക സത്യ നിത്യ ദൈവമെങ്കിൽ ഉറക്കെ വിളിച്ചു കുന്നന്താനത്തോട് പറയുന്നു, മറ്റുള്ളവരെ വെറുക്കുന്ന, മറ്റുള്ളവരോട് കടിപിടി കൂടുന്ന, ആമേ, മൃഗീയ സ്വഭാവം നിറഞ്ഞ മനുഷ്യനെ മറ്റുള്ളവരെ ചേർത്ത് പിടിച്ച് സ്നേഹിക്കാൻ കഴിയുന്ന നന്മയുള്ള ഒരു മനുഷ്യന്റെ ഉടമയാക്കി ആമേ മാറ്റുന്ന ഉലകം കണ്ട ഒരേ ഒരു സന്ദേശം യേശു ക്രിസ്തു എന്ന സുവിശേഷമാണ്. അങ്ങനെ കുന്നന്താനത്തും കൊല്ലത്തും തിരുവല്ലയിലും കേരളത്തിലുമുള്ള മനുഷ്യർ തമ്മിൽ ഒരു കളർ കൊടി വ്യത്യാസമില്ലാതെ ചേർത്ത് പിടിച്ച് സ്നേഹിക്കാൻ കഴിയുന്ന നന്മയുടെ മനസ്സുള്ള ഉടമയായി മാറുമ്പോഴാണ് നമ്മുടെ നാട് അച്ഛാദിനായി മാറുന്നത്, നല്ല സ്വർഗീയമായ നാടായി മാറുന്നത്. അതിനെ ചേർത്ത് പിടിച്ച് സ്നേഹിക്കാൻ പഠിപ്പിക്കണം സഹോദര. അല്ലാതെ ചില ചേട്ടന്മാരും ചേച്ചിമാരും പാവപ്പെട്ട ചെറുപ്പക്കാരെ തമ്മിലടിപ്പിക്കാൻ വർഗീയ വിഷം ചീറ്റുന്ന പ്രസംഗമൊന്നും നടത്തിയിട്ട് കാര്യമില്ല. ചേർത്ത് പിടിച്ച് സ്നേഹിക്കാൻ പഠിപ്പിക്കേ. കാവ്യോ തൊപ്പിയോ എന്തോ ആയിക്കോട്ടെ, ഒന്ന് ചേർത്ത്. അല്ലാതെ ചുമ്മാ കുറേ ചേച്ചി, ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് ഒരു ചേച്ചി ഇൻ്റർനെറ്റിൽ കൂടെ വന്നിട്ട് പറഞ്ഞു മിഷണറിമാരെയൊക്കെ പാകിസ്ഥാനിലോട്ടും പഞ്ചാബിലോട്ടും ഒക്കെ നാട് കടത്തണമെന്ന്. എൻ്റെ പൊന്ന് ചേച്ചി, ചേച്ചിയുടെ പേരിൻ്റെ അറ്റത്ത് ടീച്ചറെന്ന് വരാൻ കാരണം മിഷണറിമാർ ഇവിടെ വന്ന് തുണി ഉടുപ്പിച്ച് വിദ്യാഭ്യാസം ചെയ്യിച്ചത് കൊണ്ടാണ്. അല്ലെങ്കിൽ ചേച്ചിയുടെ പേര് വെറും ശശി, അതിനപ്പുറത്ത് വലിയ ഡെക്കറേഷൻ ഒന്നും ചേച്ചിക്ക് കിട്ടത്തില്ല. അത് കിട്ടാൻ കാരണം ഈ സുവിശേഷമാണ്. അങ്ങനെയെങ്കിൽ സുവിശേഷത്തെ ഒന്നും ചേച്ചി പഞ്ചാബിലോട്ട് അയക്കേണ്ട, പകരം ചേർത്ത് പിടിച്ച് സ്നേഹിക്കാൻ തലമുറയെ പഠിപ്പിക്കുക. അങ്ങനെയെങ്കിൽ നാട് അച്ഛാദിനായി മാറും. അങ്ങനെ ആമേ നാട് നന്മയുടെ അനുഭവത്തിലേക്കും എല്ലാവരും ചേർന്ന് സന്തോഷത്തോടെ ആനന്ദത്തിലേക്ക് പോകുന്ന ഒരു നല്ല നാളേക്കായി സുവിശേഷമെന്ന ഏക സത്യ നിത്യ സന്ദേശം കുന്നന്താനത്തിന് കൈമാറിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് അവസാനത്തെ കുത്തുവിടുമ്പോൾ ഇന്ന് രാത്രി കുന്നന്താനത്തോട് ഉറക്കെ വിളിച്ചു പറയുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല. മാനവജാതിക്ക് രക്ഷ പ്രാപിപ്പാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുക്രിസ്തു എന്ന ഏക നാമമല്ലാതെ പോരാ, ഏക സത്യ സുവിശേഷമല്ലാതെ പോരാ, ഏക സത്യം നിത്യ ദൈവമല്ലാതെ മറ്റൊരു ദൈവവും മറ്റൊരു രക്ഷാമാർഗവും ഈ പാപത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷിപ്പാൻ ഈ കൃതിയിൽ ഇല്ലവേ ഇല്ല. അതുകൊണ്ട് ഒരു മുഴം നടക്കാതെ, ഒരു നാണയത്തൊട്ട് കൊടുക്കാതെ, ഒരു മെഴുകുതിരി കത്തിക്കാതെ സൗജന്യമായി മനുഷ്യന്റെ പാപത്തെ മോചിപ്പിച്ച് നന്മയുടെ അനുഭവത്തിലേക്ക് നടത്തുന്ന ഈ സത്യ സന്ദേശം കുന്നന്താനത്തിന് കൈമാറിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ, കാൽവരിയുടെ കൊലക്കളത്തിൽ സർവ്വ മാനവജാതിയുടെയും പാപത്തിന് പരിഹാരം വരുത്തുവാൻ ക്രൂശിൽ അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് എന്നും ജീവിക്കുന്ന കാൽവരിയിലെ യേശുക്രിസ്തുവിൻ്റെ പുണ്യാഹ രക്തത്താൽ രക്താഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു.